പ്രിയപ്പെട്ട എല്ലാവർക്കും പുസ്തകലോകം പരമ്പരയുടെ 18-ാം അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മളിന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകനായിരുന്ന നമ്മളെല്ലാം ബഹുമാനിക്കുന്ന അന്തരിച്ച TJS ജോർജിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ഘോഷയാത്ര എന്ന പുസ്തകമാണ്. ഇത് അവലോകനം ചെയ്യുന്നത് പ്രിയപ്പെട്ട SD പ്രിൻസ്. നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തിനകം രണ്ടാമത്തെ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ്റെ ഓർമ്മക്കുറിപ്പുകൾ അല്ലെങ്കിൽ ആത്മകഥ കാറ്റഗറിയിൽ വരുന്ന പുസ്തകമാണ് ചർച്ച ചെയ്യുന്നത്. KM മാത്യുവിൻ്റെ മാത്തുക്കുട്ടിച്ചായൻ മനോരമയുടെ മുഖ്യപത്രാധിപരായിരുന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ 8-ാമത്തെ മോതിരം നമ്മൾ ചർച്ച ചെയ്തു. അതും SD പ്രിൻസാണ് പുസ്തക അവലോകനം നടത്തിയത്. നമുക്കറിയാം TJS ജോർജ് നമ്മെ വിട്ടുപിരിഞ്ഞത് കഴിഞ്ഞ വർഷം ഒക്ടോബർ 3-ാം തീയതിയാണ്. ഇന്ത്യൻ മാധ്യമ ലോകത്തെ ഒരു വലിയ പ്രസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന അപൂർവം ചിലരിൽ ആയിരുന്നു TJS ജോർജ്. അദ്ദേഹം 1950-കളിൽ ബോംബെയിലെ ഫ്രീ പ്രസ് ജേർണലിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ സുദീർഘമായ മാധ്യമ ജീവിതം ആരംഭിക്കുന്നത്. അദ്ദേഹം ഏഷ്യ വീക്കിൻ്റെ സ്ഥാപക പത്രാധിപരാണ്. അറിയപ്പെടുന്ന ജീവചരിത്രകാരനാണ്. VK കൃഷ്ണമേനോൻ്റെ ജീവചരിത്രം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നർഗീസിൻ്റെ ബയോഗ്രഫി ദ ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് നർഗീസ്, ലീ ക്വാൻ യു സിംഗപ്പൂരിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയാവുന്ന അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി, MS സുബലക്ഷ്മിയുടെ ജീവചരിത്രം, MS എ ലൈഫ് ഇൻ മ്യൂസിക്, ഇങ്ങനെ ഒട്ടേറെ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ദീർഘകാലം അദ്ദേഹം അഡ്വൈസറായിരുന്നു. അവസാനം 25 വർഷം നീണ്ട അദ്ദേഹത്തിൻ്റെ കോളം പോയിൻറ്റ്സ് ഓഫ് വ്യൂ, അത് സിൻഡിക്കേറ്റഡ് കോളമായിരുന്നു. ബാക്കി പല രാജ്യങ്ങളിലെയും പത്രങ്ങളിൽ അദ്ദേഹം കോളം എഴുതി. 2011 പത്മഭൂഷൺ നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. അദ്ദേഹം എഴുതിയ ഈ ഓർമ്മക്കുറിപ്പുകൾ സമകാലിക മലയാളം വാരികയിലാണ് വന്നത്. അത് പുസ്തകമായി ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. നമ്മളിന്ന് ഈ ചർച്ച ശ്രീ SD പ്രിൻസിൻ്റെ അവലോകനത്തോടു കൂടിയാണ് ഈ ചർച്ച നമ്മൾ നടത്തുന്നത്. പ്രിൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം മാധ്യമ പ്രവർത്തകനാണ്. കേരളത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ മാധ്യമ ജീവിതം ആരംഭിക്കുന്നത്. അതിനുശേഷം അഖിലേന്ത്യ റേഡിയോയിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവായി ബോംബെയിൽ, പിന്നെ തിരുവനന്തപുരത്ത്. ഞാനും അദ്ദേഹവുമൊക്കെ ഒരു UPSC ബാച്ചിൽ ആകാശവാണിയിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ആയ ആളാണ്. അദ്ദേഹം ആകാശവാണിയിൽ ചേർന്നതിന് ശേഷം അദ്ദേഹം പുറത്തേക്കുള്ള യാത്ര ആരംഭിച്ചു. ഞാൻ അതിനു മുമ്പ്, അത് വേറൊരു കഥയാണ്. അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയുടെ ദീർഘകാലം PRO ആയിരുന്നു. പിന്നീട് KCB, ഏറ്റവും അവസാനം രാജ്ഭവൻ്റെ PRO ആയി പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ ഗ്രന്ഥകാരനാണ്, കമ്മ്യൂണിക്കേഷൻ വിദഗ്ധനാണ്, മാധ്യമ നിരൂപകനാണ്. അങ്ങനെ ഒട്ടേറെ മേഖലകളിൽ അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ TJS ജോർജിൻ്റെ ഘോഷയാത്ര ഈ പുസ്തകം അവലോകനം ചെയ്യാൻ പ്രിയപ്പെട്ട SD പ്രിൻസിനെ ക്ഷണിക്കുന്നു. നന്ദി പ്രദീപ്. ഈ ഒരു അവസരം നൽകിയ പ്രദീപിനും ടീമിനും ഞാൻ നന്ദി പറയാണ്. കാരണം ഇതുപോലൊരു പുസ്തകത്തെ ഒന്ന് അവലോകനം ചെയ്യാൻ കിട്ടുന്ന ഒരു അപൂർവ അവസരമാണ്. ഇപ്പൊ TJS ജോർജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കുട്ടനാട്ടിൽ നിന്ന് പോയി ലോകമെമ്പാടേക്കും വ്യാപിച്ച ഒരു വിശ്വപൗരനായ മാധ്യമ പ്രവർത്തകൻ എന്ന് വേണമെങ്കിൽ പറയാം. പത്മഭൂഷണൊക്കെ കിട്ടി അങ്ങനെ ആദരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ആൻ എറ്റേണൽ വേർഡ് സ്മിത്ത് എന്നാണ്. കാരണം വാക്കുകൾ കൊണ്ട് വളരെ ഭംഗിയായി കളിക്കാൻ അറിയാവുന്ന ഒരാളാണ്. വാക്കുകളെ തന്റെ ആയുധമാക്കിയെടുത്ത ആള്. ഘോഷയാത്ര എന്ന് ഈ പുസ്തകത്തിന് പേരിട്ടിരിക്കുന്നത് ജീവിതത്തെ തന്നെ ഒരു പെജൻട്രി, ഒരു ഘോഷയാത്രയായിട്ട് കാണാം. സംഭവങ്ങളുടെ, വ്യക്തികളുടെ, അനുഭവങ്ങളുടെ, പാളിച്ചകളുടെ, തമാശകളുടെ ഒക്കെ ഘോഷയാത്രയായിട്ട് ഇങ്ങനെ കാണാവുന്നതാണ്. 35 പേരെ കുറിച്ചുള്ള രേഖാചിത്രമാണ് ഇദ്ദേഹം ഇവിടെ നൽകിയിട്ടുള്ളതെന്നാണ് ഞാൻ ഓർക്കുന്നത്. 35 പേര് ആയിട്ടാണ്, 35 പ്രൊഫൈലുകളാണ് ഇതിനകത്ത് കണ്ടത്. എന്തോ ഈ 35 എന്ന് പറയുന്ന ഒരു എണ്ണത്തോട് ഇദ്ദേഹത്തിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നതായിട്ട് തോന്നുന്നു. കാരണം ഡിസ്മാന്റിലിംഗ് ഓഫ് ഇന്ത്യ ഇൻ 35 പോർട്രേറ്റ്സ് എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമുണ്ട്. കഴിഞ്ഞ വർഷമോ അതിന് മുമ്പത്തെ വർഷമോ നമ്മള് കേരള മീഡിയ അക്കാദമി കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ മലയാളികൾ എഴുതിയ ഏറ്റവും മികച്ച നോൺ ഫിക്ഷൻ പുസ്തകങ്ങൾക്കുള്ള അവാർഡ് കൊടുക്കാനായിട്ട് 50,000 രൂപയുടെ ഒരു അവാർഡ് കൊടുക്കാനായിട്ട് നോക്കിയപ്പോൾ ആ സമിതിയിൽ ഞാൻ ഒരു അംഗമായിരുന്നു.
അന്ന് ഇതുപോലെ ഞങ്ങളുടെ പരിഗണനയ്ക്ക് വന്ന ഒരു പുസ്തകമായിരുന്നു ഡിസ്മാന്റിലിംഗ് ഓഫ് ഇന്ത്യ. അതും ഇതുപോലെ ഒരു 35 പ്രൊഫൈൽസ് ആണ് ആളുകളുടെ പെൻ പോർട്രേറ്റുകളാണ്. അതായത് JRD ടാറ്റ മുതൽ നരേന്ദ്രമോദി വരെ ഉള്ള ആളുകളുടെ. അതിനിടയ്ക്ക് ഗോഡ്സെ ഉണ്ട്, നേതാജി ഉണ്ട്, അണ്ണാദുരൈ ഉണ്ട്, നമ്പി നാരായണനുണ്ട്, രജനീകാന്ത് ഉണ്ട്, അമിതാഭ് ബച്ചൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളുടെ വളരെ രസകരമായ പ്രൊഫൈൽ ആണ് കിട്ടുന്നത്. അപ്പൊ അതിനകത്ത് അദ്ദേഹം പറയുന്നൊരു വരിയുണ്ട്. അതിന്റെ ഇൻട്രൊഡക്ഷനിൽ അദ്ദേഹം പറയുന്നൊരു വാക്യം എനിക്ക് രസകരമായി തോന്നി. ദിസ് ബുക്ക് എക്സാമിൻസ് certain individuals who made themselves special by working for the common good. അത് പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളെ കുറിച്ചാണ് ഈ പുസ്തകം. സംടൈംസ് their concept of the common good was not very good at all. ആണ് അവരുടെ ഈ പൊതു നന്മ എന്ന് പറയുന്ന അവരുടെ ഒരു കൺസെപ്റ്റ് ഒട്ടും നല്ലതായിരുന്നില്ലാത്ത ആളുകളും ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ഗോഡ്സെയും മറ്റും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വളരെ രസകരമായ പക്ഷെ അത് പറയുന്നത് ബട്ട് ദാറ്റ് ഡിഡ് നോട്ട് റെഡ്യൂസ് ദർ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ്. പല ആളുകളുടെയും നമുക്ക് ഇഷ്ടമല്ല എങ്കിൽ പോലും അവരുടെ ചരിത്രപരമായ പ്രാധാന്യം കുറയുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിൽ നേരത്തെ പ്രദീപ് പറഞ്ഞ പോലെ പോയിന്റ് ഓഫ് വ്യൂ എന്ന കോളം 25 വർഷം കടന്നപ്പോൾ അദ്ദേഹം തന്നെ അന്തം വിട്ടുപോയി. 1300ഓളം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോ അങ്ങനെ ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കുക. അതിനകത്ത് ഓരോ വ്യക്തിക്കും പേരിന് താഴെ വേറൊരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ JRD ടാറ്റ പബ്ലിക് ട്രസ്റ്റ് പബ്ലിക് ഗുഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓരോ ആളുകൾക്കും അങ്ങനെയാണ്. ഇപ്പം നേതാജിയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ദ മിസ്റ്ററി ഓഫ് ദ മൗനി ബാബ, ഇങ്ങനെ ഓരോ ആളുകളെ കുറിച്ച്. ഏറ്റവും അവസാനം മോഹൻദാസ് ഗാന്ധി മച്ച് ടു ഹ്യൂമൻ. ഏറ്റവും അവസാനം നരേന്ദ്രമോദിയെ കുറിച്ച് പറയുന്നിടത്ത് ഈഗോ സുപ്രീം എന്നാണ് പറയുന്നത്. അത് ഒരു ജേർണലിസ്റ്റിക് കറേജ് ആയിട്ട് ഞാൻ കാണും. പറയാനുള്ള കാര്യം വെട്ടിത്തുറന്ന് എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ല. എന്ന് മാത്രമല്ല, എനിക്ക് നേരിട്ട് ഇവിടെ ഈ ഹേമലത അദ്ദേഹത്തെ വന്ന് കണ്ട കാര്യമൊക്കെ പറഞ്ഞു. എനിക്ക് വേറൊരു തരത്തിലുള്ള അനുഭവം TJSുമായിട്ടുണ്ട്. ഒരിക്കല് ഞാൻ മുൻ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാന്റെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ആയിരിക്കുമ്പോൾ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലെ കോളത്തില് TJS എഴുതിയ കൂട്ടത്തിൽ ഈ ഗവർണറെ കുറിച്ച് വളരെ മോശമായൊരു വരി എഴുതി. അപ്പൊ അത് വായിച്ചപ്പോഴത്തേക്ക് ഒരു അവസരവാദി എന്നോ അങ്ങനെയുള്ള ആ രീതിയിൽ വരുന്ന ഒരു കമന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞതിന് മറുപടി കൊടുക്കണം. അപ്പൊ ഞാനൊരു ലേഖനമായിട്ട് തന്നെ മറുപടി എഴുതി. എന്നിട്ട് ഞാൻ എഡിറ്ററെ വിളിച്ചു. പ്രഭു ചൗള ആയിരുന്നു എന്റെ ഓർമ്മ. എഡിറ്ററെ വിളിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം ഫോണിൽ കൂടെ സംസാരിക്കണം. പക്ഷെ അദ്ദേഹം ഈ തലയിൽ കൈവയ്ക്കുന്ന പോലെ നമുക്ക് തോന്നും. ഈ വർഷം ഇത് 3ാമത്തെ പരാതിയാണ് എന്നാണ് പറയുന്നത്. 90-ാം വയസ്സിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഈ വർഷം ഇത് 3ാമത്തെ പരാതിയാണ് ഇങ്ങനെ ആളുകളിൽ നിന്ന് വരുന്നത്. എന്തായാലും നിങ്ങളുടെ ഭാഗം എഴുതി അറിയിച്ചോളൂ, ഞങ്ങൾ വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച സാധാരണമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വിയോജനക്കുറിപ്പ് കൊടുത്താൽ അത് പത്രത്തിൽ എങ്ങനെയാണ് വരിക? ഒരു കറക്ഷൻ, ഒരു ചെറിയൊരു പാരഗ്രാഫ് ആയിട്ടായിരിക്കും വരിക എവിടെയെങ്കിലും, അല്ലെങ്കിൽ ഒരു അല്പം കൂടെ വലിയൊരു പാരഗ്രാഫായിട്ട് വേറൊരു കോളത്തിലോ മറ്റോ വരും. TJSന്റെ അടുത്ത ഞായറാഴ്ചത്തെ പങ്ക്തി തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: വിത്ത് അപ്പോളജീസ് ടു ദ റീഡേഴ്സ്, I would like to share this week's column with Arif Muhammad Khan, Governor of Kerala. He disapproved of some critical remark I made about him and wrote എന്ന് പറഞ്ഞൊരു കോളൻ ഇട്ടിട്ട് ആ കോളന് ശേഷം നമ്മൾ കൊടുത്ത കംപ്ലീറ്റ് ലേഖനവും അതേപടി ഒരു വരി മാറ്റാതെ ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ പങ്ക്തിക്ക് എഴുതുന്ന ഒരു അരപ്പേജ് വരുന്ന ആ പങ്ക്തി മൊത്തം നമ്മൾ കൊടുത്ത മറുപടി കത്താണ്. ഏറ്റവും അവസാനം പിന്നെ TJS എഴുതിയിട്ടുള്ളത് ഒരു പാരഗ്രാഫാണ്. To this I replied, "Thank you for your note. I am too mundane a journalist to have any pretension of being God." അതായത് ആരിഫ് മുഹമ്മദ് ഖാൻ ചോദിച്ചത് എന്റെ മനസ്സിലുണ്ടെന്ന് പറയുന്ന കാര്യം ഊഹിച്ചെഴുതാൻ നിങ്ങൾ ആര് ദൈവമാണോ എന്ന് ചോദിച്ചു. അതിന് മറുപടിയായിട്ട് എഴുതിയാണ്, ഞാൻ അങ്ങനെ ദൈവമാണെന്നുള്ള ധാരണയൊന്നും എനിക്കില്ല. ഓൾസോ ഐ ഹാവ് നോ അലീജിയൻസ് ടു എനി പാർട്ടി ഐഡിയോളജി ഓർ എനി റിലിജിയൻ. മൈ ഓൺലി അലീജിയൻസ് ഈസ് ടു മൈ പ്രൊഫഷൻ. ജേർണലിസ്റ്റോട് മാത്രമാണ് എൻ്റെ പ്രതിജ്ഞാബദ്ധത, എൻ്റെ കൂറ്. എന്നിട്ട് പറയുന്നത്, ഐ വിൽ ഹാപ്പിലി പബ്ലിഷ് ദ ലെറ്റർ സോ ദാറ്റ് യുവർ വ്യൂസ് റീച്ച് ദ പബ്ലിക് ആസ് ഫ്രീലി ആസ് മൈൻ ഡു. എൻ്റെ വീക്ഷണങ്ങൾ ജനങ്ങളിലേക്ക് എത്ര സ്വതന്ത്രമായിട്ട് എത്തുന്നു അത്രയും സ്വതന്ത്രമായി താങ്കളുടെ വീക്ഷണവും എത്തട്ടെ എന്ന ഒരു ലക്ഷ്യത്തോടുകൂടി ഈ കത്ത് ഞാൻ പ്രസിദ്ധീകരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ അവസാനത്തെ വരിയാണ്, ഐ ട്രസ്റ്റ് ഗോഡ് വോണ്ട് മൈൻഡ് ദാറ്റ്.
ദൈവത്തിന് എതിർപ്പൊന്നും കാണില്ലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇത് വളരെ രസകരമായ അദ്ദേഹം ഒരു 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 വലിയ തർക്കത്തെ വളരെ രസകരമായി അത് അവസാനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പൊ ഞങ്ങളുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യം മുഴുവനായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിന് തിരിച്ചൊരു കൊട്ട് തന്നോ എന്ന് ചോദിച്ചാൽ അത് അവസാനം ഒരു വരി ഒരു സർക്കാസം അത് വെച്ച് വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് അത് തീർത്തിട്ടുണ്ട്. അതൊന്ന്. ഇനി ഈ ഇദ്ദേഹം പറഞ്ഞല്ലോ എന്റെ അലിജിയൻസ് ഇറ്റ് ഇസ് ഓൺലി ടുവേർഡ് ജേർണലിസം. ഞാൻ ഇദ്ദേഹത്തെ നേരിട്ട് കാണുന്നത് ഒരിക്കലും മാതൃഭൂമി ഫെസ്റ്റിവലിന്റെ സമയത്താണ്. അതിന് ഒന്നോ രണ്ടാഴ്ച മുമ്പ് അദ്ദേഹത്തിന്റെ ഇതേ കോളത്തിൽ എഴുതിയിരുന്നു, കോൺഗ്രസ് ഇങ്ങനെ നടന്നാ പോരാ, മല്ലികാർജുൻ ഖാർഗെയെ നേതാവായി പ്രഖ്യാപിക്കണം. സീനിയർ ആയിട്ടുള്ള ഒരാളാണല്ലോ, അനുഭവ സമ്പത്തുള്ള ആളാണല്ലോ, അദ്ദേഹത്തെ വേണം നേതാവാക്കേണ്ടത് എന്ന് പറഞ്ഞ് വളരെ ഓപ്പൺ ആയിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അങ്ങനെ എഴുതി. അത്ഭുതം എന്ന് പറയട്ടെ, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഖാർഗെയെ നേതൃസ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുന്ന നടപടി അവർ തുടങ്ങിക്കഴിഞ്ഞു. അത് പബ്ലിക് ആവുകയും ചെയ്തു. ഞാൻ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു, സാറ് പറഞ്ഞത് അതേപടി കോൺഗ്രസ് അനുസരിച്ചല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ആ പറഞ്ഞതിലുള്ള അപകടം മനസ്സിലാക്കി അദ്ദേഹം ഞാൻ അങ്ങനൊന്നും അല്ല പറഞ്ഞത്, ഞാൻ ഇയാള് കൊള്ളാം, പലരും ഉണ്ട്, ഇയാളും കൊള്ളാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്, അവരങ്ങനെ ചെയ്തതിന് ഞാൻ എന്ത് ചെയ്യാനാണ് വെച്ചാല് ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ്, അവർ എന്ത് ചെയ്തു എന്നുള്ളത് എനിക്കറിയേണ്ട കാര്യമില്ല. ആ രീതിയിൽ എന്റെ ജോലി ജേർണലിസ്റ്റ് എന്നുള്ളതിൽ ഞാൻ ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു നിലപാട് ഈ പുസ്തകത്തിലുടനീളം, ഈ ഘോഷയാത്രയിലുടനീളം അദ്ദേഹം കാണുന്നുണ്ട്. ഒരു അപക്ഷപാതി എന്ന് വേണമെങ്കിൽ പറയാം. ഒരുതരം അസംഗത മൂലമുള്ള ഒരു ഈ പറയുന്ന കണക്ക് നിസ്സംഗതയല്ല, ഇത് ഡിറ്റാച്ച്ഡ് ആയിട്ട് കാര്യങ്ങൾ കാണുന്ന, എന്നാൽ അങ്ങേയറ്റം ശ്രദ്ധിച്ച് കാണുകയും ചെയ്യുന്ന ഒരാളാണ്. ഈ ഘോഷയാത്ര MP നാരായണപിള്ള എന്ന പലരുടെയും പ്രിയപ്പെട്ട നാണപ്പനിൽ തുടങ്ങി നാണപ്പ സൂക്തത്തിൽ അവസാനിക്കുന്ന ഒരു കൃതിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ സംസാരിച്ച പോലെ ഈ TJS ജോർജ് എന്ന ലോകമെമ്പാടും ഇംഗ്ലീഷിൽ എഴുതി നടന്ന ഒരു ജേർണലിസ്റ്റ് മലയാളത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവ് ആണല്ലോ ഇത് എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ഈ പുസ്തകത്തിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് ഇദ്ദേഹം ഒരു നാണപ്പ സൂക്തം എഴുതുന്നുണ്ട്. MP നാരായണപിള്ളയുടെ പതിവ് സൂക്തങ്ങളുണ്ടല്ലോ. ലോകം വെട്ടിപ്പിടിച്ചു കഴിഞ്ഞാലും അടിസ്ഥാനപരമായി മറ്റാർക്കും ഒരിക്കലും അപഹരിക്കാനോ നിഷേധിക്കാനോ ആവാതെ സ്വന്തമെന്ന് വിളിക്കാൻ എന്താണുള്ളത്? ഒരു ഭാഷ, ഒരു നാട്, ഒരു മനസാക്ഷി. ഇത് ഇങ്ങനെയാണ് പറയുന്നത്. ആ ഭാഷ എന്നതിന്റെ, ആ സ്വന്തം ഭാഷയെ തിരിച്ചു പിടിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതിനുള്ള കാരണവും പുസ്തകത്തിന്റെ തുടക്കത്തിൽ MP നാരായണപിള്ള പറയുന്നുണ്ട്. അതൊരു വല്ലാത്തൊരു പറച്ചിലാണ്. എന്ന് വെച്ചാല് ആ പുസ്തകത്തിന്റെ എനിക്ക് തോന്നുന്നു തുടക്ക ഭാഗത്ത് തന്നെ MP 9-ാം പേജില് ഇദ്ദേഹം പറയുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് നാരായണപിള്ള, ഈ വാരികൾ നിങ്ങൾ എന്താണ് എഴുതാത്തത്? മലയാള ഭാഷയുടെ സ്ഥിതി, എഴുത്തുകാരില്ല, എഴുത്തുകാരായി വേഷം കെട്ടി നടക്കുന്ന വായി നോക്കികളാണ് 99.9%. എന്താണ് പറയുന്നത്? എഴുത്തുകാരനാവാൻ സ്വന്തമായി മനസ്സിൽ വല്ലതും വേണം, വേറെ ആർക്കും തോന്നാത്തത്. ദൈവം സഹായിച്ച് നിങ്ങൾക്ക് അതുണ്ട്. ഈ ഒരു പ്രചോദനം വെച്ചാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതി തുടങ്ങുന്നത്. നമ്മളിപ്പോ നോക്കുമ്പോഴത്തേക്ക് നാണപ്പൻ എന്ന് പറയുന്ന ആളിന്റെ ഒരു രീതിയുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഈ എഴുതി തുടങ്ങുമ്പോൾ പലയിടത്തും നമുക്ക് ഒരു പക്ഷേ മലയാള ഭാഷ ചില സ്ഥലങ്ങളിൽ, ഇത്രയും മഹത്തായ എഴുത്തുകാരുണ്ട്, ചില സ്ഥലങ്ങളിൽ എഴുതിയതിനകത്ത് ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് അച്ചടിപ്പിശകായിരിക്കാമെന്ന് തോന്നുന്നു. ചില സ്ഥലങ്ങളിൽ അച്ചടിപ്പിശകിന്റെ ചില പ്രശ്നങ്ങൾ കാണാറുണ്ട്. അങ്ങനെയുള്ളൂ. അല്ലാതെ വേറെ ഇപ്പൊ തുടക്കത്തിൽ രസമത്ത് വന്നത് ആശാനെ എന്ന് പറഞ്ഞാണ് ആ പുസ്തകം തുടങ്ങുന്നത്. അഭിസംബോധന ചെയ്യുമ്പോൾ ആശാനെ എന്ന് നീട്ടി വിളിക്കണം. പക്ഷെ നാരായണപിള്ളയോട് പറഞ്ഞ പുള്ളി കേൾക്കുകയില്ല എന്നുള്ളതൊക്കെ അറിയാം. ഏതായാലും ഈ പുസ്തകം ഇങ്ങനെ തുടങ്ങുന്നു. ഇതിനകത്ത് എനിക്ക് വളരെ രസകരമായി തോന്നിയത്, ഇത് പല രീതിയിലുണ്ട്. പൊതുവായിട്ട് ഇപ്പം വൺ ലൈനേഴ്സ്, ഈ TJS ജോർജിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റ വരിയിൽ ചില കാര്യങ്ങൾ പറയും. അത് ചിലപ്പോൾ പറഞ്ഞു വന്ന കാര്യത്തെ കാച്ചിക്കുറിക്കുള്ള ഒരു മുദ്രാവാക്യത്തുകൾ ശക്തമായ രീതിയിലായിരിക്കും മനസ്സിലേക്ക് പറയുന്നത്. പല സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട്. ഒറ്റ വരിയുടെ ശക്തി അത് വളരെ ഡ്രമാറ്റിക് ആയിരിക്കും, നാടകീയമായിരിക്കും. ചിലപ്പോൾ ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ഇപ്പൊ തിരുവിതാംകൂർ എന്ന മഹാത്ഭുതം എന്ന് പറഞ്ഞ ഒരു ചാപ്റ്ററിലാണ് തുടങ്ങുന്നത്. അതിന് ഉടനീളം കുറച്ചൊരു സിനിക്കൽ ടച്ച് ഇങ്ങനെയുണ്ട്. ഓക്സ്ഫോർഡിനെ പറ്റിയോ, എന്തൊരു ഓക്സ്ഫോർഡ് എന്ന് ചോദിക്കുന്ന ഇത് സംഭവം എന്ന് വെച്ചാൽ ഇപ്പോ ഒരിടത്ത് കാണുന്ന, ഇപ്പൊ ക്ലാസ്സിൽ ഇന്റർമീഡിയറ്റിനോ പഠിക്കുന്ന കാലത്ത് ക്ലാസ്സിൽ പങ്കൻ എന്നൊരാളുണ്ട്.
ഒരു സാർ എന്തോ പറഞ്ഞപ്പോ പങ്കൻ അതുപോലെ എന്തോ പറഞ്ഞു. സാറ് പറഞ്ഞു ഒരുമാതിരി ചന്തയിൽ നടക്കുന്ന ആളുകളെ പോലെ സംസാരിച്ചത് ഇറങ്ങി പുറത്തു പോകുന്നു. അപ്പോ അനുസരണയോടെ ഇറങ്ങിപ്പോയ പങ്കൻ സമയമായപ്പോൾ RSPയുടെ കെ പങ്കജാക്ഷനായി തിരികെ വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഒരാൾ അവതരിപ്പിക്കുന്ന ഒരു രീതിയാണ്. പിന്നെ ഈ തിരുവനന്തപുരത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് തിരുവനന്തപുരം ജീവിതത്തിന്റെ ബാക്കി പത്രമായിട്ട് 2 സൗഹൃദങ്ങളെ പറ്റി പറയും. ഒന്നൊരു ഭാസ്കരൻ നായർ, മറ്റൊരു രാമകൃഷ്ണൻ അയ്യർ. ഈ രാമകൃഷ്ണനെ പറ്റി പറയുന്നത്, രാമകൃഷ്ണൻ BA എന്ന ഉയർന്ന ജാതിക്കാരനും ഞാൻ ഇന്റർമീഡിയറ്റ് എന്ന താഴ്ന്ന ജാതിക്കാരനും. ഹൃദയങ്ങൾ അതറിഞ്ഞതേയില്ല എന്ന്. ഒരു സൗഹൃദത്തെ ഇത്ര ഭംഗിയായി ഒറ്റ വരിയിൽ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക? ഹൃദയങ്ങൾ അതറിഞ്ഞതേയില്ല. ഈ പറയുന്ന 2 സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ഒന്ന് ഭാസ്കരൻ നായർ അടൂർവാസിയും മറ്റത് മലയാറ്റൂർ രാമകൃഷ്ണനുമാണ്. അതാണ് ഇപ്പൊ നമ്മളിപ്പം ഈ ഭാസയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാവരും കരഞ്ഞുകൊണ്ട് ജനിക്കുന്നു, ഭാസ ചിരിച്ചുകൊണ്ടായിരിക്കും പിറന്നതെന്ന്. അതുപോലെ ഈ കലയ്ക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ ചിരിക്ക് വേണ്ടി എന്നൊരു സിദ്ധാന്തം ഭാസി ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അടൂർ ഭാസിയെ കുറിച്ച് പറയുന്ന ഭാഗത്ത് നമ്മള് ചിലതൊക്കെ നമ്മൾ അറിയത്തേയില്ല, ചില കാര്യങ്ങൾ നമ്മൾ അറിയും. EV കൃഷ്ണപിള്ള എന്ന് പറഞ്ഞ ആളൊരു ഒരു വൃത്തികെട്ട തന്തയാണെന്നുള്ളത് എത്ര പേർക്ക് അറിയാൻ പറ്റും? മകനെ വല്ലാതെ ശിക്ഷിക്കുന്ന, മൂത്ത മകനെ വല്ലാതെ ശിക്ഷിക്കുന്ന ഒരു വളരെ അതിക്രൂരനായ ഒരു സാഡിസ്റ്റായ ഒരു അച്ഛനായിരുന്നുള്ളത് അധികം പേർക്കും സാധാരണ വായനക്കാർ അറിയുന്ന ഒരു കാര്യമല്ല. പിന്നെ അടൂർ ഭാസിയെ കുറിച്ച് പറയുന്നത്, അടൂർ ഭാസി ഭാഗ്യവാനായിരുന്നു, TV എന്ന മസൂരിയോ സീരിയൽ എന്ന സുനാമിയോ നേരിടേണ്ടി വന്നില്ല എന്നാണ് ഭാസിയെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഭാഗത്ത്. ഏറ്റവും ഒടുവിൽ ഭാസിയുടെ അവസാന കാലത്ത് ഒരു കുടുംബം കൂടെ വന്ന് താമസിക്കുകയും എന്നിട്ട് അവർ പോവുകയും ചെയ്തു. ഭാസി വീണ്ടും ഒറ്റയ്ക്ക് പോവുകയും ചെയ്തു. ഇത് വളരെ നമുക്ക് വളരെ ടച്ചിങ് ആയിട്ടാണ് അത് എഴുതി പോകുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് ഒറ്റ വരിയിൽ പറയും അത്. എന്നാൽ ആ ദുഃഖത്തിൽ അങ്ങ് പങ്കുചേരുന്ന രീതിയിലല്ല. അതാണ് ഒരു ഡിറ്റാച്ച്ഡ് ഒബ്സർവറുടെ രീതിയിലാണ്, ഒരു ജേർണലിസ്റ്റിന്റെ ഒരു ഡിറ്റാച്ച്ഡ് ഒബ്സർവേഷനാണ് അവിടെ നമ്മൾ കാണുന്നത്. ഈ വടി കൊടുത്ത് അടി വാങ്ങുക എന്ന് പറയുന്ന പ്രയോഗം വന്നത് ഒരുപക്ഷെ EV കൃഷ്ണപിള്ളയുടെ സ്വഭാവത്തിൽ നിന്നായിരിക്കുമെന്ന് TJS പറയുന്നുണ്ട്. അതായത് പലർക്കും അറിയില്ല, അടൂർ ഭാസിക്ക് ഒരു ചേട്ടനുണ്ടായിരുന്നു, ചന്ദ്രാജി എന്ന പേരിൽ. അയാൾ പിൽക്കാലത്ത് ബിമൽ റോയുടെ ചായ കൊണ്ടു നടക്കാനുള്ള സഹായിയായിട്ട് അവതരിച്ചു എന്നുള്ള കാര്യമൊന്നും പലർക്കും അത് അറിയില്ല. അപ്പോ ഈ രാമേന്ദ്രൻ നായർ എന്ന ചന്ദ്രനെ EV കൃഷ്ണപിള്ള സ്ഥിരമായി തല്ലും. മൂത്ത മകനാണ്. കൃഷ്ണപിള്ളയ്ക്ക് കൊച്ചിലേക്ക് കിട്ടി ആടി മൂത്ത മകനിലേക്ക് പകർന്നു കൊടുക്കുന്ന രീതിയാണ്. അപ്പൊ അടിക്കാനുള്ള വടി മോൻ തന്നെ കൊണ്ട് കൊടുക്കണമെന്നാണ്. അതിൽ നിന്നാവും ഈ വടി കൊടുത്തടി എന്ന പ്രയോഗം വന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ മലയാറ്റൂർ പാടുന്നതിനെ കുറിച്ച്, ആ എഴുത്തിന്റെ ഒരു ശൈലിയാണ്. മലയാറ്റൂർ ഇരുന്ന് പാടുന്നു. അപ്പൊ ഇദ്ദേഹം പറയുന്നത്, ഈ കുറെ നേരത്തെ ഒരു ശ്രദ്ധയ്ക്ക് ശേഷമാണ് എനിക്കൊരു കാര്യം പിടിയിട്ട് അദ്ദേഹം പാടുകയാണെന്ന്, ചക്രവർത്തിനി എന്നുള്ള പാട്ട് പാടുകയാണ് എന്ന് ബോധ്യം വന്നത്. കാരണം അത്രയ്ക്ക് ബോറാണ് പാട്ട്. പക്ഷെ പാടുമ്പോൾ പാട്ടല്ല പാടുന്നത്, സാഹിത്യമാണ് പാടുന്നത് എന്ന് തോന്നിപ്പോകും. വരികളുടെ അർത്ഥമാണ് പാടുന്നത് എന്ന് തോന്നിപ്പോകും. മലയാറ്റൂരിനെ കുറിച്ച് പറയുന്നിടത്തും ഇതുപോലെ പറയുന്നത്, രാമകൃഷ്ണന്റെ പ്രഭാദീപ്തിയിൽ അധികം ആരും വേണിയെ കണ്ടില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ച് പറയുന്ന, പക്ഷെ തിരികെടാതെ സൂക്ഷിച്ചത് എന്നും വേണിയായിരുന്നു. ഇതുപോലെ ശിവറാമിനെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് ഇതുപോലെ ഒരു ശിവറാമന്റെ അച്ഛൻ ശിവരാമ മേനോനെ കുറിച്ച് പറയുന്നുണ്ട്. വലിയ ചിരിയുടെ ഭാഗമായി കസേരയിൽ പുറമേക്ക് ചാഞ്ഞു. പിന്നെ നിവർന്നില്ല, 60 വയസ്സായിരുന്നു. ഒരാളുടെ മരണം വിവരിക്കുന്ന ഒരു കാര്യം. ഇനി അദ്ദേഹത്തിന്റെ ഇതുപോലെ ഈ കൃതിക്കകത്ത് എനിക്ക് വളരെ വളരെ കൗതുകമായി തോന്നിയത് ഡോം മൊറേസ് എന്ന കവിയും എഡിറ്ററുമായിരുന്ന ആളിനെ കുറിച്ച്. ഡോം പല സ്ഥലത്തും ഇതിനകത്ത് വരുന്നുണ്ട്. ഡോം മൊറേസ് എന്ന ഒരു കൊച്ചു പയ്യനെ കുറിച്ച് പറയുന്നു. അവരുടെ പത്രത്തില് ഫ്രീ പ്രസ് ജേണലില് ഇതുപോലെ 12 വയസ്സോ മറ്റുള്ള ഒരു പയ്യൻ നേരെ കയറി വരും. AFS തലിയാർ ഖാൻ എന്ന സ്പോർട്സ് റൈറ്റർ, ബോബി തലിയാർ ഖാൻ എന്നെല്ലാവരും വിളിക്കുന്ന AFS തലിയാർ ഖാൻ എന്ന പാഴ്സിയായിരുന്ന ഒരു ക്രിക്കറ്റ് കമന്റേറ്ററും
ക്രിക്കറ്റ് റൈറ്ററും ഉണ്ട്. അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറയും, ക്രിക്കറ്റ് എഴുതാൻ ആള് വരും. 12 വയസ്സുള്ള കൊച്ചു പയ്യൻ കയറി വന്നിട്ട് ചോദിക്കുന്നു, എനിക്കൊരു ടൈപ്പ് റൈറ്റർ തരാമോ? ടൈപ്പ് റൈറ്റർ കൊടുക്കുമ്പോൾ ഒന്നും സംഭവിക്കത്തില്ല, കുനിഞ്ഞിരുന്ന് ടൈപ്പ് ചെയ്തിട്ട് കോപ്പി എടുത്ത് കൊടുത്തിട്ട് പോകും. അതൊന്നും ഒരു വരി വെട്ടാനോ മാറ്റാനോ സാധിക്കില്ല. അത്രയ്ക്ക് സുന്ദരമായ ക്രിക്കറ്റ് എഴുത്തായിരുന്നു ആ പയ്യൻ എഴുതുന്നത്. ആ പയ്യൻ ഫ്രാങ്ക് മൊറേസ് എന്ന അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകൻ, അറിയപ്പെടുന്ന എഡിറ്ററുടെ മകൻ ഡോം മൊറേസ് ആയിരുന്നു. ഡോം മൊറേസ് തന്നെ വേർ സം തിങ്സ് ആർ റിമെമ്പേർഡ് എന്ന ഒരു പുസ്തകത്തിൽ അയാളുടെ ജീവിതത്തെ പറ്റി പലതും എഴുതുന്നുണ്ട്. ആ വിവരവും TGS ഇതിനകത്ത് പറയുന്നു. ഡോമിന്റെ അമ്മയ്ക്ക് മാനസിക രോഗം ഉണ്ടായിരുന്ന കാര്യം. മാനസിക രോഗം പിടിപെട്ട അമ്മയെ ഒരു ആംബുലൻസിൽ കയറ്റിക്കൊണ്ടു പോകുന്ന ഒരു രംഗം ഡോം മൊറേസ് ഞാൻ ഈ പറഞ്ഞ വേർ സം തിങ്സ് ആർ റിമെമ്പേർഡ് എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. അതിലും ഞാൻ കണ്ടത് ഒരു വരിയാണ്, ദാറ്റ് വാസ് ദ എൻഡ് ഓഫ് മൈ ചൈൽഡ്ഹുഡ്. എന്റെ ബാല്യത്തിന്റെ അവസാനം അതായിരുന്നു. ഒരുപക്ഷെ അത്തരത്തിലുള്ളൊരു ബാല്യത്തിന്റെ, അത് TGS പറയുന്നത്, അത്തരമുള്ള ഒരു ജീവിതത്തിന്റെ ബാക്കി പത്രം എന്നുള്ള നിലയിലായിരിക്കാം ടോം മൊറേസ് പ്രതിപാദന എഴുത്തുകാരനായി, നല്ല എഡിറ്ററായി, അങ്ങേയറ്റത്തെ അരാജകവാദിയുമായി. കല്യാണം 1 അല്ല 2 3 കഴിച്ചു. ഒരു കല്യാണത്തിന് ചുമ്മാ ഇറങ്ങി സിഗരറ്റ് വാങ്ങിക്കാൻ പോകുന്ന ലാഘവത്തിൽ ഇറങ്ങിപ്പോയി പിന്നെ തിരിച്ചു വരില്ല. കുറെ കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നു വേറെ കല്യാണം കഴിച്ചു എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരാളിനെ കുറിച്ച് പലയിടത്തും ഡോമുമായിട്ടൊക്കെ വളരെ TGSുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു ഫാമിലിയായിരുന്നു. ഈ പറയുന്ന ഫ്രാങ്ക് മൊറേസിന്റെ ജീവിതം തന്നെ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോ ഈ മാധ്യമപ്രവർത്തകന്റെ ധൈര്യത്തെക്കുറിച്ചും മറ്റൊക്കെ പറയുന്ന കാലത്ത് ഫ്രാങ്ക് മൊറേസ് അവിടെ സ്റ്റേറ്റ്സ്മാനിലോ മറ്റോ ജോലി ചെയ്യുന്ന കാലത്ത് ബ്രിട്ടീഷ് എഡിറ്റേഴ്സ് ആണ് കൂടെ ഉള്ളത്. അപ്പോ എഡിറ്റർമാർക്ക് ഡൈനിങ് റൂം ഉണ്ട്, അവിടെ പോയിരുന്ന ആഹാരം കഴിക്കാം. പക്ഷെ ഇന്ത്യക്കാരനായ ഫ്രാങ്കിന് സീനിയർ എഡിറ്ററായിട്ട് പോലും അതിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അന്ന് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന 2 സായിപ്പ് പയ്യന്മാർ, 2 ജൂനിയർ എഡിറ്റേഴ്സ്, അവര് പോയി സമരം ചെയ്യുന്നതാണ്. മാനേജ്മെന്റിന്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളും അതിനകത്ത് കയറില്ല, എഡിറ്റർ ഫ്രാങ്ക് മൊറേസിന് അതിനകത്തിരുന്ന് ആഹാരം കഴിക്കാൻ കഴിയില്ലെങ്കിൽ ഞങ്ങളും അതിനകത്ത് കയറില്ല എന്ന് പറഞ്ഞിട്ട് ഫ്രാങ്കിനെ അതിനകത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് പോയ ഒരു കാലമുണ്ട്. അപ്പൊ അങ്ങനത്തെ അത്തരത്തിലുള്ള മഹാരഥന്മാരുടെ ഒരു ഘോഷയാത്ര കൂടിയാണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത്. അതുപോലെ മുംബൈ എന്ന ഒരു നഗരത്തെക്കുറിച്ച്, ബോംബെ നഗരത്തെക്കുറിച്ച്, പിന്നെ നമ്മുടെ ശിവറാമിനെ കുറിച്ച് ഒക്കെ പറയുന്നിടത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഈ ഓരോ നമ്മളിപ്പോ ശിവറാം എന്നൊക്കെ പറയുമ്പോൾ ലെജൻഡറി ജേർണലിസ്റ്റ് എന്നൊക്കെ പറയും. അദ്ദേഹത്തിന്റെ ജേർണലിസ്റ്റിക് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ 6 വയസ്സ് വരെ സിൽക്ക് ഫ്രോക്കുകളും വളകളും മാലകളും അണിഞ്ഞാണ് തങ്കം എന്ന് അമ്മ വിളിച്ച ശിവറാം വളർന്നു എന്നാണ് TGS എഴുതുന്നത്. അത് അറിയപ്പെടാത്ത കാര്യങ്ങളാണ് പലപ്പോഴും അതിനകത്തുണ്ട്. പിന്നെ ഇടത്തട്ട നാരായണൻ പോലുള്ള പാട്രിയറ്റ് അങ്ങനെയൊക്കെയുള്ള പത്രങ്ങളിൽ നടത്തിയിരുന്ന അവരെയൊക്കെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് അത് ജേർണലിസ്റ്റുകളെ കുറിച്ചുള്ള അതിലേക്ക് ഞാൻ തിരിച്ചു വരാം. പിന്നെ മുംബൈ നഗരത്തെക്കുറിച്ച് പറയുന്നത് അത് വളരെ എനിക്ക് തന്നെ നേരിട്ട്, ഞാൻ മുംബൈ നഗരത്തിൽ 3-4 വർഷം ജോലി ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ എനിക്കതിന്റെ ആ ഒരു വ്യത്യാസം അറിയാൻ കഴിയും. അത് മുംബൈ ആയി നിലം പതിക്കുന്നതിന് മുമ്പ് ബോംബെ ഒരു ഉത്സവമായിരുന്നു എന്നാണ് TGS എഴുതുന്നത്. അതിനകത്ത് 176-ാമത്തെ പേജില് അദ്ദേഹം ആകാശവാണിയെ കുറിച്ച് പറയുന്നുണ്ട്. ആകാശവാണി സ്വതന്ത്ര ഇന്ത്യയുടെ സാമൂഹ്യ സാംസ്കാരിക വളർച്ച ഓൾ ഇന്ത്യ റേഡിയോ അതിപ്രധാനമായ പങ്ക് വഹിച്ചു എന്ന് പറഞ്ഞ് ലോകത്തിലെ ഏറ്റവും പ്രൊഫഷണലായ വാർത്താ പ്രക്ഷേപണ കേന്ദ്രങ്ങളിലൊന്നായി AIR പ്രശസ്തി ആർജിക്കുകയും ചെയ്ത അക്കാലത്താണ്. അതിനകത്ത് 3 പ്രതിഭകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് സ്ഥാപകനായ ലാനൽ ഫീൽഡൻ. ഈ ലാനൽ ഫീൽഡനാണ് പണ്ട് ലോർഡ് വെല്ലസ് ലിൻലിത്ഗോ എന്ന് പറഞ്ഞ ആളുടെ അടുത്ത് പോയിട്ട് ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്നുള്ള വൃത്തികെട്ട പേരിനെ മാറ്റി ഓൾ ഇന്ത്യ റേഡിയോ എന്ന സുന്ദരമായ പേര് സ്വീകരിക്കാനുള്ള സാഹചര്യം ഒരുക്കിയത്. അത് ലിൻലിത്ഗോയുടെ ക്രെഡിറ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്തു. അല്ല, അങ്ങനെ വളരെ ബുദ്ധിപൂർവമാണ് ഈ പേര് മാറ്റിച്ചെന്നുള്ളത് ഒരു കഥയുണ്ട്. അപ്പോ അത് പറയുന്നത് വിക്ടർ പരഞ്ജ്യോതി എന്നുള്ള, അതുപോലെ BV കേസ്കർ പിന്നീട് സിനിമാ ഗാനങ്ങളെയൊക്കെ നിരോധിച്ചെങ്കിലും അദ്ദേഹവും വലിയൊരു കോൺട്രിബ്യൂഷൻ നടത്തിയ ഒരാളായിട്ടാണ് പറയുന്നത്. വിക്ടർ പരഞ്ജ്യോതിയുടെ പേര് പലരും അങ്ങനെ പറയാറില്ല. അവിടുത്തെ പരിപാടികളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച ഒരാളാണ്. പരഞ്ജ്യോതി കോറസ് എന്ന പേരിൽ ബോംബെയിൽ ഇപ്പോഴും ഒരു ഗായക സംഘമുണ്ട്. ക്രിസ്മസിനൊക്കെ കോയർ പാടുമ്പോഴത്തേക്ക് പല ഭാഷകളിലെ പാട്ട് പാടുന്ന
ഒരു ഒരു കോറസ് ഉണ്ട്. അത് പരഞ്ജ്യോതി കോറസ് എന്നാണ് അതിനെ പറയുന്നത്. അപ്പൊ അവരെ കൊണ്ട് നമ്മൾ അവരെ ഒക്കെ പലപ്പോഴും ബ്രോഡ്കാസ്റ്റിന് വിളിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ഇനി ഞാൻ ഈ പറയുന്ന ഇപ്പോ ഇവിടെ ഈ 178 പേജില് ഇദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. ബോംബെയെ കുറിച്ച് പറയുന്നത്, എത്രയെത്ര ലോകങ്ങളായിരുന്നു അന്നത്തെ ബോംബെയിൽ. എത്ര നദി ഒഴുകിയെത്തിയാലും എല്ലാം സ്വീകരിച്ച് സമന്വയിപ്പിച്ച് എല്ലാം ഒന്നാണെന്ന സത്യം ഉരുവിട്ടുകൊണ്ടിരുന്ന മഹാസാഗരം. ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകുന്ന സുന്ദര ദേശം. 1000 പാദസരങ്ങളുടെ വശ്യ ഗീതത്തിൽ ആനന്ദം കണ്ട ബോംബെയുടെ ആത്മാവിനെയാണ് എന്റെ സ്നേഹിതൻ ബാൽ താക്കറെ ഒരു ദുഷ്പ്രഭാവത്തിൽ ഞെക്കിക്കൊന്നതെന്നാണ് പറയുന്നത്. കാരണം ഈ ബാൽ താക്കറെ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ, ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായിരുന്നു. അത് ശരിക്കും പറഞ്ഞാല് ബാൽ താക്കറയെ കുറിച്ച് പറയുന്നത് ഒരു ആടിനെ പോലെ ശാന്തനായ ഒരുവൻ, പിന്നെ കടുവയായി, കടുവയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ എത്തിയിട്ട് അവസാനം വീണ്ടും ആടായി പോയ ഒരാളെന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഞാൻ ഈ വൺ ലൈനേഴ്സിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്കാണ് ആദ്യമായി ജയിലിൽ അടയ്ക്കപ്പെട്ട ഇങ്ങനെ ഒരു പത്രസ്വാതന്ത്ര്യ പേര് ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു പത്രാധിപർ എന്ന ഒരു സ്വതന്ത്ര ഇന്ത്യയിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട പത്രാധിപർ എന്നുള്ള ഖ്യാതി TJS നുണ്ട്. അപ്പോ ബീഹാറിലാണ് സംഭവിക്കുന്നത്. അപ്പൊ ജയിലിലെ 3 ആഴ്ച കഴിഞ്ഞു. ആദ്യം ജയിലിൽ പോയ ദിവസം വളരെ വലിയ അഭിമാനം തോന്നി. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ജയിലിൽ പോകാതെ പത്രപ്രവർത്തകൻ പ്രായപൂർത്തിയാവില്ല എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. പക്ഷെ ബങ്കിപ്പൂർ എന്ന് പറഞ്ഞ ആ ജയിലില് ഇദ്ദേഹത്തെ ആ ജയിലിന്റെ തനി സ്വഭാവമുള്ള ഒരു മുറിയിലേക്ക് മാറ്റി. 50-60 പേർക്കായിട്ട് ഒരു മുറിയിൽ അതിന്റെ അറ്റത്ത് തുറന്ന ഒരു ബാത്റൂമും ഒരു ബക്കറ്റുമായിട്ട് ഇരിക്കുന്ന വൃത്തികെട്ട സംവിധാനം. അദ്ദേഹം പറയുന്നതാണ്, ഒറ്റ രാത്രി കൊണ്ട് എനിക്ക് പ്രായപൂർത്തിയായി എന്നാണ്. കാരണം ഈ ഒരു കാര്യത്തെ ഈ ഒരവസ്ഥയെ എങ്ങനെ ആ ഒരു അല്പം ഒരു തമാശ ചേർത്ത് തന്നെയാണ് പറയുന്നത്, ഒറ്റ രാത്രി കൊണ്ട് എനിക്ക് പ്രായപൂർത്തിയായി. പിന്നീട് ഒരു പൊളിറ്റിക്കൽ പ്രസംഗം എന്നുള്ള ഒരു സൗകര്യം കിട്ടിയപ്പോൾ പറയുന്നുണ്ട്, കിട്ടിയ ഏറ്റവും വലിയ ഒരു സമ്പാദ്യം പോലെയാണ് തോന്നിയത് സ്വന്തമായിട്ടൊരു ബക്കറ്റ് തന്നെ. ഒരു ജയിലിൽ സ്വന്തമായിട്ടൊരു ബക്കറ്റ് കിട്ടിയെന്ന് പറഞ്ഞ വലിയൊരു ഗ്രേറ്റ് പോലെ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ അധികാരത്തെക്കുറിച്ച് പറയുന്ന ഒരൊറ്റ വാക്യം, ആത്മാവിനെ കീഴ്പ്പെടുന്ന ശക്തി. OV വിജയനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, വിജയന്റെ യഥാർത്ഥ താവളം വിജയന്റെ മനസ്സിലായിരുന്നു. ഇത് പിന്നെ അതുപോലെ അദ്ദേഹത്തിന്റെ പേരിന്റെ പൊല്ലായ്പിനെ കുറിച്ച്, ഈ TJS ജോർജ് എന്നുള്ള പേര് കേട്ടിട്ട് ചിലർ സായിപ്പാണെന്ന് കരുതിയിട്ട് ഇന്ത്യയിൽ തന്നെ അദ്ദേഹം മറ്റേ IPIയുടെ ഒരു പ്രതിനിധിയായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതാണ്, രണ്ടുപേരുണ്ട്, ഒന്നൊരു സായിപ്പാണ്, ഈ സായിപ്പിനെ നമുക്ക് ഓടിച്ചുവിടാം, എന്നിട്ട് അതിനുശേഷം ബാക്കി കാര്യം ആയിക്കോട്ടെ. പേരുകളുടെ പൊല്ലാപ്പ്. നിഖിൽ ചക്രവർത്തിയെ കുറിച്ച് പറഞ്ഞപ്പോൾ, നിഖിൽ ചക്രവർത്തി എന്ന ജേർണലിസ്റ്റ് കമലാവതി ത്രിപാഠി എന്ന പഴയ മുഖ്യമന്ത്രിയെ കാണാൻ ചെല്ലുമ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ബ്രാഹ്മണനാണോ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞല്ല, അങ്ങനൊന്നുമില്ല. പറഞ്ഞതല്ല, നിങ്ങൾ ചോദ്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ബ്രാഹ്മണനാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ പേരുകളുടെ പൊല്ലാപ്പ്. ചക്രവർത്തി ബുദ്ധിയുടെ കുത്തകയുള്ള ബ്രാഹ്മണൻ, ജോർജ് ആണെങ്കിൽ അധിനിവേശം ന്യായീകരിക്കുന്ന വെള്ളക്കാരൻ, അത്യാധുനിക ശൈലി എന്ന ഭേദം. നിഖിൽ ചക്രവർത്തിയുടെ പേര് PP രാകേഷ് എന്നും എന്റെ പേര് നെയ്യാറ്റിൻകര സുനിൽ എന്നും ആയിരുന്നെങ്കിൽ എന്നാണ് അദ്ദേഹം ഒരു രസകരമായി പറയുന്നത്. ഇങ്ങനെ കുറെ വളരെ രസകരമായ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. മാധവിക്കുട്ടിയെ കുറിച്ച് 2 അധ്യായത്തിലായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതിൽ മാധവിക്കുട്ടിയുടെ ഒരു കാര്യം പറയുന്നപ്പോൾ, അതായത് അവർ ജീവിച്ച പച്ചയായ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത പച്ചയായ അനുഭൂതികളായിരുന്നു അവരുടെ കഥാജീവിതം. അത് മാധവന്റെ കുട്ടി, മാധവിക്കുട്ടി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. ഇനി ജീനിയസ് എന്ന വാക്കിനെ പറ്റി, മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ അദ്ദേഹം ഈ പ്രൊഫൈലുകൾക്കിടയിൽ പറയുന്നുണ്ട്. ഒന്ന്, ജീനിയസ് എന്നതിന്റെ പല ഇത് പറയുന്നുണ്ട്. മോശപ്പെട്ട രീതിയിൽ വേഷം ധരിക്കുന്നയാള്, കുടുംബ സാഹചര്യത്തിന് അപ്പുറത്തുള്ള ബുദ്ധിശക്തിയുള്ള ആള് എന്നൊക്കെ. അത് CP രാമേന്ദ്രനെ പറ്റി ഇങ്ങനെ പലരെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു TG ഡാനിയൽ എന്ന ഒരാളിനെ കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട്. കൂടെ പഠിച്ച ഒരാളാണ്, പുനലൂർക്കാരനാണ്, റിയൽ ജീനിയസ്, മാത്തമാറ്റിക്സിൽ വലിയ വിവരമുള്ള ആളാണ്. അയാൾ കുറെ നോവൽ എഴുതി, മാത്തമാറ്റിക്കൽ തിയറികൾ എഴുതി, പുറത്ത് പഠിക്കാൻ പോയി, അവസാനം തിരികെ വന്നു, ഒന്നും ആകാതെ മരിച്ചുപോയി. കാരണം എങ്ങും അംഗീകരിക്കപ്പെട്ടില്ല. അത് കണ്ടപ്പോഴത്തേക്കാണ് അദ്ദേഹം പറയുന്നത്,
വലിയ ബുദ്ധിയൊന്നും ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്ന് ബോധ്യം വന്നുപോയി. കാരണം മാധ്യമ പ്രവർത്തകനെ പറ്റി പറയുന്നത് വെച്ചാല് ഒരു കാലത്ത് നന്നായി പഠിക്കുന്ന ഒരു ഡോക്ടറാവും, എഞ്ചിനീയർ ആവും. അതുമല്ലാത്ത ആളുകൾ ഇവരുടെ ഈ മത്സ്യ തിരുവനന്തപുരത്തിലെ കാര്യം പറയുന്നതാണ്, സെൻട്രൽ ട്രാൻകൂറിലെ കാര്യം, അതുമല്ലാത്തൊരു പൗരോഹിത്യത്തിന് പോകുന്നു. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞു, ഇത് രണ്ടിനും കൊള്ളുകയില്ലാത്തവരാണ് പൗരോഹിത്യത്തിന് പോകുന്നെന്ന് പറഞ്ഞപ്പോൾ ആരോ അതിനും കൊള്ളാത്ത ആളുകൾ മാധ്യമ പ്രവർത്തനത്തിന് പോകുന്നതാണ് TJSന്റെ കണ്ടെത്തുന്നത്. ഇത് പറയുന്നത് 50കളിലും 60കളിലും ഒക്കെ ബോംബെയിലും ഡൽഹിയിലും ഒരുപാട് മലയാളികൾ ഇതുപോലെ ചേക്കേറിയിട്ടുണ്ടായിരുന്നു മാധ്യമ പ്രവർത്തകരായിട്ട്. ഒരിടത്ത് ഈ ന്യൂസ് ഡെസ്കിന്റെ കാര്യം, 6 അടി മേശ, അതിനകത്ത് 6 അടി മേശയിലെ മന്ത്രവാദങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഓരോ ജേർണലിസ്റ്റുകളും അവർ പ്രവർത്തിക്കുന്ന രീതി, ഞാൻ പറഞ്ഞല്ലോ, IFSL ഇറക്കാൻ കൊണ്ടുവരുന്ന കൊച്ചു പയ്യൻ വന്നിരുന്ന് സ്പോർട്സ് റൈറ്റിംഗ് നടത്തിയിട്ട് പോകുന്ന ഒരു കാഴ്ച. അവരുടെ കൂട്ടത്തിൽ ആഗ്നൽ എന്നുള്ളൊരു ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു. അയാൾ പല ആളുകളും പറയുന്നുണ്ട്, നിനക്കൊക്കെ ശമ്പളം തരുന്നത് നീ ചെയ്യുന്ന ജോലിക്കാണ്, എനിക്ക് വരുന്ന ശമ്പളം എന്റെ അറിവിനാണ്. അതായത് മാധ്യമ പ്രവർത്തകന്റെ ഏറ്റവും വലിയ ശക്തി അവൻ ആർജിക്കുന്ന അറിവാണെന്നാണ് TJS പലയിടത്തും പറഞ്ഞിട്ടുള്ളതും ഈ പുസ്തകത്തിലും സ്ഥാപിക്കുന്ന ഒരു കാര്യം. നേരത്തെ പറഞ്ഞല്ലോ, താക്കറെ ഉൾപ്പെടെയുള്ളവർ കൊളീഗ്സ് ആയിരുന്നു. അവസാനം സർഫ് വെച്ചാണ് ഇവരെയൊക്കെ ഈ പറയുന്നത്. ഫ്രീ പ്രസ്സിൽ ഇതുപോലെ അവിടെ വന്നിട്ട് എന്താണ് ഈ അവർ ജോലി ചെയ്യുന്ന പത്രത്തിൽ സർഫിന്റെ പരസ്യം വരികയാണ്. സർഫിന്റെ പരസ്യം വന്നപ്പോൾ ഒരു വാർത്തയായി തന്നെ ഈ സംഭവം കൊടുക്കുകയാണ്. ഈ വണ്ടർ വാഷിംഗ് പൗഡർ കംസ് ടു ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ കണ്ട് പ്രതിഷേധിച്ച കൂട്ടത്തിൽ ഇദ്ദേഹവും ഉണ്ടായിരുന്നു, ബാൽ ഠാക്കറെയും ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടെ ചേർന്ന് പുറത്തിറങ്ങി നടത്തിയ ഒരു പത്രമാണ് ന്യൂസ് ഡേ എന്ന് പറയുന്നത്. ന്യൂസ് ഡേ നടത്തി, പക്ഷെ നടത്തിയെങ്കിലും അത് ഗതി പിടിച്ചില്ല എന്ന് വെച്ചാൽ ഇദ്ദേഹം പറയുന്നത് എന്താണ്, ആത്മാർത്ഥത കൊണ്ട് മാത്രം ആദർശം ജയിക്കാനാവില്ല എന്ന് അവർക്ക് ബോധ്യമായെന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ബാൽ താക്കറെ എന്ന് പറഞ്ഞ ആളിനെ താക്കറെ ആക്കി മാറ്റിയെടുത്തത് ഈ ജേർണലിസ്റ്റുകൾക്കിടയിൽ തന്നെയുള്ള ചില അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചൊറിച്ചിലുകളാണെന്നാണ് പലരും പറയുന്നത്. അദ്ദേഹത്തിന് അയാൾ വരയ്ക്കുന്ന കാർട്ടൂണിന് ക്രെഡിറ്റ് കൊടുക്കാതിരിക്കുക, 10 കാർട്ടൂണിസ്റ്റുകളെ കുറിച്ച് ശങ്കേഴ്സ് വീക്ക്ലിയിൽ ഒരു ലേഖനം വരുന്നു, അതിനകത്ത് 10ാമത്തെ പേരായിട്ട് ബാൽ ഠാക്കറയുടെ പേര് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വരയൊക്കെ കൊള്ളാം, പക്ഷെ ആശയങ്ങൾക്ക് അച്ഛൻ താക്കറയുടെ സഹായം വേണം, ആ രീതിയിൽ എന്തോ പറഞ്ഞു. അപ്പോൾ ഇയാള് ഇറങ്ങി സൗത്ത് ഇന്ത്യക്കാരോട്, ദക്ഷിണേന്ത്യക്കാരോട് താക്കറേക്ക് കലിപ്പ് തോന്നുന്നതിന്റെ കാരണങ്ങളിൽ ഒന്നതായിരുന്നു. അതിന്റെ തിക്താനുഭവം അറിഞ്ഞത് വഴിയിൽ കരിക്ക് കച്ചവടം നടത്തുന്ന മലയാളിയും ചായത്തട്ട് നടത്തുന്ന തമിഴിനും ഒക്കെയാണ്. ഇനി ജേർണലിസം എന്ന ഒരു ഈ താങ്ക്ലെസ് ജോബ് എന്നൊക്കെ നമ്മൾ പറയുന്നത്, വളരെ ഇപ്പൊ ഇടത്തട്ട നാരായണൻ എന്ന എഡിറ്ററെ കുറിച്ച് പറയുന്നുണ്ട്. ഫ്രീ പ്രസ്, അദ്ദേഹം ഫ്രീ പ്രസ് വിട്ടുപോയത് വന്നതുപോലെ തന്നെ ആരുടെയും ശ്രദ്ധ ആകർഷിക്കാതെയാണ്. അതിൽ അസാധാരണമായി ഒന്നുമില്ലായിരുന്നു. വിശിഷ്ട സേവനത്തിന് ശേഷം ഫ്രാങ്ക് മൊറൈസ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ഔദ്യോഗികമായി യാത്രയപ്പൊന്നും നടന്നതായി കേട്ടിട്ടില്ല. 30ഓളം പത്രങ്ങളിൽ നിന്ന് വിട പറഞ്ഞ് റെക്കോർഡിട്ട പോത്തൻ ജോസഫിന് ഒരിക്കലെങ്കിലും യാത്രയപ്പ പ്രസംഗങ്ങൾ കേൾക്കേണ്ടി വന്നില്ല. എന്തിന്? നല്ല പ്രായത്തിൽ മരിച്ച സദാനന്ദന് വേണ്ടി ഫ്രീ പ്രസിൽ പോലും ഒരു അനുശോചന യോഗം നടന്നില്ല എന്ന് പറഞ്ഞു. അത് അങ്ങനെ ഒരു ഇതാണ്. എനിക്ക് തോന്നുന്നത് ചലപതി റാവു മറ്റേ കാര്യത്തിൽ മാത്രമാണ് എന്തോ അദ്ദേഹം 30 വർഷം എഡിറ്റർ എന്ന നിലയ്ക്ക് അത് പൂർത്തിയാക്കിയപ്പോഴത്തേക്കോ മറ്റോ ഒരു അനുമോദന യോഗം നടന്നു വരുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പൊതുവെ അറിയത്തില്ല എന്നുള്ളതാണ്. ജേർണലിസ്റ്റുകളുടെ ഒരു സൈലന്റ് എക്സിറ്റിനെ പറ്റി അത് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു ഈ പോത്തൻ ജോസഫിനെ കുറിച്ച് തന്നെ പറയുന്നു. 30ഓളം പത്രങ്ങൾ ജോലി ചെയ്ത പോത്തൻ ജോസഫിനോട് കൊണ്ടാരോ പറഞ്ഞ ഒരു കാര്യം ഡോക്ടർ വിളനിലം പറയുമായിരുന്നു. പോത്തൻ ജോസഫിനോട് പറയുന്നതാണ്, റോളിംഗ് സ്റ്റോൺ ഗാതേഴ്സ് നോ മോസ്, പിന്നെ ഉരുണ്ടുരുണ്ട് പോകുന്ന കല്ലില് പായൽ പിടിക്കില്ല എന്നുള്ളത്. അപ്പൊ ഇദ്ദേഹം തിരിച്ചു, വാട്ട് ഇസ് ദ യൂസ് ഓഫ് മോസ് എന്നാണ്, പായലുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രയോജനം? അപ്പോ അത് എന്തുകൊണ്ടാണ്? അപ്പോ വേറൊന്ന് പറയുന്നുണ്ട്, ബ്ലിറ്റ്സ് എഡിറ്റർ ആയിരുന്ന റൊസി കരഞ്ചിയുടെ മേശപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, കൺസിസ്റ്റൻസി ഇസ് എ വെർച്യൂ ഓഫ് ആൻ ആസ്. അതായത് സ്ഥിരത എന്ന് പറയുന്നത് കഴുതയുടെ ഗുണം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ ഉള്ള ഒരു മൊത്തത്തിലുള്ള ഒരു ശൈലിയാണ് അതിനകത്ത് ഉടനീളം നമ്മൾ കാണുന്നത്. പിന്നെ വളരെ രസകരമായ ചില കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നത്. ഇപ്പൊ ഡമ്മി
മലയാള മനോരമയിൽ എന്തോ ഒരു കണ്ടെത്തൽ നടത്തിയതിനെ കുറിച്ച് അദ്ദേഹം ഇതേ കാര്യം തന്നെ കെ.എം. മാത്യുവിന്റെ പുസ്തകത്തിലും പറയുന്നുണ്ട്. ഡമ്മി ഒരു പത്രത്തിലെ ഒരു മാതൃക ഡമ്മി ഉണ്ടാക്കണം എന്നുള്ള കാര്യം 1960 ടാർസി ബിറ്റാജി വന്നപ്പോഴാണ് അറിഞ്ഞത്. അതിനൊരു നിശബ്ദ വിപ്ലവം എന്നാണ് ടി.ജെ.എസ് വിളിക്കുന്നത്. അതുപോലെ ബാബു ചെങ്ങന്നൂരിനെ കുറിച്ച് പറയുന്നുണ്ട്. മനോരമയുടെ ജേർണലിസ്റ്റ് ആയിരുന്നു. വളരെ ടാലന്റഡ് ആയിട്ടുള്ള ജേർണലിസ്റ്റ് ആണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് സ്മോൾ വേണം, സ്മോൾ പിന്നെ ബിഗ് ആയി, ബിഗ് പിന്നെ ഇമ്മിണി വലിയ ബിഗ് ആയി, നിയന്ത്രണാധീനം എന്ന് പറയും. പക്ഷെ നിയന്ത്രണാതീതം എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. ഞാൻ ഈ പറഞ്ഞല്ലോ, ചില വാക്കുകൾ ഇങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. പിന്നെ വാർത്തകളെ പറ്റി പറയുമ്പോഴത്തേക്ക് അദ്ദേഹം മറ്റൊരിടത്ത് പറയുന്നത് ഈ വാർത്തകൾ കച്ചവടവൽക്കരിക്കുന്ന ഉടമകളെ കുറിച്ച് പറയുന്നുണ്ട്. ദോശയില്ലാതെ ചട്നി മാത്രം വിളമ്പുന്നവരെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനത്തെ ഒരു പ്രയോഗമാണ്. എന്നിട്ട് പിന്നെ പറയുന്നത് സ്ഥാനമാനത്തിന് വേണ്ടി ജേർണലിസ്റ്റ് ആകുന്നവർ മോര് കിട്ടിയാൽ അതിൽ ദോശ മുക്കി കഴിക്കുന്നവരുമാണെന്ന് ടി.ജി.എസിന്റെ ഒരു നിരീക്ഷണം. ഇതുപോലെ നമ്മൾ പലപ്പോഴും മറ്റാരും പറയാത്ത ചില നിരീക്ഷണങ്ങൾ അദ്ദേഹം മാധ്യമപ്രവർത്തനത്തെക്കുറിച്ചും മാധ്യമപ്രവർത്തകരെക്കുറിച്ചും പറയുന്നുണ്ട്. ഇദ്ദേഹം തന്നെ അഡ്വൈസറായിട്ട് IPIയുടെ ഭാഗമായിട്ട് അഡ്വൈസറായിട്ട് ഓരോ പത്രങ്ങളിൽ പോയ കാര്യം പറഞ്ഞു. ഒരു പത്രത്തിൽ ചെന്നപ്പോൾ പത്രം മുതലാളി എഡിറ്റർക്ക് 5 രൂപ കൊടുത്തിട്ട് അയാളെ കൊണ്ട് സിഗരറ്റ് വാങ്ങിപ്പിക്കുന്ന കാഴ്ച കണ്ടു. അപ്പൊ അന്ന് വൈകിട്ട് തന്നെ ഒരക്ഷരം മിണ്ടാതെ ഇദ്ദേഹം അവിടെ നിന്ന് സ്ഥലം വിട്ടുപോയി. പിന്നീട് KK ബിർള ഇന്റർവ്യൂവിന് വിളിച്ചപ്പോഴത്തേക്ക് ചെന്ന ആ ഒരു അനുഭവം പറയുന്നുണ്ട്. ജേർണലിസ്റ്റായി നിൽക്കുമ്പോൾ ആദ്യമായിട്ട് ഈ ഒരു മതം ഒരു വിഷയമാണെന്ന സത്യം ജീവിതത്തിൽ ആദ്യമായി തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു. അതായത് ബിർള ചോദിക്കുന്നതാണ്, നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും? ഒരുപാട് സ്ഥലങ്ങളിൽ ക്രിസ്ത്യൻ മിഷണറിമാർ മതപ്രചരണം നടത്തുന്നുണ്ട്. അവരോടുള്ള സമീപനം എന്തായിരിക്കും? നെറ്റിയിൽ മുദ്രയടിച്ച ലേബലാണ് മനുഷ്യന്റെ പേര്. മനസ്സും സംസ്കാരവും വിശ്വാസവും എല്ലാം പേരിന്റെ ചൂടിൽ തളർന്നു പോകുന്നു. നിരപരാധി എന്ന് തെളിയിക്കുന്നത് വരെ ഓരോരുത്തരും അവരുടെ പേരിൽ കുറ്റം പേറുക തന്നെ വേണം. ഈ നാം ചില വിശേഷ നാമധാരി എന്നൊക്കെ നമ്മൾ ഇന്ന് പല ചർച്ചകളിലും പറയുന്ന ഒരു കാലം അത് ശരിക്കും പറഞ്ഞാൽ പണ്ട് തൊട്ടേ ഉള്ളൊരു കാലം എന്നാണ്. ആ കൂടെ ബിർള ചോദിക്കുന്ന ഏക ചോദ്യം അതായിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും അതിനുശേഷം പിന്നെ മറ്റൊരു കാര്യം, ഈ ജേർണലിസ്റ്റുകളെ പറ്റി പല പല കാര്യങ്ങളും പറയുമ്പോൾ അദ്ദേഹം വേറൊരിടത്ത് പറയുന്നുണ്ട്, പത്രപ്രവർത്തകൻ ബിസിനസ്സിൽ വെറും മരത്തലയനാണെന്ന് പറയുന്നുണ്ട്. അത് എനിക്ക് വളരെ വിചിത്രമായിരുന്നു. കാര്യം എന്താണെന്നറിയോ? ഈ സംഭവം സ്വന്തം കാര്യമാണ് പറയുന്നത്. ഏഷ്യ വീക്ക് എന്നൊരു ഒരു പത്രം ഒരു പ്രസിദ്ധീകരണം തുടങ്ങിയിട്ട് വിദേശത്ത് തുടങ്ങിയിട്ട് അത് ഒരുവിധമൊക്കെ നന്നായി നടത്തിക്കൊണ്ടുപോയി. പക്ഷെ പിന്നീട് അതിന് പിടിച്ചു നിൽക്കാൻ വയ്യാന്ന് വന്നപ്പോൾ അത് ഒരു വലിയ ഗ്രൂപ്പിന് വിൽക്കുകയായിരുന്നു. വിൽക്കുമ്പോൾ ഈ ഇദ്ദേഹത്തിന്റെയും കൂടെയുള്ള ആളിന്റെയും വിചാരം എന്താണ്? നമ്മൾ തുടങ്ങി വെച്ച അവർ ബേബി, നമ്മൾ ജന്മം നൽകിയ കൊച്ചു കുഞ്ഞാണത്, അതിനാരെങ്കിലും നന്നായി വളർത്തുന്നെങ്കിൽ വളർത്തട്ടെ എന്ന് വിചാരിച്ച് വെറുതെ അങ്ങ് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. പിന്നീട് മറ്റു പത്രങ്ങളും മറ്റ് പ്രസിദ്ധീകരണം പിൽക്കാലത്ത് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. സബീർ ഭാട്ടിയ ഹോട്ട്മെയിൽ എന്നൊരു സ്ഥാപനം ഉണ്ടാക്കിയിട്ട് ബിൽ ഗേറ്റ്സിന് വിറ്റത് 700 മില്യൺ വേണമെന്ന് പറഞ്ഞാൽ അവസാനം $450 മില്യൺ വിറ്റത്. ഇവർക്ക് ടി.ജി.എസിനും കൂട്ടർക്കും വേണമെങ്കിൽ എങ്ങനെ പോയാലും 1-2 ലക്ഷം അതിൽ നിന്നുണ്ടാക്കാമായിരുന്നു. ആ അവസരം കളഞ്ഞു കുളിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഒരു ആത്മകഥം പോലെ പറയുന്നത്, പത്രപ്രവർത്തകൻ ബിസിനസ്സിൽ ആണെന്ന ഒരു തിരിച്ചറിവാണ് അന്ന് വന്നതെന്നുള്ളതാണ്. അപ്പൊ അത് ഇതുപോലെ വേറൊരു സ്ഥലത്തും ഇതുപോലെ പറയുന്നത്, നല്ല സബ് എഡിറ്റർ, നല്ല ന്യൂസ് എഡിറ്റർ ആയേക്കാം, ചിലപ്പോൾ നല്ല എഡിറ്റർ ആയേക്കാം, ഇതൊക്കെ ആവും, പക്ഷെ നല്ല എഡിറ്റർ ആവണം. കാര്യം എന്ന് വെച്ചാൽ അവിടെ വേണ്ടത് എഴുത്തല്ല, മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റ് സ്കിൽ ഇല്ലാത്ത ഒരുപാട് ആളുകൾ ജേർണലിസ്റ്റിലുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. പിന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ന് മാത്രമല്ല, ഇതിനകത്ത് നമുക്ക് ഒരിക്കലും വിസ്മരിക്കാനാകാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത് ഇന്ത്യക്കകത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു പുസ്തകമല്ല. ഇദ്ദേഹത്തിന്റെ അനുഭവം ഇപ്പോ ഹോങ്കോങ്ങിലാണെങ്കിലും ബാങ്കോക്കിലാണെങ്കിലും ഈ പോയ വിദേശങ്ങളിലൊക്കെ അദ്ദേഹം എത്ര ഭംഗിയായിട്ടാണ് അവിടുത്തെ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ആ ഓരോ രാജ്യത്തിന്റെയും ചരിത്രം എഴുതുന്ന രീതിയിലാണ് ഓരോ കാര്യവും ടി.ജി.എസ് എഴുതി വെച്ചിരിക്കുന്നത്. ഓരോ ഭരണാധികാരികൾ അവരോട് ഉണ്ടായിട്ടുള്ള ഇടപാടുകൾ, ആ നാട്ടിൽ വന്ന മാറ്റങ്ങൾ, ഇങ്ങനെ മഹാതിറിന്റെ കാര്യം വരെ എഴുതിയിട്ടുണ്ട്. ഓരോ വ്യക്തിയെയും കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാട്. പിന്നെ
അതുപോലെ നമ്മുടെ സായിപ്പ് നമ്മുടെ നാരായണപിള്ളയെ കുറിച്ച്, നാരായണപിള്ള അതുപോലെ ഫാറിസ്റ്റൺ റിവ്യൂവിൽ എത്തിയ കാര്യം, അത്തരം കാര്യങ്ങൾ എന്ന് വെച്ചാൽ ടെലിഫോൺ ഓപ്പറേറ്ററായിട്ട് വരെ ജോലി ചെയ്ത് അങ്ങനെ കയറി വരുന്ന ഒരു കാര്യമാണ്. അത് വളരെ രസകരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. എന്ന് മാത്രമല്ല, നാരായണപിള്ള ഇവിടെ എ പി നാരായണനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അദ്ദേഹം പറയുന്നത് വളരെ ഒരു കാഷ്വലായി നടക്കുന്ന ഒരു, അതായത് കാഷ്വലായിട്ട് എപ്പോഴും നടക്കുന്ന വെച്ചാൽ ഒന്നിലും ഒരു സീരിയസ്നെസ് ഇല്ലാത്ത രീതിയിൽ നടക്കും. എനിക്ക് തന്നെ നേരിട്ട് ഓർമ്മയുള്ളത്, നാരായണപിള്ള എം പി നാരായണപിള്ള ഞാൻ ഒരിക്കലും ഒരു പ്രഭാഷണത്തിന് ആകാശവാണി ബോംബെയിലേക്ക് ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എഴുതാനൊന്നും നേരമില്ല, ഞാൻ വന്നിരുന്നങ്ങ് പറയാം. ഞാൻ പറഞ്ഞു, പറഞ്ഞാൽ മതി. അപ്പൊ അദ്ദേഹം അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത് തന്നെയാണ് ഈ ടിജേഴ്സിന്റെ ആമുഖത്തിലും കാണുന്നത്. ഇവിടെ വ്യവസായം ഉണ്ടാകുന്നില്ല എന്ന് പലരും പരാതിപ്പെടുന്നു. ഞാൻ പറയുന്നത് സാഹിത്യമാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ വ്യവസായം. വ്യവസായത്തിന് വേണ്ടതെന്നാണ്? റോ മെറ്റീരിയലൊക്കെ അല്ലേ വേണ്ടത്? ഇൻഫ്രാസ്ട്രക്ചർ, റോ മെറ്റീരിയൽ ഇതൊക്കെയാണല്ലോ വേണ്ടത്. ഈ സാഹിത്യ രചനയ്ക്ക് എന്ത് റോ മെറ്റീരിയലാണ് വേണ്ടത്? എന്ത് സാധനം വേണ്ടത്? പേന വേണം, ഒരു റീം പേപ്പർ വേണം, ഒരു 1-2 കൊയർ പേപ്പർ വേണം, മഷിയെ വെച്ചെഴുതുന്നെങ്കിൽ മഷിയും വേണം. അതിന്റെ ഡോട്ട് പെൻ വെച്ചാണെങ്കിൽ പേനയും പേപ്പറും മാത്രം മതി. നിങ്ങൾ എഴുതിക്കൂ. എന്നിട്ടും എന്തുകൊണ്ട് വിശ്വസാഹിത്യം ഇവിടെ ഉണ്ടാകുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹം അന്ന് ചോദിച്ചിരുന്നത്. അതിന്റെ കൂടെ തന്നെ ഈ പറയുന്ന ഈ മറ്റാർക്കും ബോധമില്ല എന്നുള്ള ഒരു രീതി ഉണ്ടല്ലോ. അതായത് ഡോക്ടർക്ക് വിവരമില്ല, അതുകൊണ്ട് ഡോക്ടർ തന്ന മരുന്ന് ഞാൻ കഴിക്കില്ല, സവാള 4 നേരം സവാള കഴിക്കും, എന്നിട്ട് എത്ര വേണോ സിഗരറ്റ് വലിക്കും എന്നൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. ഈ ഞാൻ നേരത്തെ പറഞ്ഞത് $7 മില്യൺ അമേരിക്കൻ ഡോളറിനായിരുന്നു ടൈം മാഗസിൻ റീഡേഴ്സ് ഡൈജസ്റ്റ് ഒരു ടൈം മാഗസിന് വിറ്റത്. അപ്പോ $5 മില്യൺ ഞങ്ങൾക്ക് കയ്യും കെട്ടി വാങ്ങാമായിരുന്നു. പത്രപ്രവർത്തകർ ബിസിനസ്സിൽ മരത്തലയന്മാരെന്ന പറച്ചിൽ എത്ര ശരിയാണെന്നാണ് അപ്പൊ അത് ഇങ്ങനെ. പക്ഷെ ഈ നാരായണപിള്ള സ്ഥിരമായി ഉപദേശിച്ചുകൊണ്ടിരുന്ന ബിസിനസിന്റെ കാര്യം, കുറെ കാര്യം. എന്നിട്ട് പക്ഷെ നാരായണപിള്ളയുടെ എഴുത്തിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഉള്ളൂരിൽ താമസിക്കുന്നു, എന്നിട്ട് വൈകിട്ട് തമ്പാനൂരേക്ക് നടക്കും, തിരികെ നടക്കുമ്പോൾ എന്താണ്, ഒരു 2 സഹായികളെ കൂടെ വെച്ചിട്ടുണ്ട്. അവരുമായി സംസാരിച്ച് അതിൽ നിന്ന് ആശയങ്ങൾ തപ്പിയെടുക്കുന്ന ഒരു രീതിയാണ് എം പി നാരായണപിള്ളക്കുണ്ടായിരുന്നത്. ആൾ പറയുന്നത് കണ്ടാൽ നമുക്ക് തോന്നും വളരെ എം പി നാരായണപിള്ള വളരെ കാഷ്വലായിട്ട് വളരെ ലളിതമായിട്ട് എഴുതുമായിരുന്നു, പെട്ടെന്ന് എഴുതി തരും. പക്ഷേ ആ എഴുത്തിന് മുമ്പ് ഈ നാണപ്പൻ എന്ന മനുഷ്യന്റെ കഠിനാധ്വാനം അത് പലരും കാണില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം അത് വളരെ അടുത്ത്, വളരെ ക്ലോസ് ആയിട്ട് അത് കണ്ടിട്ടുള്ള ഒരു ആളാണ്. അദ്ദേഹം പറയുന്ന ഒരു കത്തിൽ പറഞ്ഞത്, 4 കോപ്പി വിൽക്കാൻ പറ്റിയ ലൈൻ നോക്കി ഞാൻ എഴുതാം, വായനക്കാരെ കൂടെ എടുക്കാൻ 3 മുതൽ 6 മാസം വരെ വേണം, പട്ടിയെ ട്രെയിൻ ചെയ്യുന്ന പോലെ വേണമല്ലോ വായനക്കാരെയും ട്രെയിൻ ചെയ്യാൻ എന്നുള്ളതാണ് ഒരു എഴുത്തുകാരന്റെ ഒരു നാണപ്പ സൂക്തത്തിന്റെ അതിനകത്തുള്ള ഒരു ഭാഗമാണ്. അതായത് നാണപ്പനിൽ മുഴച്ചു നിന്ന ഒരു ക്വാളിറ്റിയെ കുറിച്ച് പറയുന്നത് സാധാരണ മൗലികതയല്ല, അംഗീകൃത സങ്കല്പങ്ങളെ അട്ടിമറിച്ച് മനുഷ്യനെ അന്താളിപ്പിക്കുന്ന ഒരുതരം വിധ്വംസക മൗലികത. അന്താളിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം പറ്റിക്കുന്ന പണിയാണെന്ന് പോലും ചിലപ്പോൾ തോന്നിപ്പോകും. ഒരിക്കലും ഒരു ബന്ധു ഊണിന് ക്ഷണിച്ചു, നാണപ്പന്റെ മറുപടി, ഞാൻ പുകവലി നിർത്തി, അതുകൊണ്ട് പുറത്തു പോകാറില്ല. ഇങ്ങനത്തെ ഇങ്ങനെ ഒരുപാട് ആളുകളുടെ ഒരു ഘോഷയാത്രയാണ് ഈ കൃതിയിൽ നമ്മൾ കാണുന്നത്. ഇത് അനുഭവങ്ങളുടെയും അറിവിന്റെയും ഒരു വർണ്ണാഭമായ ഒരു ഘോഷയാത്രയായിട്ടാണ് എനിക്കിത് അനുഭവപ്പെട്ടത്. ആത്മകഥയാണോ എന്ന് വെച്ചാൽ ആത്മകഥയല്ല, പക്ഷേ ഓർമ്മക്കുറിപ്പുകളെ ആത്മകഥയുടെ സ്ഥാനത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുകയാണ്. അത് വളരെ ശക്തമായ രീതിയിൽ പ്രതിഷ്ഠിക്കുകയാണ് TGS ചെയ്തിട്ടുള്ളത്. ഓരോ വ്യക്തിയിലും ഒളിഞ്ഞിരിക്കുന്നത് 1000 കഥകളാണെന്നുള്ള ഒരു തോന്നൽ TGS ആണ്. ആ കഥകളെ ഒപ്പിയെടുക്കുന്ന ഒരു ബ്ലോട്ടിംഗ് പേപ്പറിനെ പോലെ. അതാണ് ഈ പല വെള്ളമടി കമ്പനിയിലാണെങ്കിലും പല സ്ഥലങ്ങളിലും ഓരോ സ്ഥലത്തും പോകുന്ന ആളുകളുടെ കൊച്ചു കൊച്ചു കഥകൾ വരെ മനസ്സിൽ ഓർത്ത് വെച്ച് അല്ലെങ്കിൽ കുറിച്ചെടുത്ത് വെച്ച് അത് ഇതിലേക്ക് പകർത്തിയതായിട്ട് തോന്നുന്നു. ശ്രീകണ്ഠൻ നായരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ശ്രീകണ്ഠൻ നായരെ കുറിച്ച്
തകഴിയോട് ഒരു പുസ്തകത്തിന് അവതാരിക എന്തോ വേണമെന്ന് പറഞ്ഞിട്ട് ചെയ്ത വേല CPI വെട്ടിയ KCS മണിയുടെ കയ്യിൽ 5 രൂപയും കൊടുത്തിട്ട് തകഴിക്ക് ഒരു കത്തും കൊടുത്തിട്ട് ഇതും മേടിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞിട്ട് തകഴി ഒറ്റ ഇരിപ്പിന് 9 പേജ് എഴുതി കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ ഇതിനകത്ത് വരുന്നത്. ഇപ്പൊ TJS കുറിച്ച് തന്നെ ഒരു സ്ഥലത്ത് എഴുതപ്പെട്ടത് ഞാൻ വായിച്ചതാണ്. There are men who write history and there are those who quietly correct it. ചരിത്രം എഴുതുന്നവരുമുണ്ട്, അതിനെ നിശബ്ദം തിരുത്തുന്നവരുമുണ്ട്. TJS belong to the second kind. Sharp, subtle and serenely fearless. TJS ഈ രണ്ടാമത്തെ ഗണത്തിൽപ്പെടുന്ന ആളാണ്. വളരെ സൈലന്റ് ആയിട്ട് ഏത് ചരിത്രത്തെയും തിരുത്താൻ കഴിവുള്ള ഒരാൾ. എന്ന് മാത്രമല്ല, ഇദ്ദേഹം കുളത്തുങ്കൽ പോത്തൻ ജോസഫിന്റെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് പോത്തൻ ജോസഫ് സ്ഥിരം പറയുന്ന ഒരു കാര്യമുണ്ട്. ട്രെയിനികളോട് പറയാം, ഐ ക്യാൻ ടീച്ച് യു ജേർണലിസം, പക്ഷെ നിന്നൊന്നും അക്ഷരം പഠിപ്പിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാം. ഇത് ഈ ഒരു കാര്യം വളരെ രസകരമായിട്ട് അദ്ദേഹം പറയുന്നതാണ്. പിന്നെ ജേർണലിസ്റ്റ് എന്താവണം എന്നതിനെ പറ്റി TJSന് പൊതുവിൽ തന്നെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ജേർണലിസ്റ്റ് മസ്റ്റ് സീ ദ അൺസീൻ ആൻഡ് സേ ദ അൺസെഡ് എന്നാണ് TJSന്റെ ഒരു വിശ്വാസം. പലയിടത്തും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. രണ്ടും വളരെ ഗ്രേസ്ഫുൾ, അങ്ങേറ്റത്ത് അരുളോടെ ചെയ്ത ഒരു വ്യക്തിയാണ്. പിന്നെ മറ്റൊന്ന് സ്ഥിരമായി പറയുന്ന ഒരു കാര്യം, ജേർണലിസ്റ്റോട് പറയുന്നുണ്ട്. ജേർണലിസ്റ്റ് ആകാൻ ആഗ്രഹിക്കുന്ന ആളിനോട് പലപ്പോഴും TJS പറഞ്ഞിട്ടുള്ള വാക്യമുണ്ട്. ഇഫ് യു വിഷ് ടു ബി എ ജേർണലിസ്റ്റ്, ഫസ്റ്റ് ലേൺ ടു ബി ക്യൂരിയസ്. ഫോർ ക്യൂരിയോസിറ്റി ഇസ് ദ ഓൺലി ക്യാപിറ്റൽ ദിസ് പ്രൊഫഷൻ പേസ് ഇൻട്രസ്റ്റ് ഫോർ. അതായത് ജേർണലിസ്റ്റ് ആകാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജിജ്ഞാസ ഉള്ളവരായിരിക്കണം. ഈ ജിജ്ഞാസ എന്ന ഏക കാര്യത്തിനാണ്, ഏക മൂലധനത്തിനാണ് മാധ്യമപ്രവർത്തനം എന്ന തൊഴിൽ പലിശ നൽകുന്നത്. ഈ ജിജ്ഞാസ കൊണ്ടുള്ള പലിശ എത്രയോ നേടിയ ആളാണ് TJS ജോർജ്. എന്ന് മാത്രമല്ല, എഴുതുന്ന ഓരോ വരിയിലും അദ്ദേഹം അവതരിപ്പിക്കുന്ന ഓരോ കാര്യത്തിലും മറ്റാളുകൾ കാണാത്ത പലത് കാണുന്നുണ്ട്. എനിക്ക് രസകരമായി തോന്നിയത് JRD ടാറ്റയെ കുറിച്ച് അദ്ദേഹം ഡിസ്മാൻഡ്ലിംഗ് ഓഫ് ഇന്ത്യക്കകത്ത് എഴുതിയ ആ ഒരു പീസാണ്. അതിൽ പറയുന്നത് എയർ ഇന്ത്യ അവരുടെ പക്കലുള്ള ചിത്രങ്ങളും ശില്പങ്ങളും ഒക്കെ ലേലം ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ TJSന്റെ മനസ്സിൽ പോകുന്നത്, എയർ ഇന്ത്യ വിമാന കമ്പനി ഇവനെന്തിനാണ് ഈ പടവും ശില്പങ്ങളും, സാൽവഡോർ ഡാലി രൂപകൽപ്പന ചെയ്ത ആസ്ട്രേ, ഇതൊക്കെ ഇവർക്ക് എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോഴാണ് അതിനെക്കുറിച്ച് TJS എഴുതുന്ന ഒരു 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 വമ്പൻ വരിയുണ്ട്. അത് നാഷണലിസത്തെ കുറിച്ച് പറയുന്ന ഒരു വമ്പൻ വരിയുണ്ട്. അതായത് ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ which will take us to the magnificence that was Air India in its early days and the shame it became later. It was a proud national flag carrier in every sense of the term until it turned into a national embarrassment following nationalization. അതായത് ദേശവൽക്കരണത്തിന് ശേഷം ഒരു നാഷണൽ എംബാരസ്മെന്റ് ആയിട്ട് മാറിയെന്നത്. അവിടുത്തെ ടാറ്റയുടെ കയ്യിലിരിക്കുന്ന സമയത്ത് അവര് ഇത്തരം ആർട്ട് വർക്കുകളും ആർട്ടിഫാക്റ്റുകളും ഒക്കെ വൻ വില കൊടുത്ത് വാങ്ങിയിട്ട് എയർ ഇന്ത്യയുടെ ഒരു കൾച്ചർ പോലെ കൊണ്ടുവന്നിരുന്ന ഒരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ ഒരു കണ്ടെത്തി എഴുതുന്ന ഒരു ജിജ്ഞാസയായിരുന്നു ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. അത് ഈ പുസ്തകത്തിൽ ഉടനീളം കാണാനുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു പുസ്തകം വായിക്കാതെ പോകുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ്. കാരണം അതിലൂടെ ഈ ഒരു 35 ലേഖനങ്ങളിലൂടെ എനിക്ക് തോന്നുന്നു വന്നു പോകുന്നവരുടെ എണ്ണം എന്ന് വെച്ചാൽ 100-300 ആളുകൾ ഇതിനകത്ത് വന്നു പോകും. 300 കൂടുതൽ ആളുകൾ ഇതിനകത്തൂടെ വന്നു പോകുന്നു. അതാണ് എനിക്ക് ഈ ജേർണലിസ്റ്റുകൾ പലരും ഇങ്ങനെ ഇത്തരം റെമിനിസൻസ് എഴുതിയിട്ടുണ്ട്. ഈ ഞാൻ എന്നൊരു വാക്കില്ലാതെ എഴുതാൻ പറ്റുമെന്നുള്ളത് തെളിയിച്ച ഒരാളാണ് അദ്ദേഹം. ഞാൻ എന്നത് വളരെ അപൂർവമായി മാത്രം എഴുത്തുകളിൽ വരുന്നൊരു കാര്യമാണ്. പക്ഷേ ഞാൻ ബ്ലോട്ടിംഗ് പേപ്പർ പോലെ ഒപ്പിയെടുത്ത സകല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി നൽകുന്നു എന്നുള്ളത് ആണല്ലോ അവസാനം. അത് നിർത്തുന്നിടത്തിന് അദ്ദേഹം പറയുന്നല്ലോ,
ദി എൻഡ് എന്ന പ്രയോഗം നാടകത്തിനൊക്കെ പറ്റും. പക്ഷേ തിരശ്ശീല വീണ് കഴിഞ്ഞാലും ജന്മങ്ങളും അനുഭവങ്ങളും പാഠങ്ങളും ഇല്ലാതാകുന്നില്ല. അതുകൊണ്ടായിരിക്കണം വിടവാങ്ങലിന് അവസാനം എന്ന വിശേഷണം നമ്മുടെ പൂർവികർ നൽകാതിരുന്നത്. പോകട്ടെ എന്നതിന് പകരം പോയി വരട്ടെ എന്നവർ പറഞ്ഞു. അവസാനിക്കാതെ തന്നെ നിർത്താൻ അവരുടെ ഔചിത്യമാർന്ന പദം ഉപയോഗിക്കട്ടെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം നിർത്തുന്നത്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു അങ്ങേയറ്റത്തെ വർണ്ണാഭമായ ഒരു ഘോഷയാത്ര തന്നെയാണ്. ഇത്രയും പറഞ്ഞ് ഞാൻ ഈ അവലോകനം നിർത്തുകയാണ്. ബാക്കി നമുക്ക് ചർച്ചയിലാവാം. നമുക്ക് ചർച്ച ചെയ്യാം. വളരെ സന്തോഷം പ്രിൻസ്. കാര്യം TJS ജോർജ് എന്ന മഹാനായ മാധ്യമ പ്രവർത്തകൻ്റെ അദ്ദേഹത്തിൻ്റെ സുദീർഘമായ ജീവിതയാത്ര, അത് ദേശാന്തര യാത്രകളുണ്ട്, രാജ്യാന്തര യാത്രകൾ, അതൊക്കെ കണ്ടുമുട്ടിയ ആൾക്കാരെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആത്മകഥാപരമായ കുറിപ്പുകളിൽ ഒരു ആത്മഹാസമുണ്ട്. അദ്ദേഹം തന്നെ കളിയാക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് തിരിച്ചും. പക്ഷെ അതിൽ പല കാലഘട്ടങ്ങളുടെ ജീവിത ചിത്രങ്ങളുണ്ട്, സാമൂഹിക ചരിത്രമുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിൽ അദ്ദേഹം പഠിക്കുമ്പോൾ ഉള്ള അത്ഭുതങ്ങളിൽ ഒന്ന് സൈക്കിളിൽ വരുന്ന ഒരു വിദ്യാർത്ഥിയെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? സൈക്കിളിൽ, അത് മാത്രമല്ല ചെരുപ്പിട്ട കുട്ടികൾ ആ കാലഘട്ടത്തിലെ വലിയ സംഭവമാണ്. അതൊരു സാമൂഹിക അനീതിയുള്ള ഒരു സമയം ആണല്ലോ തിരിച്ച. ഉള്ളൂരിന്റെ മകന്റെ കാര്യം പറയുന്നുണ്ട്. മാത്രമല്ല ടൈ, അന്നത്തെ അധ്യാപകർക്ക് ചിലരൊക്കെ ടൈ കെട്ടിയാണ് വരുന്നത് കോളേജിൽ വരുന്നത്. മുരിക്കനെ കുറിച്ചുള്ളതാണ് സത്യം പറഞ്ഞാൽ. മുരിക്കനെ കുറിച്ച് പലരും എഴുതിയിട്ടുണ്ടെങ്കിലും ഇത് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിപ്പോൾ നേരിട്ട് അറിഞ്ഞ കാര്യങ്ങളാണ് തിരിച്ച്. മുരിക്കന്റെ അത് അച്യുതാനന്ദ മന്ത്രിസഭയുടെ കാലത്താണ് കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കപ്പെടുന്നത്. അദ്ദേഹം അന്ന് മരിച്ചു എന്ന് പറഞ്ഞു. അപ്പം ഇതിനകത്ത് വളരെ ഗൗരവതരമായ ഒരു നിരീക്ഷണം അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിലെ ചങ്കുപൊട്ടിയാണ് അദ്ദേഹം മരിച്ചത്. മാത്രമല്ല ആ മരണം ഒഴിവാക്കാമായിരുന്നു. മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ ചരിത്രം മാറുമായിരുന്നു ഒരു കാര്യം ചെയ്തിരുന്നുവെങ്കിൽ. അത് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കപ്പെടുമ്പോൾ അന്ന് തോട്ടങ്ങൾ 20 ഏക്കറിന് മേലുള്ള തോട്ടങ്ങളെ ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയതുപോലെ കായൽ നികത്തിയുണ്ടായ കൃഷിഭൂമിയെ വയലിനെ ഒഴിവാക്കാമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് തിരിച്ചു. ഈ പുരിക്കന്റെ മരണത്തോടു കൂടി കുട്ടനാട് കഷ്ടകാലം ആരംഭിക്കുകയും അതൊരു ആരംഭിച്ചു. ഞങ്ങളൊക്കെ പോയിട്ടുണ്ടാവും അവിടെ. ഒരു അന്നത്തെ ഈ പള്ളിയൊക്കെ ഇങ്ങനെ കാട് കയറി കിടക്കുന്നുണ്ട് ഇപ്പോഴും. നമ്മൾ ഈ ടൂറിസ്റ്റുകളെ കാണിക്കും, അതൊരു ചരിത്ര സ്മാരകമായിട്ട് തിരിച്ച്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെ വായിക്കുമ്പോഴാണല്ലേ നമ്മൾ കടന്നു വന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് ഒരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എന്നൊക്കെ പറയാവുന്ന അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ ഇത് പറയുമ്പോൾ തിരിച്ച്. ഇതിൽ സർക്കാസം ആദ്യം അവസാനം വരെ ഉണ്ടെങ്കിലും വളരെ ആർദ്രമായ നമ്മളെ മനസ്സിനെ തൊടുന്ന ചില ജീവിത ചിത്രങ്ങളുണ്ട്. അത് S സദാനന്ദനെ കുറിച്ചുള്ളതാണ്. ഫ്രീ പ്രസിന്റെ അല്ലേ സ്ഥാപകൻ, കരയുന്ന പത്രാധിപർ, തോൽക്കുന്ന പത്രാധിപർ, തോറ്റിട്ടും പോരാടുന്ന ഒരു പത്രാധിപരെ കാണുന്നുണ്ട് തിരിച്ച്. അതേപോലെ തന്നെയാണ് മന്ത് വന്ന കാല്, പുഴുവരിക്കുന്ന കാല്. മന്ത് വരിക മാത്രമല്ല പുഴു അരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. അതൊക്കെ എന്താ പറയുന്നത് തിരിച്ച്. സദാനന്ദനെ പറ്റി നമ്മൾ ഒരുപാട് വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പല പുസ്തകങ്ങളിലും അദ്ദേഹത്തിനെ പറ്റി പരാമർശമുണ്ട്. പക്ഷെ ഒരു സ്ഥലത്തും അദ്ദേഹത്തിന്റെ ഇങ്ങനെയുള്ള ഒരു അസുഖത്തിനെ പറ്റിയിട്ടൊന്നും നമ്മൾ വായിച്ചിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈം ആണ് ഇപ്പൊ ഞാൻ അറിയുന്ന. അദ്ദേഹത്തിന്റെ കാലുകളിൽ മന്ത് വന്ന് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അദ്ദേഹം 4-ാം നിലയിലേക്ക് കയറുന്നു. മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന് 4 പേര് പിന്നെ ഖലാസികളെ തൂക്കിയെടുത്ത് അദ്ദേഹത്തിന്റെ മുകളിലേക്കാക്കും. മാത്രമല്ല വളരെ ഹൃദയം തൊടുന്ന ഒരു അനുഭവം. OP സാമുവൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വലം കൈയായിരുന്ന പരസ്യ വിഭാഗം തലവനെ അദ്ദേഹം നിർബന്ധിച്ച് നാഗ്പൂരിൽ പോവാൻ അയച്ച് അവിടെ ആ പ്ലെയിൻ ക്രാഷ് ഉണ്ടായപ്പോ അദ്ദേഹം പൊട്ടിക്കരയുമായിരുന്നു എന്ന് പറയുമ്പോ എത്ര അധികാരത്തിനോട് മുഴുവനും പിന്നെ സമരം ചെയ്ത ഒരു വ്യക്തിയാണ്. ഏത് അധികാര ഇതിനോടും അദ്ദേഹം സമരസ
വ്യത്യാസപ്പെട്ടിട്ടില്ല. പക്ഷെ ഇങ്ങനെയുള്ള ചില അവസ്ഥകളിൽ അദ്ദേഹം വെറും ഒരു സാധാരണ മനുഷ്യനായി മാറുന്ന ഒരവസ്ഥ. അപ്പൊ എസ് സദാനന്ദ് എന്ന് പറഞ്ഞാൽ നമ്മള് സദാനന്ദന്റെ അധികം നമ്മള് പിന്നെ ഭാര്യയെക്കുറിച്ചും ഒരു ഗംഭീര ചിത്രം നൽകുന്നുണ്ട്. എല്ലാ അതെ ഭരണകൂടം അതെ ഇദ്ദേഹത്തെ വേട്ടയാടിയപ്പോൾ ബാക്കി പത്രാധിപന്മാർ പത്രാധിപരാകാൻ ഉള്ള പിന്നെ ഉം. വിസമ്മതിച്ചപ്പോൾ ഭാര്യ മുന്നോട്ട് വന്നിട്ട് എൻ്റെ പേര് വെക്കൂ എന്ന് പറഞ്ഞ ഒരു അതെ രംഗത്തെക്കുറിച്ചും വെക്കാൻ അതെ മീര അദ്ദേഹം പേര് സ്വന്തം പേര് പറയുന്നുണ്ട് വെക്കാനായിട്ട് പറയുന്നുണ്ട് ആവശ്യപ്പെട്ടു. ഗോയങ്ക മദ്രാസിൽ എങ്ങനെയാണ് ഇന്ത്യൻ എക്സ്പ്രസ് കൈവശപ്പെടുത്തിയതെന്ന് പറയുന്നുണ്ട്. അതായത് പത്രം അതുപോലെ തന്നെ ബോംബെയിലാണെങ്കിലും ഒരു KS നായർ അദ്ദേഹത്തിന്റെ പത്രവ്യവസായിയായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ന്യൂസ് പ്രിന്റ് കടം വാങ്ങി പിന്നെ ഷെയറുകൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മദ്രാസിലും അതേ അവസ്ഥ ഉണ്ടായി എന്നൊക്കെ പറയുന്നത് വളരെ ശരിക്കും പത്രപ്രവർത്തന ചരിത്രത്തിലെ വലിയ മൈൽ സ്റ്റോൺ തന്നെയാണ് സദാനന്ദന്റെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഇത്രയും വിശദമായിട്ട് ഫ്രീ പ്രസ് ജേർണലിൽ നേരിട്ട് കണ്ടും അനുഭവിച്ചും അദ്ദേഹത്തിന് ഇത്ര അടുത്തറിഞ്ഞ ഒരാളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് ഭയങ്കര ഒരു അനുഭവം തന്നെയാണ്. അപ്പൊ അവിടെ തന്നെ MV കമ്മത്ത്, ബാൽ താക്കറെ, കാമത്ത് M അതെ ശിവറാമന്റെ കൂടെ ഒരു K ശിവറാമന്റെ കാര്യവും പറയുന്നുണ്ട്. K ഉണ്ട്. ശിവറാമനെ പ്രിൻസിന് പരിചയമുണ്ട്, എനിക്കത്ര പരിചയം ഉവ്വ്. ഇല്ല. അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിൽ ഉണ്ടായിരുന്ന ശിവറാമും അമ്മിണിയും അവര് അത് രണ്ടുപേരും ഭാര്യ ആ ഭർത്താക്കന്മാരായിരുന്നു. ശിവറാം പ്രേമ മന്മഥൻ മാഡം പറഞ്ഞിട്ടുണ്ട്. അല്ല, ആ ആ ശിവറാമാണ് അത്. ശിവറാമാണ്. ആ അതെ ശിവറാമിനെ ആ അറിയാം. ശിവറാമാണ്. ആ ഭാഗ്യനാഥ് ശിവറാമിനെ പ്രൊഫസർ കുറിച്ച് അറിയാം. ഭാഗ്യനാഥിന്റെ ബ്രദറാണ്. അതെ അതെ, ആ അതിവിടെ ശിവറാമിനെ വിശദമായിട്ട് അറിയും. പറയുന്നുണ്ട്. അത് നമ്മൾ K ശിവറാം. നേരത്തെയുള്ള പ്രേമ മൻമഥനെ കുറിച്ചുള്ള അധ്യായത്തിൽ അതെ അത് പറഞ്ഞിട്ടുണ്ട്. അതെ അദ്ദേഹത്തിന് അതെ പടവും അതെ കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ തിരിച്ച്. കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പക്ഷെ ഇതിൽ കുറച്ച് കഴിഞ്ഞപ്പോ ഇതിൽ നിന്ന് മാറിപ്പോയിന്ന് തോന്നുന്നു. നല്ല എഡിറ്റർ ആയിരുന്നു. പക്ഷെ അദ്ദേഹം RP നായർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആർപ്പിന്നുണ്ടായിരുന്നു. RP നായർ. ഇതിലെ അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള ഒരു ചിത്രമുണ്ട്. അത് നേരത്തെ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞിരുന്നു, പത്രാധിപന്മാർ പിന്നെ വാഴാത്ത സ്ഥാപനമാണ് ഇന്ത്യൻ എക്സ്പ്രസ്. അത് കൃത്യമായി അടിയന്തരാവസ്ഥ കാലത്ത് പിന്നെ വിത്ത് ദ കൺസെന്റ് ഓഫ് ഇന്ദിരാഗാന്ധി, സഞ്ജയ് ഗാന്ധിയുടെ കൺസെന്റ് കൂടി VK നരസിംഹനെ കൊണ്ടുവരുന്നു. അദ്ദേഹം ഒരു പച്ചപ്പാവം എന്ന് വിചാരിച്ചു. പക്ഷെ നരസിംഹൻ പാരബിൾസും പുരാണങ്ങളൊക്കെ ഗംഭീരമായി കൊടുത്തിട്ട് സമകാലിക രാഷ്ട്രീയത്തെ ഗംഭീരമായി വിമർശിച്ചു. അത് കുൽദീപ് നയ്യരോ അതിന് പിന്നീട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത്രയും തിരിച്ച്. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് മുൽഗോക്കർ ഒരു ദിവസം ചെല്ലുമ്പോൾ തൻ്റെ കസേരയിലെ മാറ്റപ്പെട്ട പത്രാധിപർ മുൽഗോക്കർ ഇങ്ങനെ തലയുയർത്തി പിടിച്ചിരിക്കുന്ന കാഴ്ച കണ്ട് അദ്ദേഹം പോയി എന്നുള്ള ഗംഭീരമായ ഒരു ചിത്രം അതിൽ പറയുന്നുണ്ട്. അത് വളരെ ഞാൻ പറഞ്ഞില്ല ഇപ്പോഴ് ഫ്രാങ്ക് മൊറേസിനെ പോലും യാത്ര കൊടുക്കാത്ത ഒരു പ്രൊഫഷനാണ്. ഈ മലയാളികള് പലരും പ്രതിപാദകന്മാരായിട്ടുള്ള പല ആളുകളും അവിടെ ചെല്ലുന്നു, ഡൽഹിയിലേക്ക് ചെല്ലുന്നു. മലയാളി ആയതുകൊണ്ട് മാത്രം രക്ഷപ്പെടാത്ത ആളുകൾ. അല്ല, ഞാൻ പലർക്കെങ്കിലും പറഞ്ഞിട്ടുള്ള ഒരു അനുഭവം ഞാൻ പറഞ്ഞു. ഞാൻ 88 ഇന്ത്യൻ എക്സ്പ്രസ് ജോയിൻ ചെയ്യുമ്പോൾ അന്ന് ഫോർട്ട് കൊച്ചിയിലാണ് ഓഫീസ്. അപ്പം ഞങ്ങൾക്ക് ട്രെയിനിങ് ആണ്. അന്ന് ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ ഉണ്ട്, അദ്ദേഹമാണ് ഞങ്ങളെ ട്രെയിൻ ചെയ്യുന്നത്. അപ്പം ട്രെയിനിങ് രാവിലെ ആരംഭിക്കും, 11 മണിക്ക് ആരംഭിക്കും. അന്ന് തോമസ് ആണ് ന്യൂസ് എഡിറ്റർ. അപ്പം തോമസ് ഉണ്ടോ എന്നറിയുന്നത് തോമസിൻ്റെ ക്യാബിൻ്റെ മുകളിലുള്ള ഫാൻ കറങ്ങുന്നെങ്കിൽ അദ്ദേഹം അതിനകത്തുണ്ട് എന്നാണ് തിരിച്ചത്. അപ്പം ഒരു ദിവസം നോക്കുമ്പോൾ ഫാൻ കറങ്ങുന്നില്ല. ഞങ്ങൾ 2 ദിവസം കൊണ്ട് നോക്കുന്നുണ്ട്, ഫാൻ കറങ്ങുന്നില്ല എന്ന് വെച്ചാൽ. അപ്പം ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ ഞങ്ങൾ ചാർജുള്ള അന്ന് രാവിലെ വരുന്ന പിയൂൻ്റെ അടുക്കലെ, പിന്നെ പേര് രമേശൻ എന്നങ്ങോട്ട്. രമേശൻ നമ്മുടെ പിന്നെ തോമസ് സാർ എന്തേ എന്ന് ചോദിച്ചു. അപ്പം പിയൂൻ്റെ ഉത്തരം, സാർ അറിഞ്ഞില്ലേ തോമസ് സാർ രാജിവെച്ച് പോയിട്ട് 3 ദിവസമായി. കാര്യം തോമസ് ന്യൂസ് എഡിറ്റർ രാജിവെച്ച് കഴിഞ്ഞാൽ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്ററിനാണ് ചാർജ്. അദ്ദേഹം ഇത് അറിഞ്ഞിട്ടേ ഇല്ല. അതിൻ്റെ 2ാം ഭാഗമാണ് അതിനേക്കാട്ടിലും ഗംഭീരം. അത് ഈ തോമസ് സാർ ഇവിടെ പോയി എന്നതിനെ കുറിച്ച് ആൾക്കാർ ഡെസ്കിൽ അന്വേഷണം ആരംഭിച്ചു. പിന്നെ 1.5 ആഴ്ച കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഡെക്കാൻ ക്രോണിക്കിളിന്റെ RE ആയിട്ട് ബാംഗ്ലൂരിൽ ജോയിൻ ചെയ്തു എന്നറിയുന്നത്. ഇതാണ് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന സ്ഥാപനം. അത് മാതൃഭൂമിയിൽ പോകുമ്പോഴുള്ള ഒരു വ്യത്യാസം, മാതൃഭൂമിയിൽ എല്ലാവരും ഏട്ടന്മാരാണല്ലോ. ഏട്ടന്മാർ, രാജേട്ടൻ, സത്യേട്ടൻ എന്നൊക്കെ പോയിട്ട് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു മാനുഷിക ബന്ധങ്ങളുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് പോകുമ്പോഴാണ് ഇങ്ങനെ. ഇത് ആരില്ലേലും ഇവിടെ പിന്നെ സംഭവങ്ങളില്ലേലും പത്രം ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇത് സാർ പറഞ്ഞ ഈ അടിയന്തരാവസ്ഥയെ പറ്റിയിട്ട് വേറൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 2 വർഷം കഴിഞ്ഞ് ഇലക്ഷൻ പ്രഖ്യാപിക്കാൻ കാരണം സത്യസായി ബാബ ഉപദേശിച്ചത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. VK നരസിംഹൻ അവസാനം സത്യസായി ബാബയുടെ പിന്നെ കോമ്പൗണ്ടിനകത്ത് അഭയം തേടുകയും സത്യസായി ബാബയുടെ പാദങ്ങളെടുത്ത്
പാദപൂജ പ്രതീകാത്മകമായി നടത്തുകയും അവിടെ വെച്ച് തന്നെ മരിക്കുകയും ചെയ്തു എന്ന് പറയാം. പക്ഷെ കുൽദീപ് നയ്യാറിന്റെ ഒരു പരാമർശമുണ്ട്. അതായത് കുൽദീപ് നയ്യാർ നരസിംഹനെ പറ്റി പറഞ്ഞത് അന്നത്തെ ഭീകരതയെ ഞങ്ങൾ അതിജീവിച്ചത് ഒരു ജയപ്രകാശ് നാരായണനും ഒരു VK നരസിംഹനും അതെ, അതെ. ഉള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അത് ഈ BK നരസിംഹന്റെ ഇതേ ശൈലിയിലായിരുന്നു കേരളത്തിൽ അന്ന് ദേശാഭിമാനി ദിനപത്രം അടിയന്തരാവസ്ഥയെ ഒപ്പോസ് ചെയ്തത്. അന്ന് പിന്നെ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ നിന്നുള്ള ഭാഗങ്ങൾ കൊടുത്തു. കുറെ കഴിഞ്ഞപ്പോൾ സെൻസർ അതും നിരോധിച്ചു. അത് അധർമ്മത്തിനെതിരായുള്ള ധർമ്മസമരങ്ങൾ പുരാണങ്ങൾ കോട്ട് ചെയ്ത് കൊടുത്തു. സെൻസർ അതും വെട്ടി. അങ്ങനെ സത്യം പറഞ്ഞ ഒരു നമ്മളൊരു ചരിത്രം എഴുതുന്നതിനെക്കാട്ടിലും അനുഭവങ്ങളാണ് ഓരോരുത്തരുടെയും കയ്യിൽ ഇതുപോലെ നമ്മളും പലരെയും ഇതുപോലെ കണ്ട് അടുത്തറിഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ട്. ഈ മുരുക്കന്റെ കാര്യം പറഞ്ഞില്ലേ സർ, അത് വളരെ ടച്ചിങ് ആണ്. കാരണം ഈ ജോസഫ് മുരുക്കൻ ഔദ എന്ന് പറയുന്ന അദ്ദേഹം വെള്ളത്തിൽ നിന്ന് ചോറുണ്ണാമെന്ന് പഠിപ്പിച്ച ഒരു വ്യക്തി. അതെ. പക്ഷെ അദ്ദേഹത്തിന്റെ ആശയങ്ങളെ മുഴുവനും പിന്നെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിച്ചു. അത് ശരിക്കും വളരെ നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥകൾ വെച്ചിട്ട് നമ്മൾ അതിനെ കണക്ട് ചെയ്ത് ചിന്തിക്കേണ്ടതും കൂടിയാണ്. പല കാര്യങ്ങളിലും നമ്മൾ പുനർവിചിന്തനം ആവശ്യമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചരിത്ര സംഭവമാണ് മുരുക്കന്റെ ആ ഒരു അവസ്ഥ. ഈ ഫ്രാങ്ക് മൊറൈസിന്റെ മകന്റെ കാര്യവും പ്രിൻസ് സാർ പറഞ്ഞു. ഡോം വണ്ടർഫുൾ റൈറ്റർ എന്ന് വെച്ചാല് ഡോം ചെയ്ത ചതി എന്ന് വെച്ചാൽ ഈ ലീല നായിഡു എന്ന് പറഞ്ഞ അതിസുന്ദരിയായ ഒരു നടി ഉണ്ടായിരുന്നു. ഇയാള് രണ്ടാമതോ മൂന്നാമതോ പോയി ലീല നായിഡുവാണ് കല്യാണം കഴിച്ചത്. ലീല നായിഡുവിനെ കല്യാണം കഴിച്ചിട്ട് ഒരു സുപ്രഭാതത്തില് പിന്നെ ഇയാള് 2 ആഴ്ച എവിടെ പോകുന്നു പറഞ്ഞ് പോകുമ്പോൾ ലീല നോക്കി 2 ദിവസമായിട്ടും കാണുന്നില്ല. 3-ാം ദിവസം ലീല ഒരു മേശയുടെ വലിപ്പ് തുറന്നപ്പോൾ അതിനകത്ത് ഒരു ബുക്കിന്റെ ഡ്രാഫ്റ്റ് എന്തോന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് സമർപ്പിച്ചിരിക്കുന്നത് സരയു എന്ന പേരായ സ്ത്രീക്കാണ്. അപ്പൊ ലീലയ്ക്ക് മനസ്സിലായി ഇനിയിപ്പോ സരയുവിന്റെ കാലമാണ്. അങ്ങനത്തെ, കാരണം സരയുമായിട്ട് ഇയാള് ഒരുപാട് സരയുമായി ചേർന്ന് എഴുതിയൊരു പുസ്തകമുണ്ട്. പല അങ്ങനത്തെ ഒരു ജീവിതം നയിക്കുമ്പോഴും ഒരുപാട് അനുഭവങ്ങൾ അയാൾ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നത്തിങ് എക്സ്പോസസ് യു ടു ഇന്ത്യ മോർ ദാൻ ട്രെയിൻ ട്രാവൽ എന്ന് പറഞ്ഞിട്ട് ട്രെയിനിൽ ഇവർ രണ്ടും കൂടെ പോയിട്ട് പല ഗ്രാമങ്ങളിലൊക്കെ പോയി ഇന്റർവ്യൂ എടുത്ത കുറെ കഥകളുണ്ട്. സരയു എന്നുള്ള ഫുൾ നെയിം ഞാൻ മറന്നുപോയി. അവരായിരുന്നു ഒടുവിൽ ഉള്ള പാർട്ട്ണർ. ഈ ലീല നായിഡുവിന്റെ ഒക്കെ ജീവിതം വളരെ വളരെ കഷ്ടമായിരുന്നു. കഷ്ടമെന്ന് വെച്ചാല് തീരെ നിവൃത്തിയില്ലാതെ അവർക്കൊരു ഫ്ലാറ്റ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഇടിഞ്ഞു വീഴാറായുള്ള ഒരു ഫ്ലാറ്റ്. അതിനകത്ത് അവർ അവസാനം വരെ ഇങ്ങനെ കഴിയുന്ന ഒരു കാലത്ത് സൗന്ദര്യത്തിന്റെ ഒരു ഡെഫിനിഷൻ ആയിരുന്നു അവർ സിനിമ നടി എന്നുള്ള നിലയിൽ. മാത്രമല്ല അവരുടെ ഫാദർ ഒരു അറിയപ്പെടുന്ന സയന്റിസ്റ്റ് ആയിരുന്നു എന്നുള്ളതും ഇതില് വെളിപ്പെടുത്തുന്നുണ്ടല്ലോ. അതെ, രാമറാം നായിഡു. അദ്ദേഹം കൃഷ്ണമൂർത്തിയായിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളതൊക്കെ ഇതിൽ കൂടിയാണ് നമ്മൾ അറിയുന്നത്. ഇങ്ങനെ ഈ ഫ്രാങ്ക് മൊറൈസിന് ഇങ്ങനത്തെ ഒരു മകനുണ്ടെന്ന് പോലും നമുക്ക് അറിഞ്ഞൂടല്ലോ. അതല്ല ഹേമലത, അത് ഡോം മൊറൈസ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന കവികൾ, ഇൻഡോ ആംഗ്ലൻ കവികൾ അറിയപ്പെടുന്ന. പക്ഷെ ഇത് ഫ്രാങ്ക് മൊറൈസിന്റെ മകനാണ് എന്നുള്ള കണക്ഷൻ നമ്മൾക്ക് എനിക്കറിയാമായിരുന്നു. ഞാനത് പണ്ട് തൊട്ട് ഇയാളുടെ കവിതകൾ ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു. കാരണം അയാള് ഭയങ്കര ഒരു സ്പാർക്ക് ഓഫ് ജീനിയസ് ഉള്ള ഒരു കക്ഷി. ഇയാൾക്ക് ഈ ഒളിച്ചു പോകുന്ന ശീലമുണ്ട്. ഇടയ്ക്ക് എന്തോ സാധനം എഴുതി തീർക്കാൻ വേണ്ടിയിട്ട് ആശാൻ നേരെ അന്ധേരി കേവ്സിന്റെ ഭാഗത്ത് എവിടെയോ പോയി ഒളിച്ചു താമസിച്ചിട്ട് തിരിച്ച് കവിതയെല്ലാമായി തിരികെ വന്നപ്പോ അതിന് പേരിട്ടില്ല, പുസ്തകത്തിന് പേരിട്ടിട്ടില്ല. അപ്പോ എന്ത് ചെയ്യണമെന്നറിയാൻ ഇങ്ങനെ പല പേരുകൾ ആലോചിച്ച് വന്നപ്പോ വീട്ടിൽ വന്നിട്ട് ഫോൺ എടുത്തിട്ട് അതിന് ആൻസറിങ് മെഷീൻ എടുത്ത് അത് ഓൺ ചെയ്തപ്പോൾ അതിനകത്ത് പല ആളുകൾ 2 ആഴ്ചയായിട്ട് വിളിച്ച ഫോൺ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതലായി കേട്ട ഒരു മെസ്സേജ്, ഡോം വേർ ആർ യു നെവർ അറ്റ് ഹോം എന്ന് പറഞ്ഞോ. ഇയാൾ ആ കവിതാ സമാഹാരത്തിന് നെവർ അറ്റ് ഹോം എന്ന് പേരിട്ടു. അതാണ്. പക്ഷെ അയാളൊരു നല്ല ബ്രില്യൻ റൈറ്റർ, പക്ഷെ കയ്യിരിപ്പ് ഇതാണെന്നുള്ളതേ ഉള്ളൂ. അതുപോലെ
ആ സ്റ്റീഫൻ സ്പെൻഡറിനെ പോലുള്ള സുഹൃത്തുക്കളാണ് ഉണ്ടായിരുന്നത്. അല്ലെ, സദാനന്ദ് പത്രപ്രവർത്തകരെ തിരഞ്ഞെടുക്കുന്ന വിധം നല്ല വൈകുന്നേരം പൊക്കോളം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇല്ല ഒരാഴ്ച കഴിഞ്ഞാലേ പിന്നെ ഇല്ല. സത്യം പറഞ്ഞാല് മിക്ക ഇംഗ്ലീഷ് പത്രങ്ങളും ഏതാണ്ട് അതേ പാറ്റേണില്ല. അതേ പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കാഡമിക് ബ്രില്യൻസോ അക്കാഡമിക് ക്വാളിഫിക്കേഷനോ സർട്ടിഫിക്കറ്റോ ഇപ്പോഴും മിക്ക പത്രങ്ങളും നോക്കുന്നില്ല. ടെസ്റ്റ് എഴുതും. ഹിന്ദു ഒക്കെ ആണെങ്കിൽ ടെസ്റ്റ് എഴുതിയിട്ട്, അല്ലെങ്കിൽ മിക്ക പത്രങ്ങളും അങ്ങനെയാണ് ഇപ്പോഴും ഉള്ളത്. ഒരു സർട്ടിഫിക്കറ്റ് നോക്കില്ല. ഇതില് നിഖിൽ ചക്രവർത്തിയെ പറ്റിയിട്ട് വിശദമായിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോ അദ്ദേഹത്തിന്റെ പിന്നെ മരണാനന്തരം എല്ലാവരും കൂടി ഒരുമിച്ച് അനുശോചന യോഗങ്ങളൊന്നും പാടില്ല എന്നാണല്ലോ അദ്ദേഹത്തിന്റെ നിഷ്കർഷ. അങ്ങനെ അവസാനം ആ യോഗങ്ങളില് പ്രസംഗിക്കുന്നവര് നേര് പറയില്ല, അതുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് മുൻപേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് സുമിത്തിനോട്, മകനോട് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പൊ മരിച്ച് ഒരാഴ്ച കഴിഞ്ഞ് റാംമോഹൻ റോയ് ഹാളില് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളുകൾ എല്ലാവരും കൂടി ഒത്തുചേരുകയാണ്. ഡൽഹിയിലെ പ്രമുഖരെ കൊണ്ട് ഹാൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു. കൂട്ടത്തിൽ രാഷ്ട്രപതി ഉണ്ട്, KR നാരായണനാണ് അദ്ദേഹം അന്ന് രാഷ്ട്രപതി. മന്ത്രിമാരും നയതന്ത്ര വിദഗ്ധരും ഒക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും അദ്ദേഹത്തിന് അടുത്തറിഞ്ഞ ആളാ, പക്ഷെ ഒരാൾ പോലും പ്രസംഗിച്ചില്ല. ആകെ നടന്നത് രബീന്ദ്ര സംഗീതം മാത്രമാണ്. അത് അതിന്റെ അവസാനത്തെ ആ ചാപ്റ്ററിലെ അവസാനത്തെ വരി വളരെ ടച്ചിങ് ആണ്. ഈ തീരത്ത് നിന്റെ കാൽപ്പാടുകൾ കാണാതാകുമ്പോൾ നീ എന്നെ ഓർക്കുകയില്ല എന്നാണ് ആ സംഗീതത്തില് പറയുന്നത്. പക്ഷെ സദസ്സിൽ ചിലരെങ്കിലും വാക്കുകൾ നിശബ്ദമായി മാറ്റി എഴുതി എന്നാണ് TJS പറയുന്നത്. ഈ തീരത്ത് നിന്റെ കാൽപ്പാടുകൾ മായുന്നില്ല, ഞാൻ നിന്നെ ഓർക്കാതാകുന്ന കാലം ഉദിക്കുന്നില്ല എന്ന് അവിടെ കൂടി ഓരോരുത്തരുടെ മനസ്സ് പറഞ്ഞിട്ടുണ്ടാവും എന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു ആ ചാപ്റ്റർ വളരെ ഇതായിട്ടുള്ള വിശദമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. സ്ഥാനമാനങ്ങളോ അതൊന്നും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി. അദ്ദേഹം ഞെട്ടിപ്പോയ അവസ്ഥയും പറയുന്നുണ്ട്. രാഷ്ട്രീയ പരമായിട്ടുള്ള അതെ മാറ്റങ്ങൾ വരുമ്പോ അദ്ദേഹം അത് ഞെട്ടിപ്പോയി. പിന്നീട് അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് പുതുക്കിയുമില്ല എന്ന് പറയുന്നുണ്ട്. അടിയന്തരാവസ്ഥയെ CPI പിന്താങ്ങിയ ഒരു ഘട്ടത്തില്. ഇതിനകത്ത് പിന്നെ എനിക്ക് ചില കഥാപാത്രങ്ങളൊക്കെ എനിക്കും അറിയാവുന്ന ആളല്ലേ. ഈ MK നായർ എന്നൊക്കെ പറഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന എക്കണോമിക് ടൈംസിലേക്ക് പോയ ആള്. അതും ഞാൻ ബോംബെയിലെത്തുന്ന സമയത്ത് 80 പ്രായത്തിലെത്തി നിൽക്കുന്ന 70s നിൽക്കുന്ന ഒരാളായിരുന്നു. ഈ കൂട്ടത്തിലുള്ള ചില സീനിയർ ആളുകളൊക്കെ. അതുപോലെ ഈ പോത്തൻ ജോസഫിന് ഒരിക്കലും യാത്രയപ്പ് കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഞാൻ ഇപ്പോഴാണ് ഓർമ്മ വന്നത്. 88 ഡിസംബർ 31 ഞാൻ വൈകുന്നേരം ടോയ്ലറ്റിലേക്ക് പോകാൻ ഫോർട്ട് കൊച്ചി ഓഫീസിൽ താഴത്തെ നിലയിൽ ഇറങ്ങിയപ്പോൾ അന്ന് കേരളത്തിലെ ഇന്ത്യൻ എക്സ്പ്രസിനെ കൊണ്ടുവന്ന അതിൻ്റെ റെസിഡന്റ് എഡിറ്റർ ആയിരുന്ന മഹാനായ സർദാർ പട്ടേലിൻ്റെ കൂട്ടിക്ക് അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ SK അനന്തരാമൻ തൻ്റെ മാധ്യമ ജീവിതം അവസാനിപ്പിച്ച് പുറത്തേക്ക് പോകുന്ന കാഴ്ചയ്ക്ക് ഏക ദൃക്സാക്ഷി ഞാനായിരുന്നു. കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു, പുറത്തു പോകാൻ ആരും എനിക്ക് യാത്ര ചെയ്ത് തരാൻ പാടില്ല, ആരും സീറ്റിൽ നിൽക്കാൻ പാടില്ല. അദ്ദേഹത്തിന് മാനേജർ ഡെസ്കിലില്ലാത്ത ആളായതുകൊണ്ട് മാനേജർ അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ഡോർ തുറന്നു കൊടുത്തു. അദ്ദേഹം കാറിനകത്ത് കയറി. ഞാൻ ആ കാഴ്ച കണ്ട് നിന്നു. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, പോകുന്ന പോക്ക് അദ്ദേഹം എന്നെ ചീത്ത പറയുമെന്ന്. അദ്ദേഹം തിരിച്ചു വന്നിട്ട്, അന്ന് ലൈനോ ടൈപ്പാണ്, ലൈനോ ടൈപ്പ് ഈ അച്ച് വാർത്ത് പ്രിന്റ് ചെയ്യുന്ന അല്ലേ. അപ്പോൾ അവിടെ ആ സെക്ഷനിൽ പോയിട്ട് സൂപ്രണ്ട് എടുക്കാൻ പറഞ്ഞു, റിമൂവ് മൈ നെയിം ഫ്രം ദ ഇംപ്രിന്റ്. നാളത്തെ പത്രത്തിനകത്ത് എൻ്റെ പേര് കാണാൻ പാടില്ല. എന്നിട്ട് ആ സീനും ഞാൻ സാക്ഷ്യം വഹിച്ചു. എന്നിട്ട് തിരിച്ചു പോയി, കാർ കയറി തിരിച്ചുപോയി. പിന്നീട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന NJ നായർ, അദ്ദേഹം അവസാനം അപ്പോയിന്റ് ചെയ്ത ആളാണ്. ഞാൻ, NJ നായർ, ശ്രീലത മേനോൻ, 3 പേരെ അപ്പോയിന്റ് ചെയ്തിട്ടാണ് അദ്ദേഹം പടിയിറങ്ങുന്നത്. ഒരാഴ്ച കഴിഞ്ഞിട്ട് NJ നായർ എറണാകുളം അമ്പലത്തിൽ ചെല്ലുമ്പോൾ ശിവക്ഷേത്രത്തിന്റെ നടയിൽ അദ്ദേഹം ഒരു ആഴ്ച ഭജന വരുന്നു. എന്നിട്ടാണ് തിരിച്ച് നാട്ടിലേക്ക് പോയത്. അങ്ങനെ ഇംഗ്ലീഷ് പത്രങ്ങളിൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു കീഴ്വഴക്കം. ഇതില് പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട കുറച്ച് 2 ചാപ്റ്റേഴ്സ് ആണ് കമല മാധവിക്കുട്ടിക്ക് വേണ്ടിയിട്ട്. കമലാദാസ് എന്നും ആമി എന്നും ഒക്കെ പറയുന്ന മാധവിക്കുട്ടിക്ക് 2 ചാപ്റ്റേഴ്സ് അദ്ദേഹം മാറ്റി വെച്ചിരിക്കുകയാണ്. അതിൽ വളരെ വിശദമായിട്ട് ആ കുടുംബമായിട്ടുള്ള ബന്ധം. അതെ, അത് വളരെ വളരെ ടച്ചിങ് ആണ്. എല്ലാ ദിവസവും അദ്ദേഹം വീട്ടിൽ പോയിരുന്ന് ഭാര്യയോടൊപ്പം ഇരുന്നിട്ട് ഈ മാധവദാസ്
അല്ലേ? അതെ മാധവദാസ്. അതെ അതെ. മാധവദാസിൻ്റെ മാധവദാസിൻ്റെ വേറൊരു രീതിയിലാണ് വളരെ ആ ലവിങ് ആയിട്ടുള്ള ഒരു അതെ ഹസ്ബൻഡായിട്ട്, കെയറിങ് ആയിട്ടുള്ള ഹസ്ബൻഡായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതെ. അത് മലയാളികൾക്കൊക്കെ ആവശ്യമുള്ള ഇൻഫർമേഷൻ ആണ് അതിലുള്ളത്. കാരണം ഉം. പല രീതിയിൽ അവർ തമ്മിലുള്ള ബന്ധങ്ങളെ വ്യാഖ്യാനിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ കണ്ടിട്ടുണ്ട്. അതെ. വളരെ കൃത്യമായിട്ട് അദ്ദേഹം പിന്നെ എങ്ങനെയാണോ VK നായർ ബാലമണി അമ്മയെ പിന്താങ്ങിയിരുന്ന അതേപോലെ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും പലർക്കും സംശയമാണ്. പല വേദികളിലും നമ്മൾ അത് പറയുന്നത് ഓർക്കെ പറയുന്നത് തന്നെ കേട്ടിട്ടുണ്ട്. പക്ഷെ വാസ്തവത്തിൽ ഇവിടെ TJSഉം വൈഫും ആയിട്ട് വളരെ അടുത്ത ബന്ധമാണ് കുടുംബത്തിനുണ്ടായിരുന്നത്. 3 അതെ. മക്കളെ പറ്റിയിട്ടും നമുക്കറിയാത്ത ഒരുപാട് ഇപ്പൊ അവസാനത്തെ ജയസൂര്യയുടെ കൂടെ ആയിരുന്നല്ലോ അവസാനം അവര് കത്തെഴുതിയതൊക്കെ പത്രങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തു. അപ്പൊ ആ ഒരു കാലത്ത് മക്കൾ എങ്ങനെയാണ് അവരോട് നമ്മള് പല രീതിയിലുള്ള പല കഥകളും മലയാളികള് പിന്നെ പറഞ്ഞു നടന്നു. അതായത് ഇവര് പിന്നെ മതം മാറുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായ സമയത്ത്. പക്ഷെ വാസ്തവത്തിൽ എന്താ സംഭവിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇവിടെ അദ്ദേഹത്തിന്റെ അറിവിൽ നിന്ന് അദ്ദേഹം പറയുന്നുണ്ട് TJS. അത് BM നായരും ബാലമണിയമ്മയായിട്ടുള്ള ബന്ധമായിട്ട് അത് കമ്പയർ ചെയ്യുന്നുണ്ട്. അത് കമ്പയർ ചെയ്യുന്നുണ്ട്. ബാലമണി അമ്മയ്ക്ക് അടുക്കളയായിട്ട് ഒരു ബന്ധമില്ല, മാത്രമല്ല മുടി പിന്നിടാൻ പോലും അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നു. അതെ അതെ അതെ. എന്ന് പറയുന്ന ഒരു രംഗം അതിനകത്തുണ്ട്. പക്ഷെ അതിനേക്കാൾ വ്യത്യസ്തയാണ് മാധവിക്കുട്ടി. മക്കളെയൊക്കെ നോക്കുമായിരുന്നു. മക്കളെ നോക്കാനുള്ള ബുദ്ധിമുട്ടും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. സംഭവം ഈ പറഞ്ഞ കമലാദാസ് തന്നെ പല സ്ഥലത്തും ഇതുപോലെ ഈ ഭർത്താവ് ആ ബന്ധത്തെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ആളുകൾക്ക് തെറ്റിദ്ധരിക്കാനുള്ള വക ഇഷ്ടം പോലെ കിട്ടിയിരുന്നേ. ഒരു സ്ഥലത്ത് പറയുന്നത് ഈ മനുഷ്യൻ നാളെ ഇങ്ങനെ ചെയ്താൽ നാളെ ഇങ്ങനെ വെടിവെച്ചുള്ളൂ എന്നൊക്കെ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറയുന്നുണ്ട്. എന്റെ കഥയൊക്കെ പബ്ലിഷ് ചെയ്യുന്ന സമയത്തൊക്കെ. അതെ. പക്ഷെ ആ ബന്ധം വളരെ ഹൃദ്യമായ വളരെ അടുപ്പമുള്ള ഒരു ബന്ധമാണെന്നുള്ളത് ഇവിടെ സ്ഥാപിക്കുന്നുണ്ട്. അതുപോലെ ടാഴ്സി വിറ്റാച്ചിയെ പറ്റിയിട്ട് പറയുന്നുണ്ടല്ലോ. ഇത് മലയാള മനോരമയിൽ നിന്ന് ഒന്നിലേറെ പേര്, ഒന്ന് തോമസ് ജേക്കബ് സാറിന്റെ ചർച്ചയിലുണ്ടായിരുന്നു. അതെ, ടാഴ്സി വിറ്റാച്ചി KM മാത്യു അദ്ദേഹം ടാഴ്സി വിറ്റാച്ചി ഇവിടെ ഒരു പിന്നെ വർക്ക്ഷോപ്പിന് കിട്ടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാ പത്രക്കാരെയും അതിൽ പങ്കെടുപ്പിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പിന്നെ ഉദാരമായ ഒരു സമീപനമായിരുന്നു അത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ടാഴ്സി വിറ്റാച്ചിയുടെ ജീവിത കഥ തന്നെ ഇതില് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം പറയുന്നുണ്ട്. KM മാത്യുവിന്റെ ബുക്കിനകത്തുണ്ട്. അതെ, അതിലുണ്ട്. തോമസ് ജേക്കബ് സാറ് അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുൻ പരമ്പരകളിൽ പറഞ്ഞിട്ടുണ്ട്. മരം കയറാൻ മിടുക്കനാണ്. ടാർസനെ പോലെ മരം കയറും. അങ്ങനെയാണ് ടാർസി എന്നുള്ള പേര്. ഇയാൾക്ക് പേര് വേറെന്തോ പേരാണ്. ശ്രീലങ്കനാണോ പുള്ളി? ശരിക്കും ശ്രീലങ്കനാണോ? ശ്രീലങ്കക്കാരനാണ്. ശ്രീലങ്കനാണ്. ഓ, നമ്മളെ പേര് കേട്ടിട്ട് വേറെ ഏതോ നാട്ടുകാരായിരിക്കും. വേറെ എന്തെന്തോ വെച്ചിട്ടുള്ള വിറ്റാച്ചി എന്നുള്ളതാണ് ബന്ധം. അപ്പൊ അതുപോലെ പക്ഷെ അന്ന് അതുകൊണ്ടല്ലേ ഇവര് മനോരമയിലെ ആളുകൾ തമ്മിൽ ചോദിക്കും, ഇന്നത്തെ ഡമ്മി ആയില്ലേ എന്നല്ലേ ചോദിക്കുന്നത്, ഇന്നത്തെ വിറ്റാച്ചി ആയില്ലേ എന്ന് ചോദിക്കും. ഞാൻ ഈ പുസ്തകം മറിച്ചു നോക്കുമ്പോൾ ആദ്യം നല്ല പരിചയമുള്ള ഒരു പടം കണ്ടു, വിക്ടർ പരഞ്ജ്യോതി. ആകാശവാണിയുടെ മദ്രാസ് സ്റ്റേഷൻ ഡയറക്ടർ. ഇദ്ദേഹം സ്റ്റേഷൻ ഡയറക്ടർ ആയിരിക്കുന്ന സമയത്താണ് മലയാള റേഡിയോ പ്രക്ഷേപണം അവിടെ നിന്ന് കൊല്ലങ്കോട് സർ വാസുദേവരാജയുടെ ഓണ സന്ദേശത്തോടു കൂടി ആരംഭിക്കുന്നത്. ഞാൻ ഇദ്ദേഹത്തിന്റെ പടം കൊടുത്തിട്ടുണ്ട് നേരത്തെ. അദ്ദേഹത്തിന്റെ പേരിൽ ആ കോറസ് കൊയർ ഇപ്പോഴും ഉണ്ട്, പരഞ്ജ്യോതി കോറസ്. അതാണ് ഇത് പുതിയ അറിവാണ് എനിക്ക്. അദ്ദേഹം ആരാണ് എന്ന് സ്റ്റേഷൻ ഡയറക്ടറാണ്, അല്ലാതെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ഒരു ബോധം ഉണ്ടായത് ഇത് വായിച്ചതിന് ശേഷമാണ്. അങ്ങനെ ഒട്ടേറെ കാര്യം. പക്ഷേ ഇദ്ദേഹം ഈ മലയാളം എങ്ങനെ ഇത്ര നന്നായിട്ട് എഴുതി എന്നൊരു അത്ഭുതമാണ്. കാര്യം എത്രയോ കാലം, ഒരു 50 വർഷം അല്ല ഇംഗ്ലീഷ് മാത്രമേ ചെയ്തുകൊണ്ടിരുന്നില്ല അദ്ദേഹം. അപ്പോൾ അതിനിടയിൽ എവിടെയെങ്കിലും പുള്ളി എഴുതിയിട്ട് നമ്മുടെ എവിടെയും വായിച്ചിട്ടില്ല? ഉണ്ടോ ഏതെങ്കിലും പ്രസിദ്ധീകരണത്തിൽ എഴുതി വായിച്ചിട്ടില്ല? ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. കാര്യം K. ബാലകൃഷ്ണനെ കുറിച്ചുള്ള ഒരു ജീവിത ചിത്രമൊക്കെ അതിഗംഭീരമാണ്. കാര്യം നേരിട്ട് അറിഞ്ഞ ആളെന്ന രീതിയിലും അദ്ദേഹം ആ കാലങ്ങളിൽ പ്രസിദ്ധീകരണങ്ങളുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അതെ, ബന്ധമുണ്ടെന്ന് മാത്രമല്ല, ഈ ഇപ്പൊ മാധവിക്കുട്ടിയെ കുറിച്ച് എഴുതി തന്നെ അവർ എഴുതിയിരിക്കുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്. വേറെ പലതിനകത്തും ഇതുപോലെ
എനിക്ക് തോന്നുന്നു മലയാളത്തിലുള്ള കൃതികൾ കൃത്യമായി വായിച്ചിരുന്ന ഒരാളാണ് TJS എന്നാണ് തോന്നുന്നത്. ഈ ആ വായനയുടെ തിരുവിതാംകൂർ അറിവ് തിരുവിതാംകൂറുകാരുടെ രാജഭക്തിയെ ഗംഭീരമായി കളിയാക്കിയിട്ടുണ്ട്. അത് കെ ഉണ്ട്. ബാലകൃഷ്ണനൊക്കെ അത് കെ ആണുങ്ങളെ ബാലകൃഷ്ണൻ ഹോബി കോഴിക്കോട് പോയതിനെ കുറിച്ച് പറയുന്ന ഒരു അന്യദേശത്ത് പോയി എന്നാണ്, വിദേശ രാജ്യത്ത് പോയി എന്നാണ് പറയുന്നത്. അല്ലെ ആണുങ്ങളുടെ അങ്കമാലിക്കപ്പുറം കേരളമില്ല എന്നാണ് ഇല്ല തിരുവിതാംകൂറുകാർ വിചാരിച്ചിരുന്നത് അത്രയും. അതെ. അല്ല എന്ന് മാത്രമല്ല ഇതില് ഹ്യൂമർ ആണുങ്ങൾക്ക് നന്നായിട്ട് അതുണ്ട് തെളിഞ്ഞു ആറാം നിൽക്കുന്നുണ്ട്. തീയതി അതെ, വളരെ ഹ്യൂമറസ് ആയിട്ടാണ് അദ്ദേഹം കാര്യങ്ങളെ വീക്ഷിച്ചിരുന്നത് എന്നുള്ളത്. ഇപ്പൊ ഈ സദാനന്ദിന്റെ പ്രശ്നം പോലും അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു രീതി വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ്. എല്ലാവരെയും അദ്ദേഹത്തിന് പരിചയപ്പെട്ട ജീവിതത്തിന്റെ ഒരു ഘോഷയാത്ര. ആ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലം തൊട്ടാണ് ഈ കഥ തുടങ്ങുന്നത്. അവസാനം വരെ ആ ഒരു നർമ്മഭാവന നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. തിരുവിതാംകൂറുകാരെ പറ്റി പറയാനുണ്ടല്ലോ, തിരുവിതാംകൂർ മുതിർന്നവരുടെ അതെ, വിനോദം സർക്കാർ ഗുമസ്തനാകുക എന്നുള്ളത്. അതെ. ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുക, 10ാം ക്ലാസ് പാസ്സാകുമ്പോൾ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കുക, വണ്ടി അതെ. കയറുക. അതുപോലെ ഇതിലെ അടൂർ ഭാസിയുടെ മൂത്ത ജ്യേഷ്ഠൻ രാമേന്ദ്രൻ എന്ന ചന്ദ്രാജിയെ കുറിച്ച് ചന്ദ്രൻ. പറയുന്നുണ്ട്. അതിലത് ഈ മലയാള റേഡിയോ പ്രക്ഷേപണ ചരിത്രം എഴുതുമ്പോൾ വളരെ അപൂർവമായ ഒരു പടം എനിക്ക് കിട്ടി. അത് കൊടുത്തിരുന്നു, പുസ്തകത്തിലും കൊടുത്തിട്ടുണ്ട്, അതിനെ സംബന്ധിച്ച ലേഖനങ്ങളിലും കൊടുത്തിരുന്നു. അത് പി ഭാസ്കരനും ഷീലയും ഉൾപ്പെടെയുള്ളവർ അഭിനയിച്ച ഒരു റേഡിയോ നാടകം. അത് മദ്രാസ് ആകാശവാണിയിലാണ് അത് റെക്കോർഡ് ചെയ്തത്. അതിൽ പലരെയും ഐഡന്റിഫൈ ചെയ്യായിരുന്ന ഒരാളുണ്ടായിരുന്നു അതിൻ്റെ വലത് സൈഡിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫേസ്ബുക്കിൽ ഇത് കൊടുത്തു കഴിഞ്ഞ ശേഷമാണ്, ഒരു പല പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് ഒരാൾ പറഞ്ഞു ഇത് അടൂർ ഭാസ്കറുടെ ചേട്ടൻ ചന്ദ്രാജിയാണ് എന്ന് പറഞ്ഞു. ചന്ദ്രാജി അന്ന് ഈ സിനിമയായിട്ട് ഇങ്ങനെ ചില ബന്ധം ഉണ്ടായെങ്കിലും പുള്ളി റേഡിയോ നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നു അക്കാലത്ത്. സിനിമയിലും പല സിനിമകളിൽ അഭിനയിച്ചിരുന്നു. ചന്ദ്രസേനാണെന്നാക്കി പേര്, പിന്നെ അത് ആർ ചന്ദ്ര എന്നായി. അത് വീണ്ടും ചന്ദ്രാജി എന്ന് മാറ്റി. അതുകൊണ്ടാണ് അടൂർ കെ രാമേന്ദ്രൻ നായർക്ക് ഒരിക്കലും ബോളിവുഡ് സ്വപ്നം കാണാൻ അസാധ്യമായിരുന്ന സ്വീകാര്യത ചന്ദ്രാജിക്ക് കിട്ടിയെന്ന് പറയുന്നത്. അല്ല, നമുക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. CV രാമൻപിള്ളയുടെ മകളുടെ മകൻ, അതുപോലെ AV കൃഷ്ണപിള്ളയുടെ മകൻ ജീവിക്കാനായിട്ട് എന്തുമാത്രം കഷ്ടതകൾ അനുഭവിച്ചു. അത് മാത്രമല്ല, മഹേശ്വരി അമ്മ തന്നെ പിന്നെ ഭർത്താവ് മരിച്ചതിന് ശേഷം, ഭർത്താവ് ഒഴിഞ്ഞു പോയതിന് ശേഷം, ആദ്യം ഒഴിഞ്ഞു പോയി, പിന്നെ 1 വർഷത്തിനകം മരിക്കുക ചെയ്ത്. അപ്പോൾ അവര് ജീവിക്കാനും ഈ മക്കളെ വളർത്താനും ഒക്കെ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്നുള്ളതൊക്കെ നമുക്ക് അചിന്ത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അന്നത്തെ ഒരു കാലഘട്ടത്തില് അവരെ പോലെ സമുന്നതമായ ഒരു പിന്നെ പശ്ചാത്തലത്തിൽ ജീവിച്ച് വളർന്ന ഒരാൾക്ക് അതെങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റി? പക്ഷെ അവർക്ക് അതിനെ അതിജീവിക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്നുള്ളത് TJS പറഞ്ഞു വെക്കുന്നുണ്ട്. വളരെ അടുത്തറിയുന്ന കാര്യങ്ങളാണ് അദ്ദേഹം ഇതിലേക്ക് എഴുതി വെച്ചിരിക്കുന്നത്. EV കുടുംബവുമായി ജയൻ ദീക്ഷിതിന്റെ ബന്ധമുണ്ട്. അവർ മുൻഷി പരമൂരിയുടെ ഭാര്യയായിരുന്ന, ഇതേപോലെ ഒരു പേരുള്ള, മറന്നുപോയി ഞാൻ പെട്ടെന്ന്, സ്ത്രീയിലെ ജയൻ ദീക്ഷിതിന്റെ അമ്മ അല്ലേ? സർ, ഇവിടെ ജോഷി സർ സംസാരിക്കാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. മൈക്ക് മ്യൂട്ടാണ് സർ, സംസാരിക്കാം. ജോഷി, ഹലോ. ജോഷി, മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കും. മൈക്ക് മ്യൂട്ടാണ്. ഓണായിട്ടില്ല. സംസാരിക്കാം. അപ്പം പോയി ഇല്ലേ? ഇപ്പൊ കാണുന്നില്ല. ആളിനെ കാണുന്നില്ല. അദ്ദേഹം പറയട്ടെ. ഇടയ്ക്ക് വന്നിട്ട് പിന്നെ കാണാതായി, ഇപ്പൊ പിന്നെയും കാണുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ പുതിയ തലമുറയിൽപ്പെട്ട മാധ്യമ പ്രവർത്തകരൊക്കെ ഇത് വായിക്കേണ്ടതാണ്. KM മാത്യുവിന്റെ ആത്മകഥ വായിക്കണം, ഇതും വായിക്കണം തിരിച്ച്. പക്ഷേ മാധ്യമപ്രവർത്തകരല്ല, മാധ്യമ വിദ്യാർത്ഥികൾ വായിക്കുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയുമില്ല. പക്ഷെ ഇതില് മാധ്യമ ചരിത്രമുണ്ട്, സാഹിത്യ ചരിത്രമുണ്ട് ഒരു വലിയ പരിധി വരെ. അതുപോലെ തന്നെ ഇതിന്റെ പിന്നാമ്പുറങ്ങളുണ്ട്. മാധ്യമത്തിന്റെ പ്രവർത്തനത്തിന്റെ എല്ലാ അവസ്ഥകളും ഇതിൽ പറയുന്നുണ്ട്. ഒരു എഡിറ്റോറിയൽ ബോർഡിന്റെ പിന്നെ അവര് നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്താണ്, അതുപോലെ നല്ല റിപ്പോർട്ടേഴ്സിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, എങ്ങനെയാണ് പിന്നെ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്.
അങ്ങനെ പിന്നെ വിശദമായിട്ട് സാഹിത്യം എങ്ങനെ പിന്നെ മലയാള സാഹിത്യ പ്രവർത്തകരെ പറ്റിയിട്ട് കൃത്യമായിട്ട് ഹലോ പറയുന്നുണ്ട്. അത് അടുത്തറിഞ്ഞ ആ കാര്യങ്ങൾ. അതെ ജോഷി ഹലോ ജോഷി ആ ഓക്കെ സംസാരിക്കാം കേൾക്കാം പറയാം. ആ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കതിലെ ഏറ്റവും കൗതുകരമായിട്ട് തോന്നിയത് ഉം, ഇദ്ദേഹം ഏഷ്യ വീക്ക് എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണം തുടങ്ങിയതാണ്. ഉം, ആ ഏഷ്യ വീക്കിന്റെ ഒരു പ്രത്യേകത, അന്ന് ടൈമാണ് ലോകം മുഴുവൻ കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോ ഉം, ഇദ്ദേഹത്തിന് ഒരു സുഹൃത്തിനെ കിട്ടി, മൈക്കിൾ ഒനീൽ എന്ന് പറഞ്ഞ വ്യക്തിയെ. ഉം, അപ്പൊ ഇവർ രണ്ടുപേരും കൂടി ആലോചിച്ചിട്ടാണ് ഈ ലോകത്തോടൊപ്പം നമ്മളൊക്കെ പത്രത്തിൽ വന്നു കഴിയുമ്പോ അന്ന് ന്യൂസ് വീക്കും ടൈമും ആണല്ലോ വിദേശകാര്യ ലേഖകന്റെ പണിയെടുത്തുകൊണ്ടിരുന്നത്. അതിന്നാണല്ലോ നമ്മള് അധികം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അത് ലോകത്തെ അമേരിക്ക എങ്ങനെ കാണുന്നു ആ കണ്ണുകളിലൂടെയാണ് ടൈം ന്യൂസ് വീക്കും വന്നുകൊണ്ടിരുന്നത്. അതിന് ബദലായിട്ട് ഏഷ്യയുടെ കണ്ണിൽ കൂടി ഒരു പ്രസിദ്ധീകരണം വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഈ ഏഷ്യ വീക്ക് തുടങ്ങുന്നത്. ഉം. ആ അത് വളരെ വിജയമാവുകയും ചെയ്തു. വളരെ വിജയം എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം, അതായത് ഇവർ രണ്ടുപേരും ശ്രമഫലമായിട്ടായിരുന്നു ഈ പറയുന്ന ഈ മൈക്കിൾ ഒനാൽ, അതും പുസ്തകത്തിലത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ലെങ്കിലും അതിന്റെ യഥാർത്ഥ വശത്തില് അങ്ങനെ ഇത് വിജയകരമായി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോ ഇവർക്ക് സ്വാഭാവികമായിട്ടും ഒരു അലസത വന്നു. ആ സമയത്ത് പിന്നെ ഡൈജസ്റ്റ്, നമ്മുടെ റീഡേഴ്സ് ഡൈജസ്റ്റ് ഇത് വിലക്ക് ചോദിച്ചു. വിലക്ക് ചോദിച്ചപ്പോ അത് വലിയ വിലയൊന്നുമല്ല, നിസ്സാര വിലക്ക് തന്നെ അത് കൊടുത്തതിന് ശേഷമാണ് ഇവർക്ക് ഇതിന്റെ അപകടം മനസ്സിലായത്. ഒരു വർഷത്തിനുള്ളിൽ ടൈം വാങ്ങി അതിനെ മെർജ് ചെയ്തെടുത്തു. അപ്പൊ അങ്ങനെ ഒരു ചരിത്രം പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ബോംബെയിലായ സമയത്ത് ഈ കാർട്ടൂൺ ശിവസേനയുടെ ആളൊക്കെ ആയിരുന്ന ആള്, പഞ്ചഭാവമായിരുന്ന ഒരാള് ഇത്രയും മൂർച്ചയുള്ള ഒരു മനുഷ്യനാക്കിയത് മലയാളികൾ തന്നെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം കൂടെ ഉണ്ടായിരുന്ന, കേൾക്കാമോ? കൂടെ ഉണ്ടായിരുന്നവരുടെ ചില മോശമായ പ്രവണതകളും ഒക്കെ വന്നു കഴിഞ്ഞ് സഹി കെട്ടതുകൊണ്ടാണ് അദ്ദേഹം എലി പോലെ ഇരുന്ന ആ മനുഷ്യൻ പുലി പോലെ ആയത് എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിൽ മത്തായി മാഞ്ഞൂരാന്റെ, അത് ഇതിൽ പറയുന്നതല്ല കേട്ടോ, ഞാൻ കേട്ടുള്ള ഒരു കാര്യമാണ്. മത്തായി മാഞ്ഞൂരാന്റെ ഒരു പ്രസംഗമാണ് അദ്ദേഹത്തെ ഈ വഴിക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പിൽക്കാലത്ത് കേട്ടിട്ടുണ്ട്. അതിന്റെ കാരണം മത്തായി മാഞ്ഞൂരാൻ അന്ന് ഈ കേരളം ഒരു രാജ്യമായിട്ട് ഒറ്റയ്ക്ക് നിൽക്കണം എന്നുള്ള ഒരു ആശയം വളരെ കൂടുതൽ ഡെവലപ്പ് ചെയ്തു. പക്ഷെ അന്ന് ഈ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ കാലത്ത് അത് പറഞ്ഞതിലേക്ക് ഏറ്റില്ല. പക്ഷെ ഈ ആശയമാണ് പിന്നെ ഈ ശിവസേന രൂപീകരണത്തിന് താക്കറയെ പ്രേരിപ്പിച്ചതെന്നും കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ പറഞ്ഞ മാതിരി ഈ പുസ്തകം ഒരു മലയാളത്തിൽ അദ്ദേഹത്തിന് എഴുതാനുള്ള കഴിവിന് ഒരു പ്രത്യേകത, TVR ഷെണായി സാറ് പോലും ഇംഗ്ലീഷിൽ എഴുതി കൊടുത്തിട്ട് മലയാളത്തിലേക്ക് അദ്ദേഹത്തിന്റെ കോളമൊക്കെ മനോരമയിൽ വന്നുകൊണ്ടിരുന്ന കാലത്ത് പോലും ഇദ്ദേഹം വളരെ മനോഹരമായിട്ട് ഇംഗ്ലീഷും മലയാളവും കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഒരു മലയാള പ്രസിദ്ധീകരണം തുടങ്ങുക എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അഭിലാഷം ആയിരുന്നതാണ്. അതിന് MB നാരായണപിള്ള ആയിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ കൊട പിടിച്ചു കൊടുത്ത് ഒക്കെ ചെയ്തത്. പക്ഷെ അങ്ങനെ അത് അവസാനം മലയാളം വാരികയിൽ അവസാനിച്ച് വരികയാണ് ചെയ്തത്. അപ്പോ എന്തുകൊണ്ടും മലയാള പത്രപ്രവർത്തന മേഖലയിലേക്ക് വരുന്നവർ ഈ പുസ്തകം ഒരു കൈപ്പുസ്തകമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു പുസ്തകമാണ്. അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ നമ്മളെല്ലാവരും പറഞ്ഞതുപോലെ ഈ ഞാനില്ലാതെ ഞാൻ കണ്ട ഒരു ലോകത്തെ ഇതുപോലെ എഴുതാൻ പറ്റുന്ന വേറെ മലയാളത്തിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് സംശയം തന്നെയാണ്. ഇപ്പൊ മറ്റുള്ളവരുടെ ഇപ്പൊ ന്യൂസ് റൂം നല്ല പുസ്തകമാണ്, പക്ഷെ അതിലൊക്കെ അദ്ദേഹം ഞാൻ എന്ന് പറയുന്ന ആളിലൂടെയാണല്ലോ സംഗതി പോകുന്നത്. ഇത് അങ്ങനെ അല്ലാതെ ഒരു ക്യാമറയിൽ ഒപ്പിയെടുത്ത രീതിയിൽ ഈ വിശേഷങ്ങൾ മുഴുവൻ പറഞ്ഞു പോകുന്നു എന്നുള്ള ഒരു സവിശേഷതയാണ്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ മാതിരി ഈ മുരുക്കനെ ഇത്രയും മലയാളികൾ ഒരു അവഗണിച്ച വ്യക്തി ഉണ്ടോന്നില്ല. അദ്ദേഹം പറയുന്നത് എല്ലാവരും ഭൂമിയിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹം വെള്ളത്തിനടിയിലാണ് ചിന്തിച്ചത്. വെള്ളത്തിനടിയിൽ ചിന്തിക്കുകയും ഇത്രയും വിജയം ഉണ്ടാക്കുകയും ചെയ്തിട്ട് ജനഹിത സർക്കാരിന്റെ ഭാഗത്ത് വന്നു കഴിഞ്ഞപ്പോ ഒരു വിളവെടുപ്പ് നടത്താൻ അത് 4 കളക്ടർമാർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ഒരു പ്രാവശ്യം പോലും വിളവെടുപ്പ് നടത്താൻ പറ്റാതെ അത് അസ്തമിച്ചു പോയി എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെയുള്ള ചരിത്ര മഹാന്മാരെ ഈ TJS ജോർജിനെ പോലുള്ളവരുടെ പുസ്തകങ്ങളിലൂടെ ഇനി ജീവിക്കും. അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. എന്തായാലും ഈ ഒരു പുസ്തകം നിങ്ങൾ സെലക്ട് ചെയ്ത് വളരെ സന്തോഷം. സംസാരിച്ചതിൽ സന്തോഷം ജോഷി.
പുസ്തകം വായിച്ച ആളുകളെ സംസാരിക്കുമ്പോഴാണല്ലോ അതില്. അതെ അതെ അതെ. ഇന്ത്യൻ എക്സ്പ്രസിന് സ്റ്റൈൽ ബുക്ക് ഉണ്ടാക്കിയത് ഇദ്ദേഹമാണ്. അത് ആ ഞങ്ങളൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ സമയം ഏറ്റവും കൂടുതൽ അപഹരിച്ചിരുന്നത് ആ ഇപ്പം ജോഷി ജോർജ് അതിൻ്റെ കൂടെ ആ മിസ്റ്റർ ചേർക്കണോ ആ എന്നുള്ളൊരു പ്രശ്നം, അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ ഒരു കക്ഷി വന്നു കഴിഞ്ഞാൽ അവിവാഹം മാരിറ്റൽ സ്റ്റാറ്റസ് സ്ത്രീകളുടെ കാര്യത്തിൽ അത് അങ്ങനെ ഒരു പിന്നെ ഗ്രാമാറ്റിക്കലി അങ്ങനെ അല്ലെങ്കിൽ പോലും അത് ആ അത് മിസ്സിസ് നേർച്ചു കഴിഞ്ഞാൽ മാരീഡ് എന്നും മിസ് നേർച്ചു ആ കഴിഞ്ഞാൽ അൺമാരീഡ് എന്നുമാണ് ധരിച്ചിരുന്നത്. ആ വലിയ ആ പ്രശ്നമായിരുന്നു ഇത്. ആദ്യം അത് സ്ത്രീകളുടെ കാര്യത്തിൽ MS എന്നാക്കി. ആ അത് കഴിഞ്ഞപ്പോഴും പിന്നെ ഇപ്പൊ MD വാസുദേവൻ നായർ, കായംകുളം ഉം, കൊച്ചുണ്ണി, അപ്പൊ രണ്ടുപേരുടെ അതായത് വെൽ നോൺ റൈറ്റേഴ്സിന്റെയും പിന്നെ കുറ്റവാളികളുടെയും മുന്നിൽ ആ പിന്നെ മിസ്റ്റർ അല്ലെങ്കിൽ മിസ്സിസ് ചേർക്കാൻ പാടില്ല എന്നുണ്ടായിരുന്നു. ആ അങ്ങനെ അട്ടർ കൺഫ്യൂഷൻ നിലനിൽക്കുകയാണ് ഇദ്ദേഹം ഇത് മുഴുവൻ. ഇത് മാത്രമല്ല എക്സ്പ്രസിന്റെ ഇത്തരം ഒട്ടേറെ ഇഷ്യൂസ് ഉണ്ട് നമ്മൾ സ്റ്റൈൽ, അത് മുഴുവൻ പരിഹരിച്ചിട്ട് ഇദ്ദേഹമാണ് സ്റ്റൈൽ ബുക്ക് രൂപപ്പെടുത്തി. ഇപ്പോഴും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് തിരിച്ച്. അദ്ദേഹത്തിന്റെ വേറൊരു നല്ല പുസ്തകം എഡിറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു പുസ്തകം ഉണ്ടല്ലോ. ഉം. ഉം, ഗംഭീര പുസ്തകമാണ്. എഡിറ്റിംഗ് ആ. എഡിറ്റിംഗ് ഈ എന്ന് TJ തന്നെയാണ് തോന്നുന്നത്. സാറിന്റെ സാറിന്റെ പുസ്തക വായനയ്ക്ക് ഒരു സവിശേഷതയുണ്ട്. അദ്ദേഹം ഓരോ പുസ്തകവും വായിക്കുമ്പോൾ അത് എഡിറ്റ് ചെയ്യാണ്. എഡിറ്റ് ചെയ്ത് അതിന്റെ മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ സൈഡിൽ കുറിച്ച് പോകുന്ന ഒരു അപ്പൊ ഇത് ഒരിക്കൽ ഞാൻ മനസ്സിലാക്കിയത് ഞാനും എന്റെ പുസ്തക വായന ഇപ്പൊ ആ രീതിയിലാക്കി മാറ്റിയിട്ടുണ്ട്. ആ, അതുപോലെ മലയാളത്തോട് ഒരിക്കലും മലയാളം എപ്പോഴും അദ്ദേഹം ലാളിച്ചുകൊണ്ടിരുന്ന ഒരു സംഗതി തന്നെയാണ്. അപ്പൊ ഈ പ്രത്യേകിച്ച് ഈ നാരായണ പിള്ളയൊക്കെ ആയിട്ടുള്ള ഇവരുടെ ഒരു സമ്പർക്കത്തില് അദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹം മലയാളത്തിൽ ഒരു പ്രസിദ്ധീകരണം തുടങ്ങുക എന്നുള്ളതായതുകൊണ്ടും മലയാളത്തെ അദ്ദേഹം ഒരിക്കലും കൈവിട്ടിരുന്നില്ല. പിന്നെ എനിക്ക് അതിശയം തോന്നുന്നത് ഈ സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ലീയെ എനിക്ക് തോന്നുന്നു എതിർത്ത ഒരാള് ഉണ്ടെങ്കിൽ അത് ഇദ്ദേഹമായിരുന്നു. ഇവർ തമ്മിൽ കീരിയും പാമ്പും പോലെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് വന്നിരുന്നത്. അതുകൊണ്ട് സിംഗപ്പൂരിൽ ഇദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതില് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലീ സ്വാർത്ഥനും പിന്നെ ഒരു വളരെതാഴ്ത്ത ഭരണാധികാരിയും ആയിരുന്നു എന്ന് വേറെ ആരും പറയണ്ട. സിംഗപ്പൂരിനെ ഉണ്ടാക്കിയെടുത്ത അതൊരു കാസ്റ്റിംഗ് വോട്ടിലൂടെയൊക്കെയാണെന്ന് ഈ പുസ്തകത്തിൽ പറയുന്നു. ആ അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ ഒരു അദ്ദേഹം മുഖം പറയുന്നുണ്ടല്ലോ. ലീക്ക് കൊടുത്തത് അല്ല, ഇദ്ദേഹമാണ്. ലീയെ കുറിച്ചുള്ളത് ബയോഗ്രഫി അല്ല അല്ലേ? അല്ല, ബയോഗ്രഫി അല്ല, ഈ പുസ്തകത്തിൽ അല്ല എഴുതി പറയുന്നുള്ളൂ. അനുഭവം ഈ ഇതിനകത്ത് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ ഈ ഭാഗം ഞാൻ പുസ്തകത്തിലുണ്ടല്ലോ. അത് പറയുന്നത് പരാമർശിച്ചിട്ടുണ്ട്. ആ ഭാഗം വായിച്ചില്ല. അങ്ങോട്ട് പിന്നെ അത് പോകാത്തത് ഒരുപക്ഷെ മാർക്കേസിനെ പറ്റി, എമൽഡ ആ മാർക്കേസിന്റെ ജീവിതം എല്ലാം പറയുന്നുണ്ട്. ആ ഇമൽഡ മർക്കോസ് അതെ. അവരുടെ എന്താ ആഭരണം വസ്ത്രധാരണവും ആ, സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോ അവര് റോൾ മോഡൽ ആക്കൂത്രേ. നല്ല അതെ ഇതുപോലെ ഗംഭീരമായിട്ട് വസ്ത്രധാരണം ചെയ്ത് പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോ അവര് അതിന് കണ്ടെത്തുന്ന ഒരു തത്വം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വസ്ത്രധാരണം ചെയ്താലേ അവര് റോൾ മോഡൽ ഇല്ല ജനങ്ങൾക്ക്, അതാക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ആ രീതിയിൽ പറയുന്ന എമൽഡ. അല്ല, അതുപോലെ പിന്നെ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പറയുന്നത് അങ്ങോട്ട് കോൺകോഡ് യാത്രയെ പറ്റി പറയുന്നുണ്ടല്ലോ. കോൺകോഡ് വിമാനത്തിൽ യാത്ര ചെയ്യുന്നതിനെ കുറിച്ച്. അതെ, ആ യാത്ര. അതുപോലെ സിംഗപ്പൂർ ആ ഭാഗത്തേക്ക് പോകാത്തതിന്റെ കാര്യം, ഞാൻ ചെല്ലുമ്പോൾ എന്റെ പെട്ടിക്കകത്തുനിന്ന് 1 ഗ്രാം മയക്കുമരുന്ന് അവർക്ക് കണ്ടെത്താൻ പ്രയാസം ഉണ്ടാവില്ല. പിടിച്ചകത്തിട്ട് കഴിഞ്ഞാൽ ജന്മകാലം മുഴുവൻ കിടക്കേണ്ടി വരുന്നുണ്ട്. കുറച്ചുകൂടി ഉറക്കെ പറയാമോ? കേൾക്കാൻ പ്രയാസമുണ്ട്. അതായത് പിന്നെ ഞാൻ കേൾക്കാം ജോഷി, അത് ജോഷിയുടെ വീക്ക് ആയിരിക്കും. ആണോ? അതെ അതെ അത് അവിടെ സിംഗപ്പൂരിലേക്ക് ചെന്നാൽ പെട്ടിക്കകത്ത് നിന്ന് വേണമെങ്കിൽ അവർക്ക് 1 ഗ്രാം മയക്കുമരുന്ന് കണ്ടെത്താം. എനിക്കത് എതിരെ തെളിയിക്കാൻ പോലും കഴിയില്ല എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ചൈനയിലെ ജീവിതം മാത്രമല്ല, ഹോങ്കോങ്ങിൽ അദ്ദേഹം ഉണ്ടായിരുന്നല്ലോ. അപ്പോ അവിടുത്തെ ഡെലിക്കസീസിനെ പറ്റിയിട്ടൊക്കെ പറയണത് നമുക്ക് ഒരു എന്താ മനം പുരട്ടൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണല്ലോ ചൈനക്കാരുടെ പ്രധാന ഭക്ഷണങ്ങൾ. അപ്പൊ അത് പക്ഷെ വളരെ രസകരമായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അതായത് ചൈനക്കാരുടെ സവിശേഷതയും പറയുന്നുണ്ട്. വെറുതെ ഇരിക്കില്ല, ആണും പെണ്ണും കുട്ടികളും വൃദ്ധരും അവരവരുടെ പണികളിൽ എപ്പോഴും വ്യാപൃതരായിരിക്കും. പക്ഷികളെ വിൽക്കുന്നവൻ പക്ഷിക്കൂടുകൾ വൃത്തിയാക്കുകയും പക്ഷിത്തീറ്റ തയ്യാറാക്കുകയും ആ രീതിയിൽ പോകും. അതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള ഭക്ഷണശാലകളിലെ തിരക്ക് കണ്ടാൽ ചൈനക്കാർ ഏതു നേരത്തും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നും. ഒരു കണക്കിൽ അത് ശരിയാണ്. അതെ, ഭക്ഷണം അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ചൈനീസ് പാചക പദ്ധതി എന്നൊരു വകയില്ല.
കാന്റോണീസ്, സെച്വാനീസ്, ഹുനാനീസ്, ഷാങ്ഹായിസ്, ചൂച്ചൗ എന്നിങ്ങനെ പ്രാദേശിക പാരമ്പര്യങ്ങളാണ് ചൈനയിൽ ഉള്ളത്. പ്രാദേശികയ്ക്ക് അതീതമായ ഹോങ്കോങ്ങിൽ $1 കിട്ടുന്ന കഞ്ഞി മുതൽ $1000 5 സ്റ്റാർ സദ്യ വരെ എന്തും ലഭ്യമാണ്. അതുപോലെ അവിടുത്തെ ചില ഭക്ഷണത്തിനെയൊക്കെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഒരു പ്രത്യേക തരം പക്ഷി അതിന്റെ തുപ്പല് കൊണ്ട് മെനഞ്ഞെടുക്കുന്ന ബേർഡ്സ് നെസ്റ്റ്, വൻതരം സ്രാവിന്റെ ചിറകുകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഷാർക്സ് ഫിൻ സൂപ്പ് മുതലായ അത്യപൂർവമായ വിഭവങ്ങളായതുകൊണ്ട് സാധാരണക്കാർക്ക് അപ്രാപ്യമായ വിലക്കാണ് ഹോട്ടലുകളിൽ അത് വിളമ്പുന്നത്. അതുപോലെ വിശിഷ്ട വിഭവങ്ങൾ മാത്രം വിളമ്പുന്ന ചില ഭോജനശാലകളുണ്ട്. അസാധാരണമായ എന്നാൽ വളരെ രുചിയുള്ള സാധനങ്ങൾ അവിടെ കിട്ടും. വണ്ട്, ഒച്ച്, പച്ചക്കുതിര, തേള്, ചീട്, മുളയിൽ വളരുന്ന പുഴു, കാറ്റർപില്ലർ ഇത്യാദി. ചിങ്താവ് എന്ന് പറയുന്ന പ്രദേശത്തിന്റെ സ്പെഷ്യാലിറ്റിയാണ് ഡീപ് ഫ്രൈഡ് സ്കോർപിയോൺ, പൊരിച്ച തേളാണ്. കണ്ടോൺ പട്ടണത്തിൽ ചില വൻകിട ഹോട്ടലുകളിൽ എലിയെ വിളമ്പും. ചൈന മാത്രമല്ല, തായ്ലൻഡ് ആ ഏരിയയിലൊക്കെ ഉണ്ട്, നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവര് പറയും ഓടയിൽ വളർന്ന എലിയല്ല, പറമ്പിൽ പ്രത്യേകം കൂട്ടിൽ വളർത്തിയ എലിയാന്ന് പറയും. വൈറ്റ് ലഗോൺ എലിയാണ്. അതെ, അതായത് അത് പറയുന്നുണ്ട് ഇവിടെ. ഇതിന്റെ സ്വാധീനം, ചൈനയുടെ ഈ ഭക്ഷണ സ്വാധീനം ചില സമീപ രാജ്യങ്ങളിലെ ഭക്ഷണ സംസ്കാരത്തിലും കാണാം. ബാങ്കോക്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ലഘുഭക്ഷണം പാറ്റ, കോക്രോച്ച് വറുത്തതാണ്. വിയറ്റ്നാമിൽ ഉറുമ്പ് സൂപ്പിന് പ്രിയം. ഫിലിപ്പീൻസിൽ സന്ധ്യാനേരത്ത് തെരുവ് തോറും വിളിച്ചു നടന്ന് വിൽക്കുന്ന ഡെലിക്കസി വിരിയാറായ മുട്ടയാണ്. ഉടച്ച് ഒറ്റയടിക്ക് വിഴുങ്ങുകയാണ് പതിവ് ശൈലി. ചവച്ചു തിന്നാൽ അതിലും കേമം. അപ്പോൾ വിരിയാൻ പിടച്ചു നിൽക്കുന്ന കോഴിക്കുഞ്ഞിന്റെ പച്ചയായ രുചിയും ആസ്വദിക്കാം. എങ്ങനെ രസകരമായിട്ട്, അതായത് നമ്മളിപ്പോ ഈ കീറ്റ്സിന്റെ ഒക്കെ കവിതയെ പറ്റിയിട്ട് പറയില്ലേ, അതായത് എല്ലാ പഞ്ചേന്ദ്രിയങ്ങൾക്കും ഉള്ള അമൃതാണ് അദ്ദേഹത്തിന്റെ കവി. അതുപോലെ ഇതിലെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും വേണ്ട ഭക്ഷ്യവിഭവങ്ങൾ ഉണ്ട് ഈ പുസ്തകത്തില്. അതുപോലെ യുണൈറ്റഡ് നേഷൻസിനെ പറ്റി പറയുന്നുണ്ട്. ഇത്രയും ശക്തമായിട്ടൊരു ബ്യൂറോക്രസിയെ വെട്ടിയിട്ടുള്ളത് ആദ്യമായിട്ട് കാണുകയാണ്. ഉദ്യോഗസ്ഥരുടെ ആനുകൂല്യങ്ങൾ ഉദ്യോഗസ്ഥന്മാർ തന്നെ നിശ്ചയിക്കുമ്പോൾ കാര്യങ്ങൾ ബഹുസുഖമാണ്. വിവാഹ സംബന്ധങ്ങളുടെ കീഴ്വഴക്കങ്ങൾ നമ്പൂതിരിമാർ നിശ്ചയിച്ച കാലത്ത് അവർ അനുഭവിച്ച സുഖം പോലെ. ചരിത്രമായി കേരള ഹിസ്റ്ററിയോട് ലിങ്ക് ചെയ്യുന്നുണ്ട് പലതും, അല്ലേ? പുള്ളി തിരുവിതാംകൂറിലെ അധികാരി വർഗത്തോട് ഗംഭീരമായ വിയോജിപ്പുണ്ട്. അത് പുള്ളി നമ്മൾ ഇപ്പൊ ഉപയോഗിക്കാത്ത ഭാഷയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താ രാജ്യഭരണ ദുരന്തരൻ. അത് മലയാളത്തിലുള്ള ഒരു പ്രയോഗമാണെന്ന് സംശയമുണ്ട്, പക്ഷെ അദ്ദേഹം അത് ഉപയോഗിച്ചിരിക്കുകയാണ്. ഇതിലെ ഏറ്റവും ടച്ചിങ് ആയിട്ട് നമ്മൾ അടിപൊളി നോവൽ എന്ന് കഴിയിട്ടുണ്ട്. നമ്മൾ അദ്ദേഹം മലയാറ്റൂരിനെ കുറിച്ച് എഴുതിയ ഭാഗം പറഞ്ഞു. പക്ഷെ അതിൽ ഏറ്റവും ടച്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, മലയാറ്റൂർ മരിച്ച് 14 മാസം കഴിഞ്ഞിട്ടാണ് ഭാര്യയെ ബാംഗ്ലൂർ കൂട്ടിക്കൊണ്ടുപോകും. അവസാനം ഈ മകള് ശോഭ, പിന്നെ അവരെ കണ്ടു കഴിഞ്ഞിട്ട് സംസാരിക്കുമ്പോഴേ വേരുകളില്ലാതെ, മലയാറ്റൂരിൻ്റെ ആത്മകഥാംശമുള്ള നോവലാണ് വേരുകൾ എന്ന് അദ്ദേഹം നിരീക്ഷിച്ചിട്ടുണ്ട്. അതിനുശേഷം മകള് പറയുന്നത് ഇന്ന് എല്ലാമായ വേരുകൾ നാളെ ഒന്നുമല്ലാതാകുന്നു. വരും മലയാറ്റൂരിനടുത്തുള്ള കൂവപ്പടിയല്ലേ, അദ്ദേഹത്തിൻ്റെ ജന്മദേശത്തുള്ള ബന്ധങ്ങളെല്ലാം പോയി. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വൈദേഹി ഉൾപ്പെടെയുള്ള വീട് മുഴുവനും വിറ്റു. ഒരു മകൻ കാനഡയിൽ കുടിയേറി. എന്നിട്ടാണ് ആ ബാക്ക്ഗ്രൗണ്ടിലാണ് മകളുടെ ആത്മകഥം അദ്ദേഹം ഇത് കോട്ട് ചെയ്യുന്നതിനകത്ത്. അങ്ങനെയുള്ള വളരെ മനസ്സിനെ തൊടുന്ന ചില നിരീക്ഷണങ്ങളും സംഭവങ്ങളും കൂടി ഇതിൽ പല ഭാഗങ്ങളിലായിട്ട് വരുന്നുണ്ട്. തിരിച്ച് മലയാറ്റൂർ രാമകൃഷ്ണനെ ഒരു IAS ഉദ്യോഗസ്ഥൻ എന്നുള്ള തൊട്ടാണ് കൂടുതലും മലയാളിക്ക് പരിചയം. പക്ഷെ അതിനു മുമ്പത്തെ മലയാറ്റൂരിനെയും അദ്ദേഹം കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഈ മാധ്യമ പ്രവർത്തകരെ കുറിച്ചുള്ള പരമ്പരയിൽ KC നാരായണൻ മലയാറ്റൂരിന്റെ സർവീസ് സ്റ്റോറി മാതൃഭൂമിക്ക് വേണ്ടി വാങ്ങാൻ പോയ സമയത്ത് ഇതേ ഭാര്യയെ അദ്ദേഹം നോക്കുന്നത് ഉൾപ്പെടെ വേറെ ആരും സഹായത്തുണ്ടായിരുന്നില്ല. ആ ഒരു രംഗത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ മാധവിക്കുട്ടിയുടെ വീട്ടിൽ പോയിട്ടും സംസാരിച്ചിരിക്കുമ്പോൾ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് മാധവിക്കുട്ടി ഇതുപോലെ വേറെ എവിടെയോ ക്ലാസ് എടുക്കാൻ പോയപ്പോ
അവിടെയുള്ള സ്ത്രീകളുടെ അടുത്ത് സംസാരിക്കുകയാണ്, നിങ്ങളൊക്കെ സിലിക്കൺ ബ്രസ്റ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടല്ലേ, ഞങ്ങൾക്ക് ഇവിടെ അമ്മമാര് കുട്ടികൾക്ക് പാല് കൊടുത്ത് മാറിടെ ഇടിഞ്ഞു പോയാലും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആ സദസ്സിലുണ്ടായിരുന്ന സിലിക്കൺ ബ്രസ്റ്റ് ഉപയോഗിക്കുന്ന സ്ത്രീകൾ എത്ര പേരുണ്ടെന്ന് ചോദിക്കുകയും അവര് കൈ ഉയർത്തി അതിലൊരാളൊന്ന് മുന്നോട്ട് വരാമോ എന്ന് ചോദിച്ച് അവരെ ഒന്ന് സ്പർശിക്കണോണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുകയൊക്കെ ചെയ്ത സംഭവങ്ങള് നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇതില് വളരെ വിശദമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷെ എങ്ങനെയുള്ള അതിനുശേഷം ഈ ചടങ്ങ് കഴിഞ്ഞപ്പോ മാധവിക്കുട്ടിയുടെ അടുത്ത് വന്ന് എല്ലാവരും തന്നെ അവരുടെ കൈകളിൽ പിടിച്ച് സ്നേഹം പ്രകടിപ്പിച്ചിട്ടാണ് അവിടെയുള്ള സ്ത്രീകളെല്ലാം തിരിച്ചു പോയത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇത് മാധവിക്കുട്ടിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മാധവിക്കുട്ടി മതം മാറ്റം പ്രഖ്യാപിക്കുന്നത് കലൂര് നടന്ന ലൈബ്രറി കൗൺസിലിൻ്റെ ഒരു യോഗത്തിലാണ്. അപ്പോൾ ആ യോഗത്തിൽ പങ്കെടുക്കാൻ മാധവിക്കുട്ടി വരുന്നത് പർദ്ദ ഇട്ടാണ്. അപ്പം അന്ന് ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിരുന്ന പ്രൊഫസർ സി ഉണ്ണികൃഷ്ണൻ മാധവിക്കുട്ടിയെ അവർക്ക് 1-ാം നിലയിലേക്ക് നടന്നു കയറാൻ വയ്യാത്തതുകൊണ്ട് എടുത്തുകൊണ്ട് പോകുന്ന ഒരു പടം റസാഖ് താഴ്ത്തങ്ങാടി എടുത്തിട്ടുണ്ട്. അന്ന് മാധ്യമത്തിൻ്റെ പിക്ചർ എഡിറ്ററായിട്ട് അദ്ദേഹം പിന്നെ റിട്ടയർ ചെയ്തു പിന്നീട്. ആ പടം നമ്മൾ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കൊടുത്തപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. കാര്യം ഒരു 2 ദിവസം കൊണ്ട് ഞാൻ കുറച്ച് മുമ്പ് നോക്കുമ്പോൾ 3,80,000 പേരാണ് ഇത് കണ്ടത്. കണ്ടിട്ട് അതിനകത്ത് 3,80,000 പേര്. ഞാൻ ഫേസ്ബുക്കിൽ പിന്നെ എഴുതാൻ തുടങ്ങിയിട്ട് 10-12 വർഷമായി. ഞാൻ കണ്ണ് തെളി നോക്കി നിൽക്കുക. പക്ഷെ അതിനകത്ത് ഭീകരമായ കമൻറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ഇത് എന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാധവിക്കുട്ടി എന്തിനും മതം മാറി എന്ന് ഈ ലോകത്തില്ലാത്ത അവരെ വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ. അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അല്ല, ഇതില് പറയുന്നുണ്ടല്ലോ, നോബൽ സമ്മാനത്തിന് വേണ്ടിയുള്ള കളിയാണ് മതം മാറ്റം എന്ന് പോലും ചിലർ പറഞ്ഞു. പിന്നെ വേറെ ചിലർ സമാധാനിക്ക് വേണ്ടി എന്ന് പറഞ്ഞു. മതം മാറ്റത്തിന്റെ അർത്ഥമില്ല എന്ന് ഞാൻ കാണിച്ചു തന്നില്ലേ എന്ന് മാധവിക്കുട്ടി ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇതോട് ബന്ധപ്പെട്ട് ഇങ്ങനെ ചർച്ച ചെയ്യാനായിട്ട് ധാരാളം കാര്യങ്ങളുണ്ട്. കാര്യം എല്ലാ സമൂഹത്തിലെ എല്ലാ എന്താണ് രംഗങ്ങളെയും ടച്ച് ചെയ്യുന്ന സംഭവങ്ങളും അനുഭവങ്ങളും ഒക്കെ ഉണ്ട് അതിനകത്തുണ്ട്. 2008 ഈ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. 2008. അപ്പോ ഇതില് സുനാമിയൊക്കെ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം 2025 വിട വാങ്ങുന്നത്. അദ്ദേഹം മരിക്കുന്നതിന് ഇത്രയും വർഷം മുമ്പ് എഴുതിയതാണെങ്കിലും ഏറ്റവും കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെല്ലാം ഇതിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഏതാണ്ട് 70 വർഷത്തോളം അദ്ദേഹം ഒരുപക്ഷെ മാധ്യമ പ്രവർത്തകനായിരുന്നിട്ടുണ്ടാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? 97 വയസ്സിൽ മരിക്കുമ്പോ അദ്ദേഹം ഒരു 70 വർഷത്തിലധികം മാധ്യമ പ്രവർത്തകനായിട്ട് തന്നെ ജീവിച്ചു. വളരെ ഓർമ്മയോട് കൂടിയിട്ടാണ് അവസാനം വരെ അദ്ദേഹം പോയിട്ടുള്ളത്. മാസങ്ങൾ മാത്രമേ അതല്ലാതെ ഉള്ളൂ. അതെ, വലിയ പ്രായത്തിൽ പോലും അദ്ദേഹത്തിന്റെ മാരുതി കാറിൽ അദ്ദേഹം ബാംഗ്ലൂർ സിറ്റിയിലൊക്കെ വണ്ടി ഓടിച്ചു പോകുന്നുണ്ട്. അതെ, അദ്ദേഹത്തിനെ ഓർക്കുമ്പോ ഞാൻ നേരത്തെ പ്രദീപ് സാറിന്റെ അടുത്ത് പറയായിരുന്നു, 1-2 സംഭവങ്ങൾ. അക്കാഡമിയിൽ വന്ന് അദ്ദേഹം ക്ലാസ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇന്ത്യൻ എക്സ്പ്രസിൽ അദ്ദേഹം കൺസൾട്ടന്റ് എഡിറ്റർ ആയിരിക്കുന്ന സമയത്താണ്, പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ എഴുതുന്ന സമയത്താണ്. അപ്പൊ അദ്ദേഹം വരുമ്പോ നമ്മൾ വണ്ടി അയക്കും, അദ്ദേഹം വന്ന് ക്ലാസ് എടുക്കും. അപ്പോ ഒരു പ്രാവശ്യം ഉച്ചയ്ക്ക് വന്ന് ക്ലാസ് കഴിഞ്ഞ് ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു. വളരെ ചെറിയ സൗകര്യങ്ങളാണ് ഇപ്പൊ അന്ന് അക്കാഡമിയിൽ ഉള്ളത്. പക്ഷെ അദ്ദേഹത്തിന് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോ ഭക്ഷണപ്പൊതി കൊണ്ടുവന്ന് വെച്ച് ആ ഭക്ഷണപ്പൊതിയുടെ താഴെ വെക്കാനായിട്ട് ഒരു പത്രം കടലാസ് എടുത്തു വെച്ചു. കാരണം അത് അവിടെ അഴുക്കാവണ്ടല്ലോ. അപ്പൊ അന്ന് ഡയറക്ടർ NN സത്യവ്രതൻ സാർ ഉണ്ട്. സാറ് തന്നെയാണ് സൗകര്യമൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പൊ ഈ പത്രക്കടലാസ് എടുത്തു വെച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹം പൊതി തുറക്കുന്നില്ല. കുറച്ചു നേരം അതിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിയിരിക്കുകയാണ്. അപ്പൊ എന്താ സംഭവം എന്ന് സത്യൻ സാറ് ചോദിക്കുമ്പോ അദ്ദേഹം പറയുന്നത്, ഈ പത്രം വേണ്ട. അപ്പോഴാണ് നമ്മൾ അതിലേക്ക് നോക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു സപ്ലിമെന്റ് എടുത്തിട്ടാണ് താഴെ വെക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു,
പത്രം വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഈ പത്രം വേണ്ട എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. ഇന്ത്യൻ എക്സ്പ്രസ് എന്തായാലും അതിന് വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അത് ഓർമ്മിപ്പിച്ചിട്ട് സമാനമായ ഒരു കാര്യം ഞാൻ എൻ്റെ മനസ്സിൽ വരികയാണ്. സെബാസ്റ്റ്യൻ പോളിന്റെ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞത്, അതെ അതെ, അദ്ദേഹം മരിക്കുമ്പോ ഞാൻ മരിക്കുമ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒരു കോപ്പി ശവമഞ്ചത്തിൽ വെക്കണം എന്ന് ഞാൻ മക്കളോട് പറഞ്ഞിട്ടുണ്ട് എന്ന്. അത് വെറുതെ പറഞ്ഞല്ല, അല്ല അത് ഞാനും കേട്ട് എന്നോടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞേ അല്ല, ഈ അവിടെ നിന്ന് തിക്താനുഭവം ഉണ്ടായി അവിടെ നിന്ന് പിരിഞ്ഞു പോരുകയും യൂണിയൻ നേതാവൊക്കെ ആയി പോകുന്നതല്ലേ. പിന്നെ അങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് ആ പത്രത്തോട് വലിയ ഇഷ്ടമാണ്. അതിന്റെ കാരണം മൊറൈസ് അതിന്റെ പത്രാധിപർ ആയിരുന്ന കാലം മുതൽ എനിക്ക് അതിനോട് ആരാധന തോന്നിയതാണ് എന്നാണ് പറയുന്നത്. ഫ്രാങ്ക് മൊറൈസ് ആണ് കേട്ടോ, മറ്റേ ഇപ്പോഴത്തെ ഡോം അല്ല, ഫ്രാങ്ക് മൊറൈസ് എന്റെ എഡിറ്റർ ആയിരുന്ന കാലം മുതൽ ആഗ്രഹമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിനോടൊപ്പം വർക്ക് ചെയ്യാനായിട്ട് ഒരിക്കലും സാധിച്ചിട്ടുമില്ല എന്നും പറയുന്നു. TJS ജോർജ് സാറിനെ പറ്റി പറയുമ്പോഴേ നമ്മള് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്മളൊരു ആദരാഞ്ജലി അർപ്പിക്കും കൂടിയാണല്ലോ. അദ്ദേഹം അക്കാഡമിക്ക് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കുറെ മെയിൻ സ്ട്രീമിന്റെ കുറെ ഒരു വലിയ കളക്ഷൻ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സാറിന്റെ അടുത്ത് നേരത്തെ സംസാരിച്ചപ്പോ പറഞ്ഞിരുന്നു മെയിൻ സ്ട്രീം അദ്ദേഹം അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഏഷ്യ വീക്കിന്റെ കുറെ പ്രതികളുണ്ട്. അദ്ദേഹം കുറച്ചു നാൾ എനിക്ക് തോന്നുന്നു എൻസൈക്ലോപീഡിയയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വോളിയംസ് ആണ് പിന്നെ കൂടെ അതോ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള സൂക്ഷിപ്പാണോ എന്ന് അറിഞ്ഞൂടാ, അതും അവിടേക്ക് നമുക്ക് വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. അത് TJS ജോർജ് കോർണർ ആയിട്ട് അവിടെ നമ്മൾ പ്രത്യേകം സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി അക്കാഡമിയുടെ പുതിയ ലൈബ്രറി വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയ സൗകര്യങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരുന്നത്. ആ കൂട്ടത്തില് സെഞ്ച്വറി എന്ന് പറഞ്ഞ ഒരു മാഗസിൻ ഉണ്ടോ, മറ്റേ സെഞ്ച്വറി എന്ന് പറഞ്ഞ അദ്ദേഹം ആദ്യകാലത്ത് പത്രപ്രവർത്തനം തുടങ്ങിയത് അതിലായിരുന്നു. കൃഷ്ണമേനോന്റെ പത്രം. എനിക്കത് ഓർമ്മയില്ല. അദ്ദേഹം ഇത്രയാണ് തന്നിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുള്ളത്. ഇനി അതിന്റെ കൂടെ ഇതെന്തെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് വേണമെങ്കിൽ ഒന്ന് അന്വേഷിക്കാം. ഞങ്ങൾക്ക് അതിന്റെ കോപ്പി പൊതുവെ എങ്ങും കാണാത്തതാണ്. ചിലപ്പോ ഇദ്ദേഹത്തിന്റെ കാണാൻ വഴിയുണ്ട്, കാരണം അദ്ദേഹം അതിൽ വർക്ക് ചെയ്തായതുകൊണ്ട്. അന്നൊരു P രാമൻ എന്ന് പറഞ്ഞ ഒരാളും ഉണ്ടായിരുന്നു അന്ന് കൂടെ. പിന്നെ അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യയിലായിരുന്നു ദീർഘകാലം ഉണ്ടായിരുന്നു. അദ്ദേഹം EMSന്റെ മൂത്ത സഹോദരിയുടെ മകനാണ് P രാമൻ. കവിയല്ല, ഇവിടെ അതല്ല, ഡൽഹിയിലാണ് താമസം. ഹേമ, പിന്നെ ഒരു കാര്യം കൂടെ പറയണം. നമുക്കൊരു വലിയ ദുഃഖം ബാക്കിയുണ്ട്. കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റിയില്ല. കാര്യം മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ അനുഭവങ്ങൾ മുഴുവൻ നമ്മൾ ഡോക്യുമെൻ്റ് 93-94 എൻ്റെ മാധ്യമ പ്രവർത്തകർ BRP ഭാസ്കർ അദ്ദേഹത്തിൽ നിന്ന് ആരംഭിച്ചു. ഇത് ഇദ്ദേഹത്തിൻ്റെ TJS ജോർജിൻ്റെ നമുക്കത് ചരിത്ര സാക്ഷികൾ എന്ന പരമ്പരയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. NRS ബാബു സാറിന്റെ ഉണ്ടോ, എടുത്തിട്ടുണ്ടോ? ഇല്ല. ആ സമയമായി നമ്മൾ ആരംഭിച്ച സമയത്തേക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മാഞ്ഞു. ജയചന്ദ്രൻ നായർ സാറിന്റെയും എടുത്തിട്ടില്ല. ഞങ്ങൾ പല പ്രാവശ്യം പല ലെവലിൽ ശ്രമിച്ചു നോക്കി. എനിക്കൊന്നും പറയാനില്ല എന്നാണ് അദ്ദേഹം നൽകിയ ഉത്തരവ്. അദ്ദേഹം സംസാരിച്ചില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു. TJSനെ നമ്മളെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ അത് നടന്നില്ല. അക്കാഡമിയും ഒരു ഡോക്യുഫിക്ഷൻ ആലോചിച്ചിരുന്നു, അതും നടന്നിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ ഒരു ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് നടക്കാഞ്ഞത്. അവസാന ഘട്ടത്തിലായപ്പോഴാണ് ശ്രമിച്ചത്. അതത് ആരും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നല്ലേ കേരളത്തിലെ? ഇല്ല, ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ നമുക്ക് ജീത്ത് ചെയ്യുമായിരിക്കും മകനെ. ജീത്തയിൽ ചിലപ്പോൾ എഴുതിക്കൂടായികയില്ല. അദ്ദേഹം പ്രശസ്തനായ ഒരു നോവലിസ്റ്റും കൂടിയാണ് അല്ലെ ജീത്തയിൽ. കവിയുമാണെന്ന് തോന്നുന്നു. കവിയാണ്, നോവലിസ്റ്റ് അല്ലേ? നാർക്കോപോളിസ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം ആദ്യം എഴുതിയിരുന്നു. അതെ, നാർക്കോപോളിസ്. ഒരു മകളും ഉണ്ട് അദ്ദേഹത്തിന്, 2 മക്കൾ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബയോഗ്രഫി ആരെങ്കിലും എഴുതും, അത് ഉറപ്പാണ്. പക്ഷെ അദ്ദേഹം എത്ര പേരുടെ ബയോഗ്രഫി എഴുതിയിട്ടുണ്ട്, പക്ഷെ ബയോഗ്രഫി എഴുതാൻ അതെ പോത്തൻ ജോസഫ്, കൃഷ്ണമേനോൻ, പിന്നെ സംഗീതത്തിന്റെ സുബലക്ഷ്മി. അതെ, അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. നർഗീസ്, അതെ.
അല്ല ഈ പുസ്തകങ്ങളെല്ലാം തന്നെ ഉണ്ടല്ലോ, നമ്മൾ എടുത്ത് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ അവസാനിപ്പിക്കാതെ താഴെ വെക്കാൻ പറ്റില്ല. അത്ര ഒരു മാസ്മരികതയുണ്ട് ആ എഴുത്തില്. TJSന്റെ ശൈലി വളരെ വളരെ ലൈറ്റായിട്ടാണ് എഴുതുന്നത് പുള്ളി. അതെ. വളരെ സിമ്പിൾ ഇംഗ്ലീഷിലാണ് എഴുതുന്നത് സംഭവം. അപ്പോൾ നമുക്ക് സമയം ഓക്കെ ആയില്ലേ? നമുക്കിനി അതിൻ്റെ എല്ലാ ആസ്പെക്റ്റും ചർച്ച ചെയ്തു അല്ലേ? അത് എത്ര വളരെ ലൈവായിരുന്നു സംഭവം. നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമ വിദ്യാർത്ഥികളാണ് ഇത് കേൾക്കേണ്ടിയിരുന്നത്. ദൗർഭാഗ്യവശാൽ വന്നിട്ടില്ല. ഏതായാലും വായിക്കപ്പെട്ട പുസ്തകം നമ്മുടെ കയ്യിലുള്ളത്, എൻ്റെ കയ്യിലുള്ള 2ാം എഡിഷനാണുള്ളത്. അപ്പോൾ പതിപ്പുകൾ ഇനി ഇറങ്ങാൻ സാധ്യതയുണ്ട്. കാര്യം ഇത് വലിയൊരു ഡോക്യുമെൻ്റാണ് തിരിച്ചു അദ്ദേഹത്തിൻ്റെ ഇത് ഓർമ്മക്കുറിപ്പുകൾ. മലയാളത്തിൽ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ഒരുപാട് ഇത് വായിക്കാൻ വേണ്ടി മാത്രം മലയാളം വാരിക വാങ്ങിച്ചവരുണ്ട്. അതെ. അല്ല, അതിൽ വേറൊരു ഗുണം കിട്ടിയിട്ടല്ലോ, എല്ലാ പടങ്ങളും ഈ പുസ്തകത്തിൽ വന്നിട്ടില്ല. വീക്കിലിയിൽ ഇത് കൂടാതെ ഒത്തിരി പടങ്ങളുണ്ടായിരുന്നു. പടങ്ങളുണ്ട്. അത് വളരെ റീഡബിൾ ആയിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. അതിങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ കാത്തിരിക്കും അടുത്തത് പറയാൻ. ഞാൻ ആ ലക്കങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പുസ്തകം വാങ്ങിച്ചു. എനിക്ക് രണ്ടും പ്രിയപ്പെട്ടതായിരുന്നു. അദ്ദേഹം ഹെറോൾഡ് ഇവൻസിന്റെ ഒപ്പം പ്രവർത്തിച്ച കാലം പറയുന്നുണ്ട്. ഹാരി എന്നാണ് അദ്ദേഹം സംബോധന ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എത്രയോ ആളുകളുടെ കൂടെ പ്രവർത്തിക്കാനായി, അവരുടെയൊക്കെ ജീവിതം കണ്ടു. അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ലൈഫും അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവും ഒക്കെ നമ്മൾ അടുത്തറിഞ്ഞു. അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങൾ എല്ലാം വലിയ ഒരു വർക്കാണ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. മറക്കാൻ പറ്റില്ല. ഈ മാധവിക്കുട്ടിയുടെ എന്റെ കഥ ഇവിടെ വരുന്ന സമയത്ത് തന്നെ അദ്ദേഹം അത് ഈ ഏഷ്യ വീക്കില് ഇംഗ്ലീഷിലാക്കി ചെയ്തിരുന്നു. അതിന് വലിയ വായനക്കാരുണ്ടാവുകയും ചെയ്തു. അങ്ങനെ തർജ്ജമ ചെയ്തതല്ലേ മൈ സ്റ്റോറി. അത് ഈ നമ്മുടെ MV നാരായണപിള്ളിയാണ് അത് ശുപാർശ ചെയ്ത് അന്ന് അങ്ങോട്ട് എത്തിച്ചുകൊണ്ടിരുന്നത്. നാരായണപിള്ളിയായിട്ട് വലിയ ബന്ധം ഉണ്ടായിരുന്നു അവര്. അല്ല, അദ്ദേഹത്തിന്റെ അവതാരികയും എടുത്തു പറയേണ്ട ഒരു അവതാരിക. നേരത്തെ പ്രിൻസ് സാർ സംസാരിച്ചു പറഞ്ഞു ആശാനേന്ന് തുടങ്ങുന്നത്. പക്ഷെ ഇതില് ഒരു ലക്കും ലഗാനും ഇല്ലാണ്ട് എഴുതിപ്പോയതാണ് എന്ന് നമുക്ക് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭാഷണത്തിന്റെ ഒരു രീതിയിൽ തന്നെ എഴുതിയിരിക്കുകയാണ്. അത് ആശാനെ എന്നാണ് അഭിസംബോധന ചെയ്യണത് തന്നെ ചെയ്തിട്ടുള്ളത്. MV നാരായണപിള്ളയുടെ അവതാരിക കൊടുക്കുന്നത് ആശാനെ എന്ന് കൈകൊണ്ട് എഴുതിയ അത് വെച്ചിട്ടാണ്. സ്വന്തം നാണപ്പെണ്ണാണ് അവസാനിപ്പിച്ചിരിക്കുന്നത്. കാര്യങ്ങള് ഓർമ്മ വന്ന കാര്യങ്ങൾ, അതായത് ഇതില് ഈ പുസ്തകത്തിനെ പറ്റിയിട്ട് പറയുമ്പോ നമ്മൾ സാധാരണ നമ്മൾ പരമ്പരാഗതമായ രീതിയിൽ എഴുത്തല്ല. അതായത് ചിന്തിച്ചു ആനന്ദവല്ലി എന്ന് മലയാളം ഡൈജസ്റ്റ് തുടങ്ങുന്നതിനെ പറ്റി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ആനന്ദവല്ലി എന്നുള്ള ഒരു സാങ്കല്പിക പേര് അദ്ദേഹം കൊടുത്തതായിരിക്കും മിക്കവാറും. ആലോചിക്കേണ്ട വിഷയമായതുകൊണ്ട് തൽക്കാലം മാറ്റി വയ്ക്കുക. പിന്നെ വേറെ ചോദ്യം ചോദിക്കണ്ടേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിരുന്നത്? അതെ. അതായത് നിങ്ങൾക്ക് വയസ്സനാകാൻ ഇഷ്ടമില്ല, അവസാന ലോജിക്കും പറയുന്നുണ്ട്. എന്റർപ്രണർഷിപ്പ് ഒരു മനോരോഗമാണ്, അതിൽപ്പെട്ടയാളാണ് നിങ്ങളെന്ന് ഏഷ്യ വീക്ക്, ഇന്ത്യൻ എക്സ്പ്രസിന്റെ ക്യാൻറ്റീൻ മുതലായ പലതും തെളിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ് അല്ല, ഇന്ത്യൻ എക്സ്പ്രസിന്റെ ക്യാൻറ്റീൻ ആണ് എന്താണെന്ന് അറിയില്ല. അത് പ്രദീപ് ജിയാണ് പറയേണ്ടത് അത് എന്താണെന്നുള്ളതെന്ന്. ഈ അവതാരിക എഴുതിയപ്പോഴാണ് തകഴിയെ പിടിച്ചു നിർത്തിയോ 24 പേജിന്റെ അവതാരികയൊക്കെ എഴുതിപ്പിച്ച കാര്യമൊക്കെ ഇതിന് വരുന്നത്. വളരെ രസകരമായിട്ട് ആ കൂട്ടത്തിൽ ഒന്നുകൂടി പറയട്ടെ കേട്ടോ, മലയാളത്തിൽ ഇറങ്ങിയ അതിമനോഹരമായ ഒരു പുസ്തക മാസികയായിരുന്നു ഇദ്ദേഹത്തിന്റെ പത്രാധിപത്യത്തിൽ ഇറങ്ങിയ ട്രയൽ. കുറച്ച് നാളുകളെ ആ ഭംഗി ഉണ്ടായുള്ളൂ. ഒരു ടൈമിന്റെ ഒരു പതിപ്പ് പോലെയായിരുന്നു തോന്നുന്ന രീതിയിലാണ് അതിന്റെ ഡിസൈൻ ലേഔട്ട് ഒക്കെ ചെയ്യുന്നത്. ട്രയൽ എന്ന് പറഞ്ഞ് അത് ഒരു ഡിറ്റക്റ്റീവ് അല്ലെങ്കിൽ ഒരു ക്രൈം സ്വഭാവത്തിൽ ആദ്യം മണി സാർ തുടങ്ങിയതാണ്, പിന്നീടാണ് അത് ഇങ്ങനെ മാറി വന്നത്. പ്രിൻസ് ട്രയലിനകത്ത് എഴുതിയിട്ടുണ്ടല്ലേ? എന്തോ അല്ല, ഞാൻ പ്രിൻസിനകത്ത് എഴുതിയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. ഇല്ല, അത് ഇതിനകത്ത് വേറെ കാര്യം എന്ന് വെച്ചാല്, ഇടയ്ക്ക് ഞാൻ കലാകൗമുദിയില് വോയിസ് ഓവർ എഴുതിയപ്പോ വേറൊരു പ്രസിദ്ധീകരണത്തിൽ ഇതേ സാധനം പേരില്ലാതെ വന്നു.
അത് അത് ശരി. ശരി. കൗമുദി തന്നെ ഉള്ള ആരുടെയോ അളിയൻ നടത്തുന്ന പത്രത്തിലോ മാസികയിലോ മറ്റോ ഉം. ആ ഇത് ഇപ്പൊ ഞാൻ നോക്കിയപ്പോ ഞാൻ എഴുതിയതാണല്ലോ, എന്റെ പേര് മാത്രമല്ല ബാക്കി ബാക്കിയെല്ലാം ഉണ്ട്. അവരത് എടുത്ത് അങ്ങനെ വേറെ കലാവധി ആരുടെ അളിയൻ പേരിട്ടിട്ടില്ലല്ലോ. അതിട്ടില്ല. വേറെ പക്ഷെ ഇനി ഭാഗ്യം. അങ്ങനെ വല്ലതും എടുത്ത് എന്തെങ്കിലും എടുത്ത് ഇതിനകത്ത് ഇതെല്ലാം അത് ഏതിലാണ് സഹോദരത്തിൽ വന്നിരുന്നത്? പറഞ്ഞു. അതായത് കലാകൗമുദിയിൽ വോയിസ് ഓവർ എന്നൊരു പങ്ക്തി ഉണ്ടായിരുന്നു പണ്ട്, ആ ഉവ്വ. 2003 വരെ. അപ്പൊ ഉവ്വ. ആ കാലത്ത് പിന്നെ കൊല്ലത്ത് നിന്ന് ഇറങ്ങുന്ന ഒരു പത്രത്തിൽ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള ദീപുവിന്റെ അമ്മായിയപ്പന്റെ പത്രം ഉം. അങ്ങനെ ഒരു പ്രസിദ്ധീകരണത്തിൽ പുള്ളിയുടെ ആരോ നടത്തുന്ന ഒരു പ്രസിദ്ധീകരണത്തിനകത്ത് ഈ പങ്ക്തി എടുത്ത് അത് എവിടെ താങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ശരി. അപ്പൊ ഞാനത് എന്തോ സാധനം വാങ്ങിയ കൂട്ടത്തിൽ കൊല്ലത്ത് വെച്ച് എന്തോ സാധനം വാങ്ങിയ കൂട്ടത്തിൽ പൊതിഞ്ഞു കിട്ടിയതാണ്. എന്റെ അക്ഷരം തെളിഞ്ഞു നിൽക്കുന്നല്ലേ. നമ്മുടെ കുഞ്ഞിനെ കാണാനിടയായത്. ഞാൻ എന്നിട്ട് കൊണ്ടുവന്നപ്പോ ഇങ്ങനെ എന്തോന്നോ ഒരു ബ്ലർബ് കണ്ടപ്പോ ഞാൻ ആലോചിച്ചത് എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ നോക്കുമ്പോഴാണിത്. ഈ പ്രിൻസ് സാർ എവിടെയാ താമസിക്കുന്നത്? ഞാൻ തിരുവനന്തപുരത്ത് കുമാരപുരത്ത്. ആ ഉവ്വ ഉവ്വ. അല്ല, നമുക്ക് പ്രിൻസിന് നേരിട്ട് പരിചയമില്ല. ഞാൻ എഴുത്തിലൂടെ ഒത്തിരി വായിക്കാറുണ്ട്. ജോഷി അറിയില്ലല്ലേ? ജോഷി അറിയില്ലല്ലേ? അത് നേരിട്ട് പരിചയമില്ല. നേരിട്ട് പരിചയമില്ല. ജോഷി കേരള ടൈംസ് അതെ, തുടക്കം അവിടെയായിരുന്നു. തുടക്കം അവിടെ നിന്ന്. ഞാൻ ഈ ട്രെയിനിലും എഴുതിയിട്ടുണ്ട്, എഴുതിയും വരയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ. നാരായണ സാറുമായിട്ട് നല്ല അടുപ്പമുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം കർഷകത്തിന് ഞാൻ പിന്നെ ബോംബെയിൽ ചെന്ന് ഇദ്ദേഹത്തെ കാണാൻ വരുമ്പോ ഇദ്ദേഹം പിന്നെ എന്താ സംസാരിക്കാതിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ എഴുതി കാണിക്കുകയായിരുന്നു. അങ്ങനെയും ഉണ്ടായിരുന്നോ? ഒരു വല്ലാത്ത അനുഭവമായിരുന്നു അത്. അല്ല, എന്നോട് ഒരിക്കൽ പറഞ്ഞത് ടി.എൻ. ജേക്കബ് മന്ത്രിയായിരുന്നു. എന്നെ ഒരു ദിവസം വിളിച്ച് പറയാണ്, ടി.എൻ. ജേക്കബ് എന്നെ വിളിച്ചു ഇന്ന് രാവിലെ, അദ്ദേഹം ബോംബെയിൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ കാണുന്നുണ്ടോ? എന്നോട് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ചു പറഞ്ഞു, മന്ത്രി ബോംബെയിൽ വരുന്നുണ്ട്, കാണണം. പറഞ്ഞു വേണമെങ്കിൽ വന്ന് വീട്ടിൽ ഒന്ന് കണ്ടിട്ട് പോകാൻ പറഞ്ഞു. എനിക്ക് കാണണ്ട. പുള്ളി പറഞ്ഞു എനിക്ക് കാണണമെന്നില്ല, വേണമെങ്കിൽ ഇവിടെ വന്ന് കണ്ട. എനിക്കൊന്ന് പരിണാമം വിവാദമൊക്കെ നടക്കുന്ന സമയത്തായിരുന്നു. വേണമെങ്കിൽ ഇവിടെ വന്ന് ബോറിവല്ലി ഒന്ന് കണ്ടിട്ട് പോവാ, എനിക്ക് കാണണമെന്ന് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അല്ല, ഈ എം വി നാരായണപിള്ളയുടെ സുഹൃത്തുക്കളെ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര കൗതുകമാണ്. ഒന്ന് ലാബല്ല രാജൻ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്താണ്. മണർകാട് പാപ്പൻ അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. ഇത്തരത്തിലുള്ള സുഹൃത്തുക്കളുണ്ട് അദ്ദേഹത്തിന്. ഈ എം.പി. നാരായണപിള്ളയുടെ കാര്യം പറയുമ്പോഴാണ്, അദ്ദേഹം ഒരു ബിസിനസ് പദ്ധതികൾ ഇങ്ങനെ ആവിഷ്കരിക്കുകയാണല്ലോ കൂടുതൽ പണം ഉണ്ടാക്കാനുള്ള. അപ്പൊ അതില് ഇദ്ദേഹത്തിനോട് സജസ്റ്റ് ചെയ്തതാണ്, TJS ഹോങ്കോങ്ങിൽ നിന്ന് റിട്ടയർ ചെയ്ത് വരുമ്പോ ഒരു ബിസിനസ് വേണ്ടേ. അപ്പൊ എല്ലാ പദ്ധതികളെ പോലെയും വളരെ ഗൗരവമായിട്ട് കശുവണ്ടി പദ്ധതിയും ആവിഷ്കരിച്ചു. ആദ്യം തമാശയായിട്ടാണ് ഭാര്യ അമ്മു അതിന് പ്രതികരിച്ചത്. പക്ഷെ ഒരു ബിസിനസ് വിദഗ്ധന്റെ പ്രതിബദ്ധതയോടെ നാണപ്പൻ വിശദ വിവരങ്ങളിലേക്ക് കടന്നു. ഹോങ്കോങ്ങിൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ ഞാൻ വെറുതെ ഇരിക്കാൻ പാടില്ല എന്നതായിരുന്നു ഉദ്ദേശം. നാണപ്പന്റെ യുക്തി ഇപ്രകാരമായിരുന്നു: തൊഴിലാളികളാണ് എസ്റ്റേറ്റുകളുടെ പ്രശ്നം, അവരില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് തൊഴിലാളികൾ ആവശ്യമില്ലാത്ത തോട്ടമായിരിക്കണം. കശുവണ്ടി അതിന് പറ്റും. സങ്കരവർഗത്തിലുള്ള പൊക്കം കുറഞ്ഞ മരങ്ങളാണ്. ജോർജിന് സുഖമായി കയറാം. അമ്മുവും പിള്ളേരും 5 പേർക്ക് സംസ്കരിച്ച് കമ്പോളത്തിൽ എത്തിക്കും. പാരമ്പര്യ വ്യവസായത്തെ പ്രോത്സാഹിപ്പിച്ചു എന്ന ഖ്യാതിയും കിട്ടും. പക്ഷെ ആ ഖ്യാതി അമ്മുവിന് പക്ഷെ ഇഷ്ടമില്ല. എസ്റ്റേറ്റ് നഷ്ടപ്പെട്ടു. ചില വിചിത്ര ഭാവനകളാണ് അദ്ദേഹം. അതായത് ഈ ഒരു ഹാബിറ്റ് ഫോം ചെയ്യണമെങ്കിൽ ഒരു കാര്യം സ്ഥിരമായി ചെയ്യണമെന്ന് പറയും. ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ഒക്കെ പറയുന്ന ഒരു കാര്യം. അത് ഇതിനകത്ത് ഇദ്ദേഹം ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, അത് ചെറിയ പരീക്ഷണത്തിൽ തയ്യാറുണ്ടോ? അച്ചടിക്കുക എന്ന ലക്ഷ്യമേ മറന്നത്. ദിവസം കാലത്ത് എണീറ്റ് ചായയോ ചാരായമോ എന്താന്ന് വെച്ചാൽ അത് കുടിച്ചിട്ട് 1 മണിക്കൂർ മനസ്സിന്റെ വ്യായാമം എന്ന മട്ടിൽ എഴുതി തുടങ്ങാം. നമ്മളല്ലാതെ വേറെ ആരും വായിക്കരുത്, ഭാര്യ പോലും. പകൽ ഈച്ചയെ കൊണ്ടുള്ള ശല്യം, രാത്രി കൊതുകിനെ കൊണ്ടുള്ള ശല്യം, രാപ്പകൽ ഭാര്യയെ കൊണ്ടുള്ള ശല്യം എന്ന ആപ്തവാക്യം ഞാൻ ഭാര്യയോട് പറയുന്നതാണ്. അതും വേദാന്തമാണെന്നാണ്. അല്ല, പുള്ളി പറയുന്നത് അല്ല, അന്ന് ഇങ്ങനെ പറഞ്ഞില്ലേ, വ്യവസായം തുടങ്ങണമെങ്കിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ വ്യവസായം സാഹിത്യമാണെന്ന് പറയുന്ന പോലെ. അല്ല, അദ്ദേഹം ഒരു വ്യവസായം തുടങ്ങി, ഒരു പൽപ്പൊടി, ഒരു പേസ്റ്റ്, അത് അമ്പേ പരാജയമായിരുന്നു. അതെ, പൊളിഞ്ഞിട്ടുണ്ട്. നജമാന്ന മറ്റോ അതിന്റെ പേര്, നാരായണപിള്ള, ഒരു ജോസഫ്, പിന്നെ അങ്ങനെ മറ്റേ ഞാൻ വിട്ടുപോയി. അതിന്റെ കൂടെ ജപ്പാനെന്നും കൂടെ ചേർത്തിട്ടുണ്ട്. അതെ.
വായിച്ചൊരു ഓർമ്മ. ദാക്ഷായണി ബിസ്ക്കറ്റ് അതെ പോലെ പരാജയപ്പെട്ടു പോയി. അതെ അപ്പൊ നമുക്കിങ്ങനെ പറഞ്ഞിരിക്കാൻ ശരി. ധാരാളം ഉണ്ട്. പക്ഷെ നമുക്ക് എങ്കിലും സമയം അതിക്രമിച്ചതുകൊണ്ടും ആ തീർച്ചയായും നമുക്ക് ഇതിവിടെ അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. അത് അപ്പം പ്രിൻസ് സാറിനെ ഒന്ന് നന്നായിട്ട് അഭിനന്ദിക്കണം. കാരണം ഈ ഒരു ഘോഷയാത്രയാണല്ലോ, ഓർമ്മകളുടെ ഘോഷയാത്രയാണ്. അതെ അതെ ഇത്രയധികം കഥാപാത്രങ്ങളും സംഭവങ്ങളും അത് കണക്ട് ചെയ്ത് പറയുക എന്നുള്ളത് ഒരു വലിയ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഏർപ്പാടാണ്. അത് സാർ വളരെ അച്ചടക്കത്തോടു കൂടി അത് ചെയ്യാൻ സാധിച്ചത് വലിയ കാര്യം. സന്തോഷം. വളരെ താങ്ക് യു. അത് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ നമ്മൾ വ്യക്തിയെ ഫോളോ ചെയ്തുകൊണ്ട് ചെയ്യുന്നുള്ളത് കൊണ്ടാണ്. അതെ അതെ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇത് പരമ്പര, അതായത് പുസ്തകലോകം 18-ാം അധ്യായത്തെ സമാപനം. ഇന്ന് TGS ജോർജിൻ്റെ ഓർമ്മകളുടെ പുസ്തകമായ ഘോഷയാത്ര പുസ്തകത്തെക്കുറിച്ചുള്ള അവലോകനം നടത്തിയത് ശ്രീ SD പ്രിൻസ്. അപ്പം ജോഷി ജോർജ് ചർച്ചയിൽ പങ്കെടുത്തു. കേൾക്കാൻ ധാരാളം പേരെത്തി. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മൾ ഇതിൻ്റെ 19-ാം അധ്യായം പതുപോലെ അടുത്ത ശനിയാഴ്ച, അതായത് ജൂലൈ 11-ാം തീയതി വൈകിട്ട് 7 മണിക്ക്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭരാത്രി. ശുഭരാത്രി. ഓക്കെ. താങ്ക് യു. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭരാത്രി.